السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പരിശുദ്ധ ഖുർആനിലെ ഹാഫിളുകൾക്ക് എപ്പോഴും പ്രയാസം സൃഷ്ടിക്കുന്ന മുതശാബിഹായിട്ടുള്ള ആയത്തുകൾ, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ് ഈ ഭാഗത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓരോ പേജിലും പ്രധാനമായും വന്നിട്ടുള്ള മുതശാബിഹാത്തുകളുടെ ലഘു വിവരണവും പരിചയവുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്ക്രീനിൽ നമ്മൾ മുസ്ഹഫിലെ ഓരോ പേജുകളും എടുത്ത് ആ പേജിൽ വന്നിട്ടുള്ള മുതശാബിഹായ ആയത്തുകളെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അത്തരം ആയത്തുകൾ എവിടെയൊക്കെയാണെന്ന് ഓരോരുത്തരും നോട്ട് ചെയ്യുകയും അത് മനസ്സിലാക്കി വെക്കുകയും ആ സ്ഥലങ്ങൾ സൂക്ഷിച്ചു ഓതുകയും ചെയ്താൽ നമ്മുടെ ഹിഫ്ള് ഇത്ഖാനോടുകൂടെ വളരെ കൃത്യമായി നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാനും തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാനും അത്തരം അശ്രദ്ധകളിൽ നിന്നും നമ്മൾ പ്രത്യേകം സുരക്ഷിതരാവാനും നമ്മൾ സഹായിക്കുന്ന ഒരു ചെറിയ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ മുത്തശാബിഹിൻ്റെ ക്ലാസ് ഹാഫിളുകൾ, പ്രത്യേകിച്ച് ഹാഫിളുകൾ ഇതെല്ലാം മനസ്സിലാക്കുകയും അത് അവരുടെ പാരായണത്തിലും പഠനത്തിലും മനനത്തിലും ആവർത്തനത്തിലും എല്ലാം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് മുഖവുരയായി ഉണർത്തുന്നു. ആദ്യമായി സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒന്നാമത്തെ ആയത്ത് പോലും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ബിസ്മില്ല എന്ന് പറയുന്ന പദം സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അതേപോലെ നിങ്ങൾ കാണുന്നുണ്ടാകും, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പുറമെ സൂറത്തുൽ ഹൂദിൽ ഇവിടെ വന്നതായിട്ട് കാണാം. അതേപോലെ മറ്റൊന്നാണ് സൂറത്തുൽ നംലിലെ 30-ാമത്തെ ആയത്ത്. സൂറത്തുൽ നംലിൻ്റെ 30-ാമത്തെ ആയത്തിലും ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ബിസ്മി 3 തവണ ഖുർആനിൽ വന്നിട്ടുണ്ട് എന്നർത്ഥം. അടുത്ത ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് ഫാത്തിഹയിലുണ്ട്. അതിന് പുറമെ നിങ്ങൾ ഈ കാണുന്ന ഇത്രയും സ്ഥലങ്ങളിൽ അൽഹംദുലില്ലാ എന്ന് വന്നിട്ടുണ്ട്. ഒന്ന് ഫാത്തിഹ, മറ്റൊന്ന് അൻആമിൻ്റെ 1-ാമത്തെ ആയത്ത്, ഇബ്രാഹിമിൻ്റെ 39-ാമത്തെ ആയത്ത്, കഹ്ഫിൻ്റെ അൽഹംദുലില്ലാ എന്ന് പറയുന്ന 1-ാമത്തെ ആയത്ത്, സബയിൻ്റെ 1, ഫാത്തിറിൻ്റെ 1, സ്വാഫാത്തിൻ്റെ അവസാനത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ വാവുണ്ട്. അപ്പോൾ ഈ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ പദം ആവർത്തിച്ച് വന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊന്നാണ് അർറഹ്മാനിർ റഹീം എന്ന് പറയുന്ന പദം. അർറഹ്മാൻ എന്ന് പറയുന്ന ഈ പദം ഫാത്തിഹയിൽ വന്നിട്ടുണ്ട്, സൂറത്തു ത്വാഹയിൽ വന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ സൂറത്തു റഹ്മാനിൽ അർറഹ്മാൻ അല്ലമൽ ഖുർആൻ എന്ന് വന്നതായിട്ട് കാണാൻ പറ്റും. ഇത്രയും സ്ഥലങ്ങൾ, 3 സ്ഥലങ്ങൾ അർറഹ്മാൻ എന്ന് പറയുന്ന പദം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. മറ്റൊന്നാണ് സൂറത്തു സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയുന്നത് ഫാത്തിഹയിൽ വന്നിട്ടുണ്ട്. അപ്രകാരം തന്നെ സിറാത്തുല്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് എന്ന രൂപത്തിൽ ശൂറയിൽ വന്നതായിട്ട് കാണാം. മറ്റൊന്നാണ് വലല്ലാലീൻ എന്ന് നമ്മൾ പറയാറുള്ള അവസാനത്തെ ആയത്ത്. അപ്പോൾ ലാലീൻ എന്ന അവസാനത്തിൽ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ വന്നതായിട്ട് കാണാൻ കഴിയും. അതിൻ്റെ ചില മാതൃകകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫാത്തിഹയിൽ വലല്ലാലീൻ എന്ന് കാണാം. അതേപോലെ ബഖറയിൽ 198-ാമത്തെ ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും, ഈ ആയത്തിൻ്റെ അവസാനം ലാലീനാണ്. ഫലമ്മാ റഅൽ ഖമറ ബാസിഗൻ ഖാല ഹാദാ റബ്ബി എന്ന് പറയുന്ന സൂറത്തുൽ അൻആമിൻ്റെ 77-ാമത്തെ ആയത്ത്, സൂറത്തു ശുഅറാഇൻ്റെ 20-ാമത്തെ ആയത്ത് ഖാല ഫഅൽതുഹാ ഇദൻ വഅന മിനൽ ളാലീൻ, സൂറത്തു ശുഅറാഇൻ്റെ 86-ാമത്തെ ആയത്ത് വഗ്ഫിർ ലി അബി ഇന്നഹു കാന മിനൽ ളാലീൻ, സൂറത്തുൽ വാഖിയയുടെ വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ളാലീൻ. ഇങ്ങനെ ഇത്രയും സ്ഥലങ്ങളിൽ ഫാത്തിഹയിലുള്ള ആയത്തുകൾ തന്നെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആവർത്തനങ്ങൾ നമ്മളെപ്പോഴും ഒരു ഹാഫിളിനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കി വെക്കുന്നത് പ്രധാനമാണ്. മറ്റൊന്നാണ് അലിഫ്ലാമീം ജുസ്ഇലുള്ള ആവർത്തനങ്ങൾ. അലിഫ്ലാമീം ജുസ്ഇലുള്ള ആവർത്തനങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുമ്പം ആദ്യമായിട്ട് സൂറത്തുൽ ബഖറയിലാണ്. സൂറത്തുൽ ബഖറയിലെ ആദ്യ ഭാഗത്ത് തന്നെ ചില പ്രധാനപ്പെട്ട മുതശാബിഹാത്തുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ അലിഫ് ലാം മീം എന്ന് പറയുന്ന പദം തന്നെ നിങ്ങൾക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എത്ര സ്ഥലങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ കൊടുത്തത് കാണാം. സൂറത്തുൽ ബഖറയിൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു, ആലു ഇമ്രാനിൽ അലിഫ് ലാം മീം ഉണ്ട്. അതേപോലെ അൻകബൂത്തിൽ അലിഫ് ലാം മീം ആണ്. സൂറത്തു റൂമിൽ അലിഫ് ലാം മീം ഉണ്ട്. സൂറത്തുൽ ലുഖ്മാനിൽ അലിഫ് ലാം മീം ഉണ്ട്. സൂറത്തു സജദയിൽ അലിഫ് ലാം. ഇതിൻ്റെയൊക്കെ തുടക്കം അലിഫ് ലാം മീം എന്ന് പറയുന്ന ഇതുകൊണ്ടാണ് ഇത്തരം സ്ഥലങ്ങളിലെല്ലാം വന്നിട്ടുള്ളത്. മറ്റൊന്നാണ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് പറയുന്ന ഈ പദം ഖുർആനിൽ ബഖറയിൽ വന്നിട്ടുണ്ട്. വയുഖീമുന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഇതേ പ്രകാരം തന്നെ സൂറത്തുൽ അംഫാലിൻ്റെ 3-ാമത്തെ ആയത്തിലും നമുക്കിത് കാണാൻ പറ്റും. സൂറത്തുൽ ഹജ്ജിൻ്റെ 35-ാമത്തെ ആയത്തിലും ഇതേ സംഭവം നമുക്ക് കാണാൻ പറ്റും. അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും വസ്സാബിരീന അലാ മാ അസാബഹും വൽ മുഖീമിസ് സ്വലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് കാണാൻ പറ്റും. അതേപോലെ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വന്നിട്ടുള്ള മറ്റൊരു സ്ഥലമാണ് സൂറത്തുൽ ഖസസ് 54-ാമത്തെ ആയത്ത്, സൂറത്തു സജദ 16-ാമത്തെ ആയത്ത്, സൂറത്തു ശൂറ 38-ാമത്തെ ആയത്ത്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആവർത്തനങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക.
മറ്റൊന്നാണ് സൂറത്തുൽ ബഖറയിൽ നമ്മൾ കാണുന്ന ഒരായത്താണ് അബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ. ഇത് ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ വന്നതായിട്ടാണ് ഇവിടെ അടയാളപ്പെടുത്തിയത്. നിങ്ങൾക്ക് കാണാം സൂറത്തുൽ നംലിൻ്റെ 3-ാമത്തെ ആയത്ത്, സൂറത്തുൽ ലുഖ്മാനിൻ്റെ 4-ാമത്തെ ആയത്ത്. ഇത്രയും സ്ഥലങ്ങളിൽ അല്ലദീന യുഖീമൂന സ്വലാത്ത വയുത്തൂന സക്കാ വഹും ബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ എന്ന് ലുഖ്മാനിൽ, അതേപോലെ അല്ലദീന യുഖീമൂന സ്വലാത്ത വയുത്തൂന സക്കാ വഹും ബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ സൂറത്തുൽ നംലിലും ആവർത്തിച്ചു വന്നതായിട്ട് പറയുന്നുണ്ട്. മറ്റൊന്നാണ് ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ചിലതൊക്കെ നമുക്ക് അറിയുന്നതാണ്, മറ്റു ചിലതൊക്കെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിലില്ലാത്തതാണ്. അറിയുന്നതിൽപ്പെട്ടതാവാനാണ് സാധ്യത. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം എന്ന് പറയുന്നത് സൂറത്തുൽ ബഖറയിലും വന്നിട്ടുണ്ട്. അതേപോലെ സൂറത്തുൽ ലുഖ്മാനിൻ്റെ 5-ാമത്തെ ആയത്തിലും പ്രസ്തുത ആയത്ത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഖുർആനിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ആയത്തുകളാണ് നമ്മൾ ഓരോ പേജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി ആദ്യത്തെ പേജിലേക്ക് കടക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ബഖറയിലെ ഇന്നല്ലദീന കഫറു എന്ന് പറയുന്ന പേജിൽ ആ ഇന്നല്ലദീന കഫറു എന്നുള്ളത് ഖുർആനിൽ എത്ര വട്ടം വന്നിട്ടുണ്ട്, ഇതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ നോക്ക്, ഇത്രയും സ്ഥലങ്ങളിൽ സൂറത്തുൽ ബഖറയിലെ ഈ ഇന്നല്ലദീന കഫറു പോലത്തെ ആയത്ത് വന്നിട്ടുണ്ട്. ബഖറയിലെ 6, ബഖറയിലെ 161, ആലി ഇമ്രാനിലെ 10, ആലി ഇമ്രാനിലെ 90, ആലി ഇമ്രാൻ 91, 116, നിസാ 56, 167, 168, മാഇദയിലെ 36, അംഫാലിലെ 36, ഹജ്ജിലെ 25, ഗാഫിറിലെ 10, ഫുസ്സിലത്തിലെ 41, മുഹമ്മദിലെ 32, മുഹമ്മദിലെ 34, സൂറത്തുൽ ബയ്യിന എന്നതിലെ 6. ഇത്രയും ആയത്തുകളിൽ ഇന്നല്ലദീന കഫറു എന്ന് പറയുന്ന ആയത്ത് വന്നിട്ടുണ്ട്. അപ്പം അത്രയും സ്ഥലങ്ങളിൽ ഖുർആനിൽ ഇന്നല്ലദീന കഫറു ആവർത്തിച്ച് വന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്നാണ് പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ 8-ാമത്തെ ആയത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും, വമിൻ അന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ്. ഈ ആയത്ത് നിങ്ങൾ നോക്കൂ, വമിൻ അന്നാസി എന്ന് പറയുന്ന ആയത്ത് കൊണ്ട് തുടങ്ങുന്ന ഖുർആനിലുള്ള ഭാഗങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബഖറ, ഹജ്ജ്, അൻകബൂത്ത്, ലുഖ്മാൻ, ഫാത്തിർ, ഈ സ്ഥലങ്ങളിലെല്ലാം അത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. മറ്റൊന്നാണ് ബിമാ കാനു യക്ദിബൂൻ എന്ന് സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്തിൻ്റെ അവസാനം, ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ വലഹും അദാബുൻ അലീമുൻ ബിമാ കാനു യക്ദിബൂൻ. ഈ ഭാഗം ബിമാ കാനു യക്ദിബൂൻ എന്ന് ബഖറയിൽ വന്നതുപോലെ തന്നെ ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം ഇലാ യൗമി യൽഖൗന ബിമാ ഖലഫുല്ലാഹ മാ വഅദുഹു വബിമാ കാനു യക്ദിബൂൻ എന്ന് വാവോട് കൂടെ തൗബയിൽ വന്നിട്ടുണ്ട്. മറ്റൊന്നാണ് വഇദാ ഖീല ലഹും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്ത്. വഇദാ ഖീല ലഹും എന്ന് പറയുന്ന ആയത്ത് ഖുർആനിൽ ധാരാളമായി വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, ബഖറ, നിസാ, മാഇദ, നഹ്ല്, ഫുർഖാൻ, ലുഖ്മാൻ, യാസീൻ, മുനാഫിഖൂൻ, മുർസലാത്ത്, ഇത്രയും സ്ഥലങ്ങളിൽ വഇദാ ഖീല ലഹും ഉർകഉ ലാ യർകഊൻ എന്നതാണ് സൂറത്തുൽ മുർസലാത്തിൽ. ഓരോന്നും പറയുന്നില്ല, സ്ക്രീനിലുള്ളതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതേപോലെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. മറ്റൊന്നാണ് അലാ ഇന്നഹും എന്ന് പറയുന്ന ഭാഗം സൂറത്തുൽ ബഖറയിലും ഹൂദിലും സോഫാത്തിലും ഫുസ്സിലത്തിലും എല്ലാം വന്നിട്ടുണ്ട്. മറ്റൊന്നാണ് നിങ്ങൾ നോക്ക്, വൈദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന. നമുക്ക് മാറിപ്പോകുന്നൊരു ഭാഗം കൂടിയാണ്. ബഖറയിൽ തന്നെയാണ് രണ്ടും വന്നിട്ടുള്ളത്. ഒന്ന് വൈദാ ഖലു ഇലാ ഷയാത്തീനും, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള വൈദാ ലഖുല്ലദീന ആമനു വൈദാ ഖലു ഇലാ ഷയാത്തീൻ. അതേ സ്ഥാനത്ത് സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ അരിയുത് അവസാനിക്കുന്ന ഭാഗത്ത് വൈദാ ഖലാ ബഅദുഹും എന്ന് കാണും. ഏതായാലും ഇത്തരത്തിലുള്ള ലഫ്ലിയായ മുതശാബിഹാത്തുകളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടാവണം. അവസാനമായിട്ട് ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറയുന്ന ആയത്ത്, അതിലെ ഉലൈകല്ലദീന ഇശ്തറവുൽ ദലാലത അപ്പോൾ ഇശ്തറവുൽ ദലാലത ബിൽ ഹുദ എന്ന് ബഖറയിലുണ്ട്. ഇശ്തറവുൽ ഹയാത്ത ദുനിയ എന്ന് ബഖറയിൽ മറ്റൊരു സ്ഥലത്തുണ്ട്. മറ്റൊരു സ്ഥലത്ത് ഉലൈകല്ലദീന ഇശ്തറവുൽ ദലാലത ബിൽ ഹുദ വൽ അദാബ ബിൽ മഗ്ഫിറ വമാ അസ്ബറഹും അലന്നാർ എന്ന് സൈഫുൽ ജുസ്ഇലും പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആവർത്തനങ്ങൾ ഒരേപോലെ സാദൃശ്യമായിട്ട് വന്നിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് കടക്കുകയാണെങ്കിൽ, മസലുഹും കമസലില്ലദീ ഇസ്തൗഖദ നാറൻ ഫലമ്മാ അളഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം. ഈ പറയുന്ന പേജിൽ നിങ്ങൾ നോക്കുക, അല്ലദീ ജഅല ലക്കും എന്ന് പറയുന്ന രൂപത്തിൽ ഖുർആനിൽ വന്നിട്ടുള്ള ആയത്തുകൾ ബഖറയിലുണ്ട്, അൻആമിലുണ്ട്, യൂനുസിലുണ്ട്, ത്വാഹയിലുണ്ട്, ഫുർഖാനിലുണ്ട്, യാസീനിലുണ്ട്. ഇത്രയും സ്ഥലങ്ങളിൽ അല്ലദീ ജഅല ലക്കും എന്ന് പറയുന്ന ഒരു പദം കൊണ്ട് ഖുർആൻ തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സുഖ്റൂഫിൽ അല്ലദീ ജഅല ലക്കുമുൽ അർള മഹദൻ വജഅല ലക്കും ഫീഹാ സുബുല. അപ്പം അല്ലദീ ജഅല ലക്കും എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ മിമ്മിസ്ലിഹി എന്ന് പറഞ്ഞാൽ വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിമ്മിസ്ലിഹി എന്ന് ബഖറയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഫഅ്തൂ ബിസൂറത്തിൻ മിസ്ലിഹി എന്ന് ഹൂദിലും യൂനിസിലും പറഞ്ഞതായിട്ട് നമുക്കറിയാം. അപ്പം ഈ രൂപത്തിൽ ഒരു സാദൃശ്യത അവിടെയുണ്ട്. മറ്റൊന്നാണ് സുമ്മും ബുക്കുമുൻ ഉമ്യൂൻ എന്നുള്ളത് ഖുർആനിൽ പല സ്ഥലത്ത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബഖറയിൽ മാത്രമാണ് ഉമ്യൂൻ ഫഹും ലാ യുബ്സിറൂൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. യാ യുഹന്നാസു എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഖുർആനിൽ നിങ്ങൾ നോക്ക്, ഇത്രയും സ്ഥലങ്ങളിൽ യാ യുഹന്നാസ് കൊണ്ട് തുടങ്ങുന്ന ആയത്തുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഖുർആനിൽ ഇത്രയും സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിച്ച് അശ്രദ്ധരായിട്ട് ഓതിപ്പോവുകയാണെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്രയും സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതേപോലെ ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുൻ നാറല്ലതി എന്ന് പറയുന്ന ആയത്ത് ഫഇല്ലം തഫ്അലു ഫഅ്ദനു ബിഹർബിൻ എന്ന് സൂറത്തുൽ ബഖറയിൽ മറ്റൊരു സ്ഥലത്ത്, എന്നാൽ സൂറത്തുൽ ബഖറയിൽ നിലവിൽ ഇവിടെയുള്ള എന്താ ഫത്തഖുൻ നാറല്ലതി വഖൂദു ഹന്നാസ് എന്നാണ് ഈ പേജിൻ്റെ അവസാനത്തിലുള്ളത്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ബഖറയുടെ 2-ാമത്തെ പേജ് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. മറ്റൊന്നാണ് വബശിർ എന്ന് പറയുന്ന ആയത്ത്. വബശിർ എന്ന് പറയുന്ന ആയത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബഖറയിലുണ്ട്,
അതേപോലെ സൂറത്തു നിസായിൽ പറയുന്നുണ്ട് വബശ്ശിരിൽ മുനാഫിഖീന ബി അന്ന ലഹും അദാബൻ അലീമ. അതേപോലെ ബഷീരിൽ മുനാഫിഖീൻ എന്നാണ് അവിടെ ഉള്ളത്. മറ്റൊന്നാണ് അഹ്സാബിൽ വബശ്ശിരിൽ മുഅ്മിനീന. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് 3 വട്ടം ആവർത്തിച്ചു വന്ന പദമാണ് ബഷീർ. മറ്റൊന്നാണ് അസ്വാജുൻ മുതഹറ. അസ്വാജുൻ മുതഹറ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ അസ്വാജ് മുതഹറ ഫസ്റ്റ് ആയത്തിൽ വന്നിട്ടുണ്ട്. അതേപോലെ വന്ന മറ്റൊരു സ്ഥലമാണ് കുൽ ഔ നബിയുക്കും ബിഖൈരി മിൻ ദാലികും ലില്ലദീന തഖവ ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വഅസ്വാജുൻ മുതഹറ. ആലി ഇമ്രാനിൽ. അതേപോലെ സൂറത്തു നിസാഇന്റെ 57. മറ്റൊന്നാണ് അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹ് എന്ന് പറയുന്ന ഈ ആയത്ത്. ഈ ആയത്തിനോട് സമാനമായിട്ടുള്ള ഒരു ആയത്താണ് ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി എന്ന് പറയുമ്പോൾ റാഇദിലും ഇതേപോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉലൈക ഹുമുൽ ഖാസിറൂൻ എന്ന് പറയുന്ന അവസാനം ഖുർആനിൽ വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ബഖറ, അറാഫ്, അംഫാൽ, തൗബ, അൻകബൂത്ത്, സുമർ, മുനാഫിഖൂൻ, ഇതിലൊക്കെ ഉലൈക ഹുമുൽ ഖാസിറൂൻ എന്ന് പറയുന്നത് കാണാം. അപ്പോൾ നമ്മളവിടെയൊക്കെ ശ്രദ്ധിക്കണം. അല്ലെ മുനാഫിഖൂൻ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹി വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അതാണ് അവിടെ ഫ കൂട്ടിക്കൊടുത്തത്. കൈഫ തക്ഫുറൂന എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു കൈഫ തക്ഫുറൂന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇതാണ് കൈഫ തക്ഫുറൂന ഇവിടെ വന്നിട്ടുള്ളത്. ഇതേപോലെയുള്ള ഒരു കൈഫ തക്ഫുറൂന സൂറത്തു ആലു ഇമ്രാനിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു പേജിൻ്റെ തുടക്കം. മറ്റൊന്നാണ് അല്ലദീ ഖലഖലക്കും മാ ഫിൽ അർളി. അല്ലദീ ഖലഖലക്കും എന്ന് പറയുന്ന പദം ഖുർആനിൽ വന്ന സ്ഥലങ്ങളാണ് കൊടുത്തിട്ടുള്ളതൊക്കെ. അൻആം, ഹൂദ്, അംബിയ, ഫുർഖാൻ 2 സ്ഥലത്തുണ്ട്. ഹദീദ്, മുൽക്കിൽ 2 സ്ഥലത്ത്, ആല, ഇങ്ങനെ തുടങ്ങി അല്ലദീ ഖലഖ എന്ന് പറയുന്ന പദം വന്ന സ്ഥലങ്ങളാണ്. അതിൻ്റെ ബാക്കി ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നാണ് നൂറിലുണ്ട് ലൈസ അലൈക ഹുദാഹും അൻ തദ്ഖുലൂ അല്ലദീ. മറ്റൊന്നാണ് അടുത്ത പേജിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ കാണാൻ പറ്റും വൈദ് കുൽനാലിൽ മലായികത്ത് സ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ. പലർക്കും മാറിപ്പോകുന്ന ഒരു ഭാഗമാണ്, അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. വൈദ് കുൽനാലിൽ മലായികത്ത് സ്ജുദൂ ലി ആദം ഫസജദൂ എന്ന് പറയുന്ന ഈ ഭാഗം. ഇവിടെ ബക്രയിൽ അബാവസ്തക്ബർ എന്നാണ് പ്രയോഗിച്ചത്. ഇസ്രായിൽ ഖാല അസ്ജുദു എന്നാണ്. കഹ്ഫിൽ കാന മിനൽ ജിന്നി എന്നാണ്. ത്വാഹയിൽ അബ എന്നാണ്. അപ്പോൾ ഇത് നമ്മളെ മനസ്സിലുണ്ടാവണം, മാറിപ്പോകരുത്. മറ്റൊന്നാണ് കുല്ല എന്ന് പറയുന്ന പദം വന്നത്. അത് പിന്നെ അത്ര പ്രയാസപ്പെടുത്താറില്ല. നമ്മൾ സാദൃശ്യപ്പെടുന്ന തെറ്റിപ്പോകുന്ന ഭാഗങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എഹ്ബിത്തു ബഅദുക്കും ലിബഅദിൻ അദുവ്വുൻ ലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ എന്ന് പറയുന്ന പദം ഇവിടെ ഫതലഖാ ആദമു എന്ന് പറയുന്നത് പോലെ അറാഫിലുണ്ട്. ഒരേ സാമ്യതയുള്ള ഒരു പേജ് നിങ്ങൾക്ക് അറിയാലോ. മറ്റൊന്നാണ് വൈദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്ന് പറയുന്ന ഈ പദം ബഖറയിലുണ്ട്, ഹിജ്റിലുണ്ട്, സ്വാദിലുണ്ട്. അതേപോലെ ചെറിയ ചെറിയ പദങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്യുക. വല്ലദീന കഫറു വക്കസബു ബി ആയത്തിന നമുക്കൊക്കെ മാറിപ്പോകുന്ന ഒരു ഭാഗമാണ്. അതായത് സൂറത്തുൽ ബഖറയിലെ കുല്ലഹബിത്തു പേജിലെ 2ാമത്തെ ആയത്താണ് വല്ലദീന കഫറു വക്കസബു ബി ആയത്തിന. ഇതിനോട് സമാനമായിട്ടുള്ള ആയത്താണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇതാ ബഖറയിലുണ്ട്, മാഇദയിലുണ്ട്, ഹജ്ജിലുണ്ട്, തഗാബുലുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അതേപോലെ സൂറത്തുൽ ബഖറയിൽ മാറിപ്പോകുന്ന മറ്റൊരു ഭാഗമാണ് യാ ബനീ ഇസ്രായീല എന്ന് പറയുന്ന ആവർത്തിച്ച് വന്നിട്ടുള്ള സ്ഥലങ്ങൾ. യാ ബനീ ഇസ്രായീൽ ഉദ്കുറൂ നിഅമതി അല്ലത്തി എന്ന് കാണാം. അതേപോലെ സൂറത്ത് ത്വാഹയിലുണ്ട് യാ ബനീ ഇസ്രായീല ഖദ് അൻജയ്നാക്കും. ബഖറയിൽ 3ഉം ത്വാഹയിൽ 1ഉം. മറ്റൊന്നാണ് വഅഖീമുസ്സലാത്ത വആതു സകാത്ത എന്ന് പറയുന്ന ബഖറയിൽ 3 വർക്കവ് മാറാക്കി എന്നാണ്. എന്നാൽ നൂറിൽ വഅതിഉർ റസൂല എന്നാണ്. ബഖറയിൽ മറ്റൊരു സ്ഥലത്ത് വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈറിൻ തജിദൂ ഇൻദല്ലാഹി ഇന്നല്ലാഹി ബിമാ തഅമലൂന ബസീർ എന്ന് 2ാമത്തെ അരയിലുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള എന്നാൽ തെറ്റിപ്പോകുന്ന പദങ്ങളാണ് ഈ പേജിൽ നമ്മൾ സംസാരിച്ചത്. മറ്റൊന്നാണ് വൈദ് ഖാല മൂസ. ചില സ്ഥലത്ത് നമ്മൾ ലിഖൗമി യോദിപ്പും, ചില സ്ഥലത്ത് നമ്മൾ ലിഖൗമി യാക്കൗമി ഖുറു ഇങ്ങനെയൊക്കെ മാറിപ്പോൾ വൈദ് ഖാല മൂസ എന്ന് ഖുർആനിൽ വന്നിട്ടുള്ള ഈ പദങ്ങൾ ബഖറയിൽ വന്നതും അതേപോലെ മറ്റുള്ള സൂറത്തുകളിൽ വന്നിട്ടുള്ളതും ബഖറയിലുണ്ട്, മായിദയിലുണ്ട്, ഇബ്രാഹിമിലുണ്ട്, കഹ്ഫിലുണ്ട്, സോഫിലുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം. മറ്റൊന്നാണ് ഫബദ്ദലല്ലദീന ളലമു ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും ഫഅർസൽനാ അലൈഹിം എന്ന് കാണാം അറാഫിൽ. അതാണ് ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ള ഒന്ന്. മറ്റൊന്നാണ് ഇസ്നത്തൈ അശറ 12ൻ്റെ പല പ്രയോഗങ്ങൾ നമുക്ക് കാണാം. ബഖറയിലുണ്ട്, മാഇദയിലുണ്ട്, അറാഫിലുണ്ട്, തൗബയിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഓരോന്നും ഏതാണ് അതെന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇത്രയും സ്ഥലങ്ങളിലാണ് ഈ ബഖറയിൽ വന്നിട്ടുള്ളത് ഇസ്നത്തൈ അശറ. ഇതിനോട് സാദൃശ്യമായിട്ടുള്ള രൂപത്തിൽ ഖുർആനിൽ മറ്റ് സ്ഥലങ്ങളിൽ വന്നിട്ടുള്ളത്. മറ്റൊന്നാണ് വൈദ് ഖാല മൂസ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വൈദ് ഖാല മൂസ. അത് കണ്ടോ ആവർത്തിച്ച് വന്ന 2ാമത്തെ സ്ഥലം ഇവിടെയാണ് വൈദ് ഖാല മൂസ. നമ്മൾ ഒന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഖറയിൽ ആദ്യത്തെ ഭാഗം. ഇവിടെ കണ്ടോ ബഖറയിൽ 2ാമത്തെ ഭാഗം ഇതാ ഇതാണ് ഇവിടെ ഉള്ളത്. വൈദ് ഖാല മൂസ ലിഖൗമി ഇന്നല്ലാഹ യഅ്മുറു. ഇതേപോലെ ഇത്രയും സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓതുമ്പം ഇതിനൊന്നും എന്താ പറയുക ഇത്രയും സ്ഥലങ്ങൾ നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഖാലിദുലന റബ്ബക യുബയ്യിനാണുള്ളത് നമുക്കറിയാം. പിന്നെ മറ്റൊന്നാണ് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്സാബീന എന്ന് പറയുന്ന ഈ ആയത്ത് ഖുർആനിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത സൂറത്തുകൾ ആവർത്തിച്ച് ആ സൂറത്തുകളാണ് ബഖറ, മാഇദ, ഹജ്ജ്. വന്നസ്വാറ വസ്സാബീന എന്നാണ്. മറ്റൊരു സ്ഥലത്ത് വസ്സാബീന വന്നസ്വാറ എന്നാണ്. മറ്റൊരു സ്ഥലത്ത് വസ്സാബി ഈന വന്നസ്വാറ എന്നാണ്. അപ്പോൾ ഇത് നമ്മളെ മനസ്സിൽ ഉണ്ടാവണം. അപ്പം ഈ രൂപത്തിൽ വളരെ പ്രധാനപ്പെട്ടത് മാത്രം സംസാരിച്ച് നോക്കി നമ്മൾ പോവുകയാണ്.
ഖാലിദ് ഉലന എന്ന് പറയുന്ന പേജ് നമ്മൾ അനലൈസ് ചെയ്യുമ്പം അവിടെ നമുക്കുള്ളത് ചെറിയ ചെറിയ ലഫ്ലി ആയിട്ടുള്ള വ്യത്യാസങ്ങളാണ്. അത് അത്ര നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വൈദാ ലഖുല്ലദീന ആമനു എന്ന് പറയുന്നത് ബഖറയുടെ ഇന്നല്ലദീന കഫറു എന്ന് പറയുന്ന പേജിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മുത്തശാബിഹാത്ത് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മറ്റൊന്നാണ് അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി എന്ന് ഖുർആനിൽ വന്നത്. നിങ്ങൾ നോക്കുക, അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്നത് ബഖറയിൽ വന്നതാണ്. നമ്മളിവിടെ സംസാരിച്ചത് അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്നതാ ഇവിടെ ബഖറയിൽ വന്നു. ഇതേപോലെ ഖുർആനിൽ വന്ന ഇത്രയും സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്നത്തി ഹും ഫിഹാ ഖാലിദൂൻ. നിസായിലുണ്ട്, അറാഫിലുണ്ട്, റായദിലുണ്ട്, ഹജ്ജിലുണ്ട്, അൻകബൂത്തിൽ 3 വട്ടമുണ്ട്, മുഹമ്മദിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ മുത്തശാബിഹാത്ത ആയിട്ടുള്ള മാറിപ്പോകുന്ന ഒരേപോലെയുള്ള കൂടുതൽ വന്നിട്ടുള്ളതിനൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വൈദ് അഹദന ഖുർആനിൽ പല സ്ഥലത്ത് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വൈദ് അഹദന, അപ്പോൾ വൈദ് അഹദന വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഒന്നിതാ ബഖറയിലുണ്ട്. അതേപോലെ തന്നെ ബഖറയിൽ തന്നെ 4 ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ കൂടാതെ 3, പിന്നെ ഇവിടെ ഉള്ള 1, 4, പിന്നെ അഹ്സാബിലുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ വൈദ് അഹദനോ അടുത്ത പേജിലും തുടങ്ങുന്നത് തന്നെ ഇതാ ഈ വൈദ് അഹദന. അപ്പോൾ ഖുർആനിൽ വന്നിട്ടുള്ള വൈദ് അഹദന നമ്മൾ നോക്കിക്കണം. എത്രയും സ്ഥലങ്ങളിലാണുള്ളത്, നമ്മൾ നോക്കി വെച്ചാൽ പിന്നെ നമ്മൾക്ക് മാറിപ്പോകില്ല. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ നമുക്ക് മാറുന്നതാണ് ഉലൈക്കല്ലദീന ഇശ്തറൗൽ ഹയാത്ത ദുനിയ. അപ്പോൾ ഇശ്തറവ് എന്നുള്ള ഇശ്തറൗൽ ഹയാത്ത ദുനിയ എന്ന് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ വല്ല അദാബിൽ മഗ്ഫിറ ഫമാ അസ്ബറ മാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉലൈക്കല്ലദീന ഇശ്തറവ് എന്ന് പറഞ്ഞത്. ഇവിടെ വന്നിട്ടുള്ളത് ഹയാത്ത ദുനിയാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ പോയത് ദലാലത്തായിരുന്നു. അപ്പോൾ ഈ ഭാഗം അതിൽപ്പെട്ട മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അതേപോലെ വലക്കത് ആത്തീന മൂസ നബിക്ക് നൽകിയതിനെക്കുറിച്ച് കിതാബ്, അതേപോലെ തന്നെ 9 അത്ഭുതങ്ങൾ ഹാറൂൻ നബിയെ കൊടുത്തത്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മൂസാ നബിക്ക് നൽകിയതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു നൽകിയ അത്ഭുതങ്ങളാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് വലക്കത് ആത്തീന മൂസൽ കിതാബാണ്. നിങ്ങൾ നോക്കി ഇതേപോലെ പറഞ്ഞ സ്ഥലങ്ങളാണ് ഇവിടെ കാണുന്നത്. വലക്കത് ആത്തീന മൂസൽ കിതാബ് ഉണ്ടോ, ഇത്രയും സ്ഥലങ്ങൾ. ഇതിൽ കൂടുതലും കിതാബ് വളരെ കുറഞ്ഞ സ്ഥലത്താണ് അൽ ഹുദ, മറ്റൊന്ന് ആയാത്ത്, മറ്റൊന്ന് ഹാറൂൻ, ഇങ്ങനെ പറയുന്നത്. ഫുസ്ലത്തിലുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടാവേണ്ടത്. വലഖദ് ആതീന മൂസൽ കിതാബ് വഖഫൈന മിൻ ബാദിഹി എന്ന് പറയുന്ന ആയത്തിനെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ്. പിന്നെ ഈ പേജിൽ നമ്മൾ പ്രത്യേകിച്ച് മാറിപ്പോകുന്നൊന്നുമില്ല. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് കടക്കുകയാണെങ്കിൽ വലമ്മാ ജാഅഹും കിതാബു മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൽ ലിമാ മഅഹും. ഇതിനെക്കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് വലമ്മാ ജാഅഹും എന്നുള്ളത് 2 വട്ടമാണ് സൂറത്തുൽ ബഖറയിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് ഈ പേജിലും 2 പേജ് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നുണ്ട്. പ്രധാനമായിട്ട് മാറിപ്പോകുന്ന ഒരു ഭാഗമാണ് വൈദാ ഖീല ലഹും തബിയു മാ അൻസലല്ലാഹു ഖാലു ബൽ നത്തബിയു മാ അൽഫൈന അല്ലേ മാ വജദിന, അങ്ങനെ പല രൂപത്തിൽ കാണാം. അപ്പോൾ ഏതായാലും വൈദാ ഖീല ലഹും എന്ന് പറയുന്ന ഇവിടെ ഉള്ളത് ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവും. ആമിനു ബിമാ അൻസലല്ലാഹു ഇതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിനോട് സമാനമായിട്ട് വന്നതാണ് ബഖറയിൽ ഇത്രയും സ്ഥലങ്ങൾ. 3 സ്ഥലം ബഖറയിൽ തന്നെ ഉണ്ട്, 4 സ്ഥലം ഇതിനെ കൂടാതെ. അതേപോലെ സൂറത്തുൽ നിസായിലുണ്ട് വൈദാ ഖീല ലഹും തആലു ഇലാ മാ അൻസലല്ലാഹു അലൈഹി റസൂൽ. അതിനൊക്കെ പുറമെ വൈദാ ഖീല ലഹും ഖുർആനിൽ വന്നിട്ടുള്ള മറ്റുള്ള സ്ഥലങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. മാഇദ, നഹ്ൽ, ഫുർഖാൻ, ലുഖ്മാൻ, 2 യാസീൻ, മുനാഫിഖൂൻ, മുർസലാത്ത്, ഇത്രയും സ്ഥലങ്ങളിൽ വൈദാ ഖീല ലഹും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെയായിട്ട് ഓതി പോകുമ്പോൾ മാറിപ്പോകാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. വൈദാ ഖീല നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു, അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ആവർത്തനങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. അടുത്ത പേജിൽ വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ എന്ന ഖുർആനിൽ വന്നിട്ടുള്ള സ്ഥലം. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ, വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ എന്ന് അല്ലെങ്കിൽ തഅമലൂൻ എന്ന് വന്നിട്ടുള്ള സ്ഥലം അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വന്നിട്ടുള്ളത് വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ കുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീല എന്ന് പറയുന്ന ആയത്തിന് മുമ്പ്. എന്നാൽ ഖുർആനിൽ ആലിമ്രാനിൽ വന്നിട്ടുണ്ട്, ഹുജറാത്തിലും വന്നിട്ടുണ്ട്. ഇത്രയും 4 സ്ഥലങ്ങൾ മൊത്തം. ബഖറ, ആലിമ്രാൻ, മാഇദ, ഹുജറാത്ത്, ഇങ്ങനെ 4 സ്ഥലങ്ങളിലാണ് വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ എന്ന് വന്നിട്ടുള്ളത്. പിന്നെ ചിലതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആവർത്തിക്കുന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഒരു മുത്തശാബിഹാത്താണ് വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. ഖുർആനിൽ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം എന്നുള്ള വത്തബമാത്തുൽ ഷയാത്തീൻ എന്ന് പറയുന്ന ഈ പേജിൻ്റെ ലാസ്റ്റ് ആയത്താണ് വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. അതിനോട് സമാനമായിട്ട് ആലിമ്രാൻ, അംഫാൽ, അതേപോലെ നിങ്ങൾ മുകളിൽ കാണുന്നത് പോലെ ഹദീദ് 2 വട്ടം, പിന്നെ സൂറത്തുൽ ജുമുഅയിലും ഇങ്ങനെ വന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മാറിപ്പോകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലമാണ് ഇനി അടുത്ത പേജിൽ വന്നിട്ടുള്ള വാഖീമുസ്സലാത്ത വാത്തു സക്ക. നമ്മൾ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ വർക്കവ് മാറാക്കീൻ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3 സ്ഥലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് ബല കൊണ്ട് ചില ആൾക്കാർ വല്ലാതെ പ്രയാസപ്പെടും. ബല കഴിഞ്ഞിട്ട് എന്താ? അപ്പോൾ ബലാമൻ അസ്ലമ വജഹു എന്ന് നമ്മൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ല, അങ്ങോട്ട് മാറ്റി വെച്ചായിരുന്നു. ബലാമൻ അസ്ലമ വജഹു, ബലാമൻ കസബ സിയ്യ. ഇവിടെ വന്നിട്ട് ബലാമൻ അസ്ലമ വജഹു, നേരത്തെ ബലാമൻ കസബ സിയ്യത്തൻ എന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ ബലാമൻ ഔഫ ആലിമ്രാനിൽ 2 ഉണ്ട്. അതേപോലെ സുമറിലുണ്ട്, സൂറത്തുൽ ഖിയാമയിലുണ്ട്, സൂറത്തുൽ ഇൻഷിഖാഖിലുണ്ട്. അപ്പം ഇത്രയും സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രത്യേകം നോട്ട് ചെയ്യപ്പെടേണ്ടതാണ്. മറ്റൊന്നാണ് നമ്മൾ ഈ സൂറത്തിൽ വഖാലത്തിൽ യഹൂദു എന്ന് പറയുന്ന ആയത്തുകൾ. വഖാലത്തിൽ യഹൂദികൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ട്. വഖാലത്തിൽ യഹൂദ് ലൈസത്തിൻ നസ്വാറ എന്നാണ് ബഖറയുള്ളത്. മാഇദയിലുള്ളത് വന്നസ്വാറ നഹ്നു അബ്നാഉല്ലാഹ്. മാഇദയിൽ മറ്റൊരു സ്ഥലത്ത് യദുല്ലാഹി മഗ്ലൂല. തൗബയിൽ വഖാലത്തിൽ യഹൂദ് ഉസൈർ ഇബ്നുല്ലാഹ്. ഇങ്ങനെ യഹൂദികൾ പറഞ്ഞതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും മാറിപ്പോകുന്ന ഒരു ഭാഗമാണ് വമൻ അദ്ലമു എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. വമൻ അദ്ലമു എന്ന് പറഞ്ഞാൽ ബഖറയിലുള്ളത് മിമ്മൻ മനാ മസാജിദ് അല്ലാഹ്. അൻആമിലും വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദബ ബിആയാതി.
ഇതേ പ്രകാരം തന്നെ നമുക്ക് വമൻ അല്ലമ എന്ന ഖുർആനിൽ വന്നിട്ടുള്ള മറ്റ് ചില സ്ഥലങ്ങൾ കൂടി പരിചയപ്പെടണം. അതാണ് അൻആം, ഹൂദ്, കഹ്ഫ്, അൻകബൂത്ത്, സജദ, സഫ്. ഇത്രയും സ്ഥലങ്ങളിൽ വമൻ അല്ലം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. വമൻ അല്ലമൊക്കെ പലപ്പോഴും മാറിപ്പോകുന്നതാണ്. പിന്നെ അവസാനിക്കുന്ന ഒരു ഭാഗമാണ് കും ഫയക്കൂൻ. കും ഫയക്കൂൻ എന്ന് പറഞ്ഞാൽ ബക്കറയിൽ ഇപ്പോൾ അവസാനിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. കും ഫയക്കൂൻ എന്നുള്ളത് ഇതാ ഇവിടെ അവസാനിക്കുകയാണ് കും ഫയക്കൂൻ. അതേ സ്ഥാനത്ത് നിങ്ങൾ നോക്ക്, ഇതേപോലെ കും ഫയക്കൂൻ വെച്ച് അവസാനിക്കുന്ന ഇത്രയും ആയത്തുകൾ ഖുർആനിലുണ്ട്. നമ്മൾ പോലും ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ മാറിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സാദൃശ്യതകൾ എന്ന് പറഞ്ഞാൽ അറബി കലിമാത്തുകളാണല്ലോ. അപ്പോൾ ആവർത്തിച്ച് വന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹിഫ്ലിനെ അത് ബാധിക്കരുത്, ഓത്തിൽ പിഴവുണ്ടാവരുത്. അപ്പോൾ കാണാതെ ഓതുമ്പോഴും ഹിഫ്ല് നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മളെപ്പോഴും തിക്റാർ ചെയ്യുമ്പോഴൊക്കെ ദവറ നടത്തുമ്പോഴൊക്കെ ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. മറ്റൊന്നാണ് അല്ലദീന ആതൈനാഹുൽ കിതാബ എന്ന് പറയുന്ന ഭാഗം. അല്ലദീന ആതൈനാഹുൽ കിതാബ എന്ന് പറയുന്നത് ഇവിടെ യത്ലൂനഹു ഹഖ തിലാവത്തി എന്നാണ് ഈ പേജിലുള്ളത്. എന്നാൽ അല്ലദീന ആതൈനാഹുൽ കിതാബ യത്ലൂന ഹഖ തിലാവത്തി പോലെ യാരിഫൂനഹു എന്ന് ബഖറയിലുണ്ട്. അൻആമിൽ യാരിഫൂനഹു എന്ന് വീണ്ടും വന്നിട്ടുണ്ട്. റാഇദിൽ അല്ലദീന ആതൈനാഹുൽ കിതാബ യഫ്റഹൂന എന്നുണ്ട്. ഖസസിൽ അല്ലദീന ആതൈനാഹുൽ കിതാബ മിൻ ഖബ്ലിഹി എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അല്ലദീന ആതൈനാഹുൽ കിതാബ കഴിഞ്ഞിട്ട് എന്താ അല്ലെ മാറിപ്പോകുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് യാ ബനീ ഇസ്രായീൽ. യാ ബനീ ഇസ്രായീൽ എന്ന് പറയുന്നത് ബഖറയിലാണ് 3 വട്ടം വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് അന്നാമത്തിയാണ്, ഒന്ന് ഔഫുമാണ്, മറ്റൊന്ന് അന്നാമത്തി തന്നെയാണ്. പിന്നെ ത്വാഹയിലാണ് കഥ അഞ്ചൈനാക്കും എന്നുള്ളത് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ വൈദ് ഖാല ഇബ്രാഹിം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആവർത്തിച്ച് വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വൈദ് ഖാല ഇബ്രാഹിം ഇവിടെ പറഞ്ഞിട്ടുള്ളത് റബ്ബി ജൽ ഹാദാ ബലദൻ ആമിന എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതേപോലെ ബഖറയിൽ മറ്റൊരു സ്ഥലത്ത് റബ്ബി അരിനി കൈഫ് തുഹീൽ മൗത്ത, സോ തിൽക റസൂൽ യുസിൽ കാണാം. അതേപോലെ യബീഹി ആസറ അനാമിലുണ്ട്. റബ്ബി ജൽ ഹാദൽ ബലദ അലിഫ്ലാം കൊടുത്തിട്ട് ഹാദൽ ബലദ ആമിൻ എന്ന് ഇബ്രാഹിമിലുണ്ട്. ദുഹുറുൽ വൈദ് ഖാല ഇബ്രാഹിം ലി അബീഹി വ ഖൗമിഹി എന്നും കാണും. അപ്പോൾ ഈ രൂപത്തിൽ വൈദ് ഖാല ഇബ്രാഹിം എന്നത് ആവർത്തിച്ച് വന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. പഠിക്കുന്നവർ അത് ശ്രദ്ധിക്കാനും പഠിപ്പിക്കുന്നവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുവേണ്ടി ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ മത്സരത്തിനും അതേപോലെ തന്നെ എവിടെയൊക്കെയാണ് ആവർത്തിച്ച് വന്നിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാവും. ഇങ്ങനെയൊക്കെ ആവർത്തിച്ച് വന്നിട്ടും ഖുർആൻ ഓതുമ്പോൾ നമുക്ക് മടുപ്പില്ലല്ലോ. അതാണ് ഇതിൻ്റെ ഒരു വലിയ ഒരു എജാസ് എന്ന് പറയുന്നത്. എത്ര ആവർത്തിച്ചാലും നമുക്ക് മടുപ്പ് വരില്ല. എത്ര ആവർത്തനങ്ങൾ വന്നപ്പോൾ ഫബിയാലെ റബി മത്തുക്കത്തിമാൻ ഓരോ ഫബിയാലെ വരുമ്പോഴും നമ്മുടെ ഒരു എന്താ പറയുക നമുക്ക് ആവേശം കൂടുകയാണ് ചെയ്യുക. അത് മനസ്സിലാക്കണം നമ്മൾ. അതിൻ്റെ അർത്ഥങ്ങളും കൂടി മനസ്സിലാക്കിയാൽ അൽഹംദുലില്ലാ വലിയ തൗഫീഖാണ്. നമുക്കൊക്കെ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ വമല്ലാഹു ബി ഗാഫിലിൻ അമ്മാ തഅമലു, ഇതൊന്നും മാറിപ്പോകണമെന്നില്ല, പക്ഷേ നമ്മളെ മനസ്സിലുണ്ടാവണം. വമല്ലാഹു ബി ഗാഫിലിൻ അമ്മാ തഅമലു എന്ന് ഖുർആനിൽ വന്നിട്ടുള്ള സ്ഥലമാണ്. ഒന്നാമത്തെ ജുസിൻ്റെ അവസാനത്തെ ആയത്തിന് മുമ്പുള്ള ആയത്ത്. അതേപോലെ ബഖറയിൽ 4 വട്ടം, ആലി ഇമ്രാനിൽ 1 വട്ടം ഇങ്ങനെ വന്നിട്ടുണ്ട്. വമല്ലാഹു ബി ഗാഫിലിൻ അമ്മാ തഅമലു. അപ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അവസാനിപ്പിക്കുകയാണ്. സയഖൂലുവിൻ്റെ ഫസ്റ്റ് പേജിലുള്ളത് സയഖൂലു സുഫഹാഉ സയഖൂലു ലദീന അഷ്റഖു സയഖൂലു ലക്കൽ മുഖല്ലഫൂന. ഇന്ന് സയഖൂലു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആയത്തുകൾ 4 എണ്ണമാണ്. ഫതഹിൽ 2 ഉണ്ട്, ബഖറയിൽ ഇവിടെ 1, ഈ ജുസു തുടങ്ങുന്ന സയഖൂലു അൻആമിൽ 1 ഉണ്ട്. മറ്റൊന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സാധനം, ഇവിടെ കിതാബിലില്ല, ഞാൻ പറയുകയാണ്, ഇവിടെ കാണിക്കുന്നില്ല. വമിൻ ഹൈസു ഖാലിദ ഫവല്ലി വജഹക ശത്റുൽ മസ്ജിദുൽ ഹറാം. ഇവിടെ വഹൈസുമാക്കുന്തും ഫവല്ലു വജഹക്കും ഇവിടെ ഉണ്ട്. എന്നാൽ അടുത്ത പേജിൽ രണ്ടാമത് അത് വരുമ്പം എന്ത് കാണില്ല, വഹൈസുമാക്കുന്തും ഫവല്ലു വുജൂഹക്കും ഷത്റോ എന്നുള്ളതാണ്. മസ്ജിദുൽ ഹറാം വരെ ഉള്ളൂ. മൂന്നാമത്തെ ആയത്തിൽ വീണ്ടും ആവർത്തിക്കുമ്പോൾ ഫവല്ലു വുജൂഹക്കും ഷത്ര എന്നുള്ളതുണ്ട്. അപ്പോൾ ആവർത്തിച്ച് വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ വമിൻ ഹൈസു അവിടെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലദീന ആതൈനാഹുൽ കിതാബ യഅരിഫൂനഹു, അതിൻ്റെ രണ്ടാമത് വന്ന ഭാഗമാണ് ഇവിടെ ഉള്ളത്. അതേപോലെ അൻആമിലും റാഇദിലും ഖസസിലും ഉണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടാകും. പിന്നെ അൽ ഹഖ്ഖു മിർ റബ്ബിക പലപ്പോഴും തെറ്റിക്കാറുണ്ട്. അൽ ഹഖ്ഖു മിർ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുംതരീൻ എന്നുണ്ട്, ഫലാ തകുൻ മിനൽ മുംതരീൻ എന്നുണ്ട്. ആലി ഇമ്രാനിലാണ് ഫലാ തകുൻ. നമ്മൾ ഇവിടെ എത്തുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഇവിടെ ഫലാ തകുൻ എന്നാണോ ഫലാ തകൂനന്ന എന്നാണോ, അത് കൺഫ്യൂഷൻ ആവും. എന്നിട്ട് നമ്മൾ ആകെ തെറ്റിച്ച് ആകെ ബേജാറാവും. നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇവിടെയുള്ള ഫലാ തകൂനന്നാണ്, ആലി ഇമ്രാനിലുള്ള ഫലാ തകുൻ എന്നാണ്. ഈ 2 കാര്യങ്ങൾ മനസ്സിലുണ്ടാവണം ഇൻഷാ അല്ലാഹ്. നമ്മളപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ജ്യൂസ് അല്ലെങ്കിൽ കുറഞ്ഞ പേജുകൾ കവർ ചെയ്ത് പോകണമെന്നാണ് ഇൻഷാ അല്ലാഹ് വിചാരിക്കുന്നത്. ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവണം. പിന്നെ ഫലാത്തക്കുൻ എന്ന് മറ്റൊരു 2 സ്ഥലങ്ങളിൽ കൂടി ഖുർആനിൽ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അഫഗൈറല്ലാഹി അബ്തഗി ഹഖ്മൻ വല്ലദീ അൻസല ഇലൈക്കുമുൽ കിതാബ മുഫസ്സലൻ വല്ലദീന ആതൈനാഹുമുൽ കിതാബ അന്നഹു നസല മിർ റബ്ബിക ബിൽ ഹഖ് ഫലാ തകൂനന്ന എന്ന് അൻആമിലുണ്ട്. യൂനിസിലും ഇതേമാതിരി കാണാം. വമിൻ ഹൈസു ഖറജത എന്നതിൻ്റെ ഭാഗം ഇവിടെ പറയുന്നുണ്ട്. വമിൻ ഹൈസു ഖറജത ഫവല്ലി വജഹക ശത്റൽ മസ്ജിദിൽ ഹറാം 149. വഹൈസു മാ കുന്തും എന്ന് പറയുന്നുണ്ട്. പിന്നെ വഹൈസു മാ കുന്തും ഈ ഭാഗം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്നാണ് ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുള്ള ഇന്നല്ലാഹ മഅസ്സാബിരി, അൽ ബഖറ, അംഫാൽ, ഈ 2 സ്ഥലത്ത് ഇന്നല്ലാഹ മഅസ്സാബിരി വന്നതായിട്ട് കാണാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് ഇല്ലല്ലദീന താബു. ഈ പേജ് ഒരു പ്രധാനപ്പെട്ട പേജാണ്. എന്നാൽ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് ആവർത്തനങ്ങൾ. ഇല്ലല്ലദീന താബു വസ്ലഹു ബയ്യൻ. നമ്മൾ ഷേഖൂലുവിൻ്റെ 3ാമത്തെ പേജിലാണ് ഇപ്പോൾ ഉള്ളത്. ഇല്ലല്ലദീന താബു വസ്ലഹു എന്ന് പറയുന്ന പേജിൽ ഇതാ ഇല്ലല്ലദീന താബു വെച്ച് തുടങ്ങുന്ന ആയത്തുകളാണ്. ബഖറയിലുണ്ട്, ആലി ഇമ്രാനിലുണ്ട്, നിസായിലുണ്ട്, മാഇദയിലുണ്ട്, നൂറിലുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും പലർക്കും മാറിപ്പോകാറുണ്ട്, തെറ്റാറുണ്ട്. പരീക്ഷയിലൊക്കെ നമ്മൾ അറിയുന്നതും കാണുന്നതും ഒക്കെയാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് ഇല്ലല്ലദീന താബു എന്നതുപോലെ തന്നെ ആവർത്തിക്കുന്ന ഒന്നാണ് ഇന്നല്ലദീന കഫറു.
ഇന്നല്ലതീനെ കഫർ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെയൊക്കെ വരുന്നത് ഫസ്റ്റ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സൂറത്തു തിൽക്കർ റസൂലിലെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് മാറിപ്പോകാറുണ്ട്. നിങ്ങൾക്കറിയാം, ഇല്ലല്ലദീന താബു അസ്ലഹു വബയ്യനു ഫൗലായി കാത്തൂബു അലൈഹിം മാനത്ത് ഇന്നല്ലദീന ഫുമാത്തുഹും കുഫാറുൻ ഫലയുഖ്ബല എന്ന് തിൽക്കർ റസൂലുണ്ട്. തിൽക്കർ റസൂലിൻ്റെ ലാസ്റ്റ് പേജിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, മാറിപ്പോകാതിരിക്കാൻ. അതേപോലെ ഇവിടെ ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദ, അവിടെ ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബി യശ്തറൂന ബിഹി തമനൻ ഖലീലൻ ഉലൈക മാ യകുലൂന എന്നത് നമ്മളെ സയഖൂലുണ്ട്, ലാ ഖലാഖലം എന്നുള്ള തിൽക്കർ റസൂലുണ്ട്. അപ്പോൾ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം പ്രധാനമായിട്ട് ആവർത്തിച്ച് വന്നിട്ടുള്ള ചില ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത്. അള്ളാഹു നിങ്ങൾക്ക് കേൾക്കാനും പഠിക്കാനും ഇതൊക്കെ മനസ്സിലാക്കാനും പ്രത്യേകം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ ഇത്രയും എന്താ പറയുക, ഒരു വളരെ ബൃഹത്തായിട്ടുള്ള ഒരു വലിയ ഒരു ആശയത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ചില മുതശാബിഹാത്തുകളൊന്നും നമ്മൾ ഒരിക്കലും തളർത്താൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ, അല്ല, ഖുർആൻ വളരെ എളുപ്പമാവില്ല. അത് യസ്സർനൽ ഖുർആൻ ലിദിക്കർ എന്നാണല്ലോ പറഞ്ഞത്. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഇത് എന്താ പറയുക, ബോധമനസ്സോടുകൂടെ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും തെറ്റില്ല. അപ്പം നമ്മൾ മനസ്സിരുത്തി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇതിലുള്ള ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. 25-ാമത്തെ പേജായിരുന്നു ഇനി നമുക്ക് തുടരാനുള്ളത്. 25-ാമത്തെ പേജിൽ ആദ്യത്തെ ആയത്ത് നമുക്കറിയാം, ഖുർആനിൽ 2 തവണ വന്നിട്ടുണ്ട്. ഒന്ന് സൂറത്തുൽ ബഖറയിൽ ഇവിടെ ഈ കാണുന്ന ഭാഗം, മറ്റൊന്ന് സൂറത്തുൽ ബഖറയിൽ ഇതേപോലെ സൂറത്തുൽ ബഖറയിൽ വന്നതുപോലെ തന്നെ ചെറിയ മാറ്റത്തോടുകൂടെ സൂറത്തുൽ ആലു ഇമ്രാനിൽ 190 അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പം അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ആർക്കും മാറിപ്പോകരുത്, ആരും അശ്രദ്ധരായി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവാൻ പാടില്ല. മറ്റൊന്ന്, ഈ ആയത്തിൽ ഈ പേജിൽ വരുന്ന ഒരു മിസ്റ്റേക്ക്, ഇവിടെ എല്ലാം കൂടി നമ്മൾ പറയുന്നില്ല, ഈ മാറിപ്പോകുന്ന അതിൽപ്പെട്ടതാണ് യാ അയ്യുഹന്നാസ് എന്ന് ഖുർആനിൽ വന്നിട്ടുള്ള സ്ഥലങ്ങൾ. യാ അയ്യുഹന്നാസ് എന്ന ഖുർആനിൽ ആവർത്തിച്ച് വന്ന സ്ഥലങ്ങളാണ് ഇവിടെ പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ലാസ്റ്റ് ആയത്തിന് മുമ്പത്തെ ആയത്ത് യാ അയ്യുഹന്നാസ് വന്നിട്ടുണ്ട്. അവിടെ യാ അയ്യുഹന്നാസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനിൽ ബഖറയിൽ 2, നിസായിൽ 3, യൂനുസിൽ 1, ഹജ്ജിൽ 3, അതേപ്രകാരം തന്നെ ലുക്മാനിൽ 1, ഫാത്തിറിൽ 3, ഇങ്ങനെ പല സ്ഥലത്തും യാ അയ്യുഹന്നാസു എന്ന് പറയുന്ന പദപ്രയോഗം കൊണ്ട് ഖുർആൻ്റെ ആയത്തുകൾ തുടങ്ങിയിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെയും ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ മനസ്സിൽ ഉണ്ടാവണം, ഇവിടെ മാറിപ്പോരുത്. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം വലാ തത്തബി ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ എന്നുള്ള ഈ ഒരു ഭാഗം, ഈ അദുവ്വുൻ മുബീൻ എന്ന് ഖുർആൻ പ്രയോഗിച്ചത് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും. അതേപോലെ സൂറത്തുൽ ബഖറയിൽ മറ്റൊരു സ്ഥലത്തും ഇതേപോലെ പ്രയോഗിച്ചത് കാണാം. അപ്പോൾ അവിടെ മാറിപ്പോകും. അതായത് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബൻ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. അതേപോലെ സൂറത്തു ബഖറയുടെ സയഖൂലുവിൻ്റെ 2-ാമത്തെ അര തുടങ്ങുന്ന ഭാഗത്ത് കാണാം യാ അയ്യുഹല്ലദീന ആമനൂ ദുഖൂലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ഈ ആയത്ത് അവിടെ നമുക്ക് തെറ്റുണ്ടാവാൻ മാറിപ്പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫൈൻസലത്ത് നിന്നാണ് അവിടെ. അപ്പോൾ അവിടെയൊക്കെ ഓതുമ്പോൾ ശ്രദ്ധിക്കണം. അതേപോലെ അൻആമിൽ, അറാഫിൽ, യൂസുഫ്, യാസീൻ, സുഹ്റുഫ്, ഈ സ്ഥലങ്ങളിലൊക്കെ ഈ അദുവ്വുൻ മുബീൻ എന്ന് പറയുന്ന പദം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് അദുവ്വുൻ മുബീൻ എന്ന പദം ആവർത്തിച്ച് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത പേജ് നമ്മൾ പറയാണ്. അടുത്ത പേജിൽ നിങ്ങൾക്കറിയാം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ആദ്യമായിട്ട് വൈദാ ഖീല ലഹും, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വൈദാ ഖീല ലഹും എന്നുള്ളത് എവിടേക്കാണ് വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞപ്പം അവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ബഖറയിൽ വന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ അലിഫ് ലാം ജുസിൽ വന്നിട്ടുണ്ട്. ഇത്രയും സ്ഥലങ്ങളിൽ വൈദാ ഖീല ലഹും എന്നുള്ളത് വരും. വീണ്ടും ആവർത്തിക്കുകയാണ്, ഞാൻ ചുരുക്കിയാണ്, ഒരു വട്ടം നമ്മൾ സംസാരിച്ച് ചർച്ച ചെയ്താണ്. അതുകൊണ്ട് ഇത്രയും സ്ഥലങ്ങളിൽ വൈദാ ഖീല ലഹും എന്നുള്ളത് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. ഓരോ സ്ഥലത്തും ഏതാണെന്നുള്ളത് ഹാഫിളുകളായി നമ്മൾ മനസ്സിലാക്കി വെക്കണം. മറ്റൊന്നാണ് ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണ് യാ അയ്യുഹന്നാസു കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ കഴിഞ്ഞിട്ടുള്ള ആയത്താണ്. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹമൽ ഖിൻസീരി വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാ. ഇവിടെ ഉള്ളത് വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാ. എന്നാൽ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി എന്ന് കാണാം എവിടെ, സൂറത്തു നഹ്ലിൻ്റെ 115-ാമത്തെ ആയത്തിൽ. അപ്പം ഇവിടെ നമ്മൾ മാറിപ്പോകരുത്. നഹ്ലിൽ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി എന്നാണുള്ളത്. അപ്പം നമ്മളത് ശ്രദ്ധിക്കുക. അതേപോലെ ഇവിടെ തന്നെ മാറിപ്പോകുന്ന ഒരു ഭാഗമാണ് ഫലാ ഇസ്മ അലൈഹി. ഇവിടെ ഫലാ ഇസ്മ അലൈഹി ഉണ്ട്, എന്നാൽ ഫലാ ഇസ്മ അലൈഹി ഇല്ലാത്ത ഭാഗമുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മുടെ വലു അന്ന ജുസ്ഇൽ നമുക്ക് കാണാൻ പറ്റും. ഫലാ ഇസ്മ അലൈഹി ഇല്ലാതെ അനാമിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ആറാഫിന് തൊട്ട് മുമ്പ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ മറ്റൊന്നാണ് ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ, ഇവിടെ മാ അൻസലല്ലാഹു എന്നുള്ള, എന്നാൽ ഇവിടെ ഉള്ളത് മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ ഹുദ മിൻ ബഅദി മാ ബൈൻ. അതായത് 2 പേജ് മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാ അൻസലല്ലാഹു എന്നാണ് അവിടെ ഉള്ളത് മാ അൻസൽനാ മിനൽ ബയ്യിനാത്ത് എന്നാണ്. 2 പേജ് മുമ്പ് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക. നേരെ ഒരു പേജിൻ്റെ മുമ്പ് ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ ഹുദാ എന്ന് കാണാം. ഇവിടെ മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ ഹുദാ. അപ്പം ഇത്രയും സ്ഥലങ്ങളാണ് ആ രൂപത്തിൽ വന്നിട്ടുള്ളത്. മറ്റൊന്ന് നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു ഭാഗമാണ് ഈ ആയത്തിൽ ഉലായിക്കല്ലദീന ഇശ്തറഉൽ ലലാലത ബിൽ ഹുദ. കാരണം ഉലായിക്കല്ലദീന ഇശ്തറഉൽ ലലാലത ബിൽ ഹുദ ഇശ്തറഉൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ, അങ്ങനെയൊക്കെ ബഖറയിൽ 3 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഈ 3 സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. ഈ 3 ആയത്തുകൾ, ഒന്ന് ഇശ്തറഉൽ ലലാലത ബിൽ ഹുദ വൽ അദാബ് ബിൽ മഗ്ഫിറ, ഇശ്തറഉൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ ഫലാ യുഖഫഫു അൻഹുൽ അദാബ് വലാ ഹും യുൻസറൂൻ എന്ന്
നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ ഇഷ്തറുൽ ദലാലത്ത് ബിൽ ഹുദാ വൽ അദാബ് ബിൽ മഗ്ഫിറ. അതാണ് ഇവിടെ മൂന്നാമത്തതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. മറ്റൊന്നാണ് അടുത്ത പേജിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ലൈസൽ ബിർറാൻ തുവല്ലു വജൂഹും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്. ഇവിടെ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീന വആത്തൽ മാല അലാ ഹുബ്ബിഹി ദുൽ ഖുർബ വൽ യതാമ വൽ മസാകീന വബനസ് സബീലി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ കൈലായക്കൂന എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ഹശറിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, വസ്സായിലീന എന്നുള്ള ഒരു ഭാഗത്ത് നമ്മൾ തെറ്റിപ്പോകരുത്. മറ്റൊന്നാണ് നമ്മൾ ഈ ആയത്തിൽ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ഇദാ ഹദറ അഹദകുൽ മൗതു ഇൻ തറക ഖൈറൻ ലിൽ വസിയ്യത്തി ലിൽ വാലിദൈനി വൽ അഖ്റബീന ബിൽ മഅറൂഫി ഹഖൻ അലൽ മുത്തഖീൻ. മറ്റൊരു സ്ഥലത്ത് യാ അയ്യുഹല്ലദീന ആമനു ഷഹാദത്തു ബൈനിക്കും ഇദാ ഹദറ അഹദകുൽ മൗത്ത്. അപ്പോൾ ഈ ഇദാ ഹദറ അഹദകുൽ മൗത്ത് എന്നുള്ളത് ഇവിടെ വന്നതുപോലെ തന്നെ മാഇദയിൽ 106-ാമത്തെ ആയത്തിലും കാണാം, ഇദാ ഹദറ അഹദകുൽ മൗത്ത്. അപ്പോൾ ആ ആവർത്തനം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത പേജിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്കറിയാം ചെറിയ ആവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഈ പേജ് ഓതുന്ന സമയത്ത് ചില ഹാഫിദുകൾ ഇവിടെ അയ്യാമം മഅദൂദാത്ത് കഴിഞ്ഞിട്ട് ഫമൻകാന മിൻകും മരീദൻ വഅലാ സഫരിൻ ഫഇദ്ദത്തും അവിടെ ഔബിഹി അത് ചോദിപ്പോ. ഇനി മിൻ അയ്യാമിൻ ഉഖർ എന്നുള്ളത് തന്നെ തൊട്ടടുത്തുണ്ട് മിൻ അയ്യാമിൻ ഉഖർ, നിങ്ങൾ കാണുന്നുണ്ടാവും. ഫമൻകാന മിൻകും മരീദൻ എന്ന് ഇവിടെ ഉണ്ട്, ഇവിടെ ഉള്ളത് ഫമൻകാന മരീദൻ എന്നുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതേപോലെ മറ്റൊന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് നമുക്കൊക്കെ ഓർമ്മയുള്ളൊരു കാര്യമായിരിക്കും. വഅലല്ലദീന യുതീഖൂനഹു എന്ന് അവിടെ പറയുന്നത്. എന്നാൽ വലിയ വൈദത്ത് മിൻ അയ്യാമിൻ ഉഖർ അവിടെ പറയുന്നത് എന്താ? യുരീദുള്ള ബിക്കുമുൽ ഇസ്ര. അപ്പോൾ ഇവിടെ രണ്ടും മാറിപ്പോകരുത്. ചിലപ്പോൾ അയ്യാമിൻ ഉഖർ എന്ന് പോയിട്ട് പിന്നെ യുരീദുള്ള ബിക്കുമുൽ ഇസ്ര എന്ന ഇത്രയും ഭാഗം ഇടയിലുള്ള ഇത്രയും വലിയ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോകും ഖുർആൻ. അപ്പോൾ ഹാഫിദുകളായി ശ്രദ്ധിക്കണം. പലപ്പോഴും അങ്ങനെ അബദ്ധം ഓതിപ്പോകുന്നത് കേൾക്കാറുണ്ട്, അതുകൊണ്ടാണ് ഉണർത്തുന്നത്. പിന്നെ അടുത്ത ആയത്തിലേക്ക് അടുത്ത പേജിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യത്തഖൂൻ. ഇവിടെ ഈ രൂപത്തിൽ തന്നെ നമ്മൾ ഓതണം. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി ലക്കും ആയാത്ത് എന്നൊക്കെ പല സ്ഥലത്ത് ഓതിയതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റിപ്പോരുത്. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ആയത്ത് എന്ന് പറയുന്നത് ഈ യസ്അലൂനക എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഖുർആൻ ആയത്തുകൾ, പ്രത്യേകിച്ച് സയഖൂലു ജുസിൽ ഒരുപാട് കാണാം. അതിൽപ്പെട്ടതാണ് യസ്അലൂനക അനിൽ അഹില്ല. അതാണ് ഇവിടെ വന്നിട്ടുള്ള അഹില്ല. അതേപോലെ യസ്അലൂനക മാദാ യുൻഫിഖൂൻ അനിശ്ശഹറുൽ ഹറാം ഹംറു വൽ മൈസർ യസ്അലൂനക മാദാ ഉഹില്ല ലഹും. ഇത് മായിദയിൽ. അപ്പോൾ 4 സ്ഥലങ്ങൾ ബക്രയിൽ തന്നെ കാണാം. 4 സ്ഥലങ്ങൾ ബക്രയിൽ തന്നെ ഉണ്ട്. മായിദയിലും ആറാഫിലും അംഫാലും നാസിയാത്തിലും യസ്അലൂനക അനി സാഅത്തി അയ്യാന മുർസാഹ എന്ന് പറയുന്ന ആയത്ത് നാസിയാത്തിൽ. അപ്പം ഇത്തരത്തിൽ ഖുർആൻ 8 സ്ഥലങ്ങളിൽ മൊത്തം നമുക്ക് ഈ രൂപത്തിൽ യസ്അലൂനക എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആയത്തുകളെ കാണാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വഖാതിലു ഫീ സബീലില്ലാഹി ലദീന യുഖാതിലുക്കും, ചില ആളുകൾ ഇവിടെ വഖാതിലു ഫീ സബീലില്ലാഹി വഅലമു അന്നല്ലാഹ് എന്നിട്ട് മാറിപ്പോകും. അപ്പോൾ അതെവിടെയാണ്? അത് ബഖറയുടെ 244-ാമത്തെ ആയത്തിൽ ഹാഫിദ് അല സ്വലവാത്തി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പേജിലുണ്ട്. പിന്നെ മറ്റൊന്നാണ് വഖാതിലു ഫീ സബീലില്ലാഹി ലദീന യുഖാതിലുൻ, അതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന ലാ യുഅ്മിനൂന എന്ന് തൗബയിലുണ്ട്. അത് പിന്നെ അങ്ങനെ അങ്ങോട്ട് മാറിപ്പോകില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക. ഖാതിലു അല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹ് എന്ന അവിടെയുള്ള ബാബില്ല. അപ്പോൾ ഈ രൂപത്തിൽ ആവർത്തിച്ച് വരുന്ന ഈ സ്ഥലങ്ങളൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും ശ്രദ്ധയിലുണ്ടാവണം. പിന്നെ ഇവിടെ ഈ അടുത്ത പേജിൽ വഖ്തുലൂഹും ഹൈസു ഖിഫ്തും എന്ന് പറയുന്ന ഈ പേജിൽ വരുന്ന മറ്റു ചില തെറ്റുകൾ പറയുകയാണെങ്കിൽ, ഒന്ന് ഫൈനിൻ തഹു എന്നുള്ളിടത്ത് നമുക്കറിയാം ഫൈനിൻ തഹു ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ എന്നുള്ളിടത്ത് ചില ആളുകൾ ഹത്താ യുഖാതിലൂഹും ഫിഹി ഫഖ്തുലൂഹും ഫൈൻ ഖാതലൂഹും വഖ്തുലൂഹും കദാലിക ജസാഉൽ കാഫിരീൻ എന്നുണ്ട്. ഫൈനിൻ തഹു എന്ന് ഓതിയിട്ട് ചില ആളുകൾ ഇതൊന്നും ഓതാതെ പിന്നെ നേരെ ഇവിടെ ഓതും. അപ്പോൾ 2 ഫൈനിൻ തഹു ഇവിടെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഫൈനിൻ തഹു ഫൈൻ അല്ലാഹു ഗഫൂർ റഹീം എന്നാണ്, മറ്റൊന്ന് ഫൈൻ തഹു ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതേപോലെ സാദൃശ്യമായിട്ട് ഒരു ആയത്ത് അംഫാലിൽ വരുന്നുണ്ട്. അംഫാൽ വരുന്നുള്ളത് കൊണ്ട് തന്നെ അംഫാലിൽ ആ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. അംഫാൽ വന്നിട്ടുള്ളത് 39-ാമത്തെ ആയത്ത്, അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. 39-ാമത്തെ ആയത്ത് നോക്കിയാണ് അത്താലാത്തുക്കുന ഫിത്തരത്തും വൈക്കൂനദ്ദീനു ലില്ല എന്ന് അവിടെ ഉള്ളത്. പക്ഷേ അവിടെ ഉള്ളത് വൈക്കൂനദ്ദീനു കുല്ലുഹൂലില്ല, കുല്ലുഹൂന്നും കൂടി ഉണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, മാറിപ്പോവാതെ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ എപ്പോഴും കൊണ്ടെടുക്കുക. പിന്നെ മറ്റൊരു മാറിപ്പോകുന്ന ഒരു ആയത്താണ് വാത്തിമുൽ ഹജ്ജ വല്ലുംറത്തിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് തൊട്ടുമുള്ള അത് ഫമൻകാന മിൻകും മരീദൻ, അവിടെ ചില ആൾക്കാർ മിൻകും ഓതൂല. ഔ അലാർ ഔ അതമിർ സി ഫഫിദിയത്ത് മിൻ സിയാമിൻ എന്നുള്ളിടത്ത് ഔ ബിഹി എന്നുള്ളിടത്ത് മാറും. ഫമൻകാന മിൻകും മരീദൻ വഅലാ സഫരിൻ എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് തന്നെ പോയി പോകും. നേരത്തെ പറഞ്ഞ ആ ഭാഗത്തേക്ക് തന്നെ മാറിപ്പോകും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഏതായാലും ഇത്രയും മുതശാബിഹാത്തുകളാണ് ഈ പേജിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത് എന്ന് പറയുന്നിടത്ത് ഈ പേജിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ലൈസ അലൈക ജുനാഹും എന്ന് പറയുന്ന ആയത്ത് 2 രൂപത്തിലുണ്ട്. ഒന്ന് ഇവിടെ അന്തബുത്തഖു ഫദ്ലൻ മിൻ റബ്ബിക്കും ഉള്ളത്. അതേപോലെ തന്നെ അന്തദ്ഖുലു ബുയൂതൻ ഗൈറ മസ്കൂന സൂറത്ത് നൂറിൻ്റെ 29-ാമത്തെ ആയത്തിലുണ്ട്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ വേണം. പിന്നെ മറ്റൊന്നാണ് ലാലീൻ നമ്മൾ ഫാത്തിഹയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ആവർത്തിച്ച് വരുന്ന ലാലിയിൽപ്പെട്ട ഒരു സ്ഥലമാണ് എന്ത് ഇവിടെ വന്നിട്ടുള്ള ലൈസ അലൈക ജുനാഹും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആയത്തിൻ്റെ ലാസ്റ്റ് ഭാഗം. മറ്റൊന്ന് ഇവിടെ വരുന്നത് ഫൈദാ ഖളൈതും മനാസികക്കും. അവിടെ ചില ആളുകൾക്ക്, എല്ലാവർക്കും ഇല്ല, ചില ആളുകൾക്ക് ഫൈദാ ഖളൈതും മനാസികക്കും എന്ന് പറയുന്നത് പോലെ മറ്റേ ഫൈദാ ഖളൈതും സ്വലാത്ത ഫൈദാ ഖുളിയത്തി സ്വലാത്തു എന്നൊക്കെ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം.
ആരും അതൊന്നും ശ്രദ്ധിക്കാതെ പോകരുത്. ഖുർആൻ അശ്രദ്ധമായി ഓതിയിട്ട് തെറ്റ് സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവായി നമ്മൾ തന്നെയാണ്. ഹൈഫിൾ കൃത്യമായിട്ട് പഠിക്കാതെ തെറ്റുകൾ ഓതിയാൽ അയാൾ കൃത്യമായിട്ടുള്ള ഹാഫിളല്ലല്ലോ. അപ്പോൾ ഹൈഫിളിൽ വരുന്ന ഇത്തരം സംഗതികളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തൊരു പേജിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ആവർത്തനം വരുന്നുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞു പൂർത്തിയാക്കാം. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഖുതുവാത്തി ഷെയ്ത്താൻ നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പേജ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ 25ാമത്തെ പേജിൽ നമ്മൾ പറഞ്ഞ ഒരു സംഭവം തന്നെ ഇവിടെ ഇന്നഹുലക്കും അതുവും മുബീൻ, അവിടെ ഇന്നമായ മുറുക്കാണ്, ഇവിടെ ഫൈൻ സലത്താണ്. അതേപോലെ ആവർത്തിച്ച് വരുന്ന മറ്റൊരു ആയത്താണ് ഹല്യന്തുറൂൻ എന്ന് പറയുന്ന ആയത്ത്. ഹല്യന്തുറൂന എന്ന് പറയുന്ന ആയത്ത് നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. ഹല്യന്തുറൂന ഇല്ലാൻ എത്തിയഹുമുള്ള, ഇല്ലാൻ എത്തിയഹുമുള്ള, ഇല്ലാൻ എത്തിയഹുൽ മലായിക്ക എന്നൊക്കെ പറഞ്ഞ പല സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെയുള്ള ഇല്ലാൻ എത്തിയഹുമുള്ള എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മാറിപ്പോവാതെ ഇരിക്കാൻ നമ്മളവിടെ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പേജിൽ നമ്മൾ പോവുകയാണെങ്കിൽ സുയീന 2 വട്ടം വന്നിട്ടുണ്ട്. ഇവിടെ സുയീന ലില്ലദീന കഫറു എന്നാണ് ഇവിടെ വന്നത്. സുയീന ലിന്നാസി ഹുബ്ബു ഷഹവാത്ത് ആലി ഇംറാനിലെ 2ാമത്തെ പേജിലുണ്ട്. അതാണ് 14ാമത്തെ ആയത്ത്. മറ്റൊന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അം ഹസിബത്തും എന്ന് പറയുന്ന ഒരു ഭാഗം പലർക്കും പലപ്പോഴും കൂടുതലായിട്ട് മാറിപ്പോകുന്നത്. ഇവിടെ ഉള്ളതാണ് തദ്ഖുലുൽ ജന്നത വലമ്മായി എത്തിക്കും, ലമ്മായി എത്തിക്കും എന്നാണ്. എന്നാൽ മറ്റൊരു സ്ഥലത്ത് ആലി ഇംറാനിൽ നമുക്ക് കാണാൻ പറ്റും അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദു, അതാണ് 142ാമത്തെ ആയത്ത് ഇവിടെ കൊടുത്തത്. മറ്റൊന്നാണ് തൗബയിൽ കാണാം അം ഹസിബത്തും അൻ തുത്രക്കു വലമ്മ തുത്രക്കു എന്ന് പറഞ്ഞിട്ട് 16ാമത്തെ തൗബയിൽ കാണാം. ഈ രൂപത്തിൽ ആവർത്തിച്ച് വന്ന ഒരു സ്ഥലമാണ് അം ഹസിബത്തും. അവിടെ നമ്മൾ മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് ഈ കാനന്നാസു എന്ന് പറയുന്ന ഈ പേജിലെ ഈ ഇടയിലുള്ളൊരു ഭാഗം. മഖ്തലഫ് ഇല്ലല്ലദീന ഊതൂഹു മിൻ ബഅദി മാ ജാഅഹ, ചില ആളുകൾ ഇല്ലല്ലദീന ഊത്തുൽ കിതാബാന്ന് ഓതിപ്പോവും. അതേപോലെ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്തു ബഗയം ബൈനഹും വമൻ യക്ഫുർ ബിആയാത്തില്ലാ എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ മാഇദയിലേക്ക് പോകും. ചില ആൾക്കാർ ബഗയം ബൈനഹും ഫഹദല്ലാഹു അല്ലദീന മഖ്തലഫു ബിഹി മിനൽ ഹഖി ബിഇദ്നി എന്നാണുള്ളത്. അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ മാറിപ്പോകുന്ന കൂടുതലായിട്ട് തെറ്റി വരുന്ന ഭാഗങ്ങളാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ നിങ്ങളെ ശ്രദ്ധയിൽ ഇതൊക്കെ ഉണ്ടാവണം. പിന്നെ മറ്റൊന്നാണ് ചില ആളുകൾക്ക് ഈ അടുത്ത പേജിൽ കുത്തിബ അലൈക്കുമുൽ ഖിതാലു പേജിൽ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ, ഇത് കഴിഞ്ഞാൽ സ്റ്റെക്കാവും. കാരണം എന്താ, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു എന്നുള്ളത് ഒരുപാട്, അതായത് നിങ്ങൾ കാണുന്നുണ്ടാവും ഖുർആനിൽ 5 സ്ഥലങ്ങൾ, 3 സ്ഥലം അംഫാൽ തന്നെയാണ്, 5 സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു എന്നുള്ളത് ബഖറയിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ ഇന്നല്ലദീന ആമനു വഹാജറു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാ എന്ന് അംഫാൽ വന്നിട്ടുണ്ട്. വല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാ അംഫാലിൽ തന്നെ 74ാമത്തെ ആയത്തിലും അംഫാൽ 75ലും വന്നിട്ടുണ്ട്. തൗബയിലുണ്ട് അല്ലദീന ആമനു വഹാജറു. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റെക്കാവരുത്. അവിടെ നമ്മൾ ബഖറയിലുള്ളത് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു എന്നാണെന്നുള്ളത് നമുക്ക് ഒരു ബോധം വേണം. അപ്പോൾ ആ രൂപത്തിൽ മൈൻഡ് കൊടുത്ത് പോകുകയാണെങ്കിൽ തെറ്റൂല. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയാം, എന്നാലൊന്ന് പറയാണ് കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്തി ലഅല്ലക്കും തതഫക്കറൂൻ എന്നുള്ള ഈ ഒരു ആയത്ത് കഴിഞ്ഞാൽ അടുത്ത പേജാണ്. അപ്പോൾ ചില ആളുകൾ കൺഫ്യൂസ്ഡ് ആവും, അവിടെ നിൽക്കും. അപ്പോൾ ഫിദ്ദുനിയ വൽ ആഖിറ എന്നുള്ള പേജ് നമ്മൾ തുടങ്ങണം. അവിടെ നമ്മൾ കദാലിക യുബയ്യിനുല്ലാഹു ലക്കും എന്ന് ഖുർആനിൽ പ്രയോഗിച്ച സ്ഥലങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ള മുഴുവൻ സ്ഥലങ്ങളും. ബഖറയിൽ തന്നെ 3 എണ്ണം, അതേപോലെ നൂറിൽ 3 എണ്ണം, ആലി ഇംറാനിൽ മാഇദ. അപ്പോൾ 3, 6, 2, 8 സ്ഥലങ്ങളിൽ കദാലിക യുബയ്യിനുല്ലാഹു ലക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ പ്രത്യേകം ഒന്ന് മൈൻഡ് കൊടുത്ത് ഓതി പഠിക്കണം. ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം, നമ്മുടെ മനസ്സിലെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അടുത്ത ഈ പേജിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് വയസ്അലുന കാനിൽ മഹീദി കഴിഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഈ പേജിൽ എൻ്റെ ഓർമ്മയിലില്ല. എന്നാലും നിങ്ങൾ നമ്മുടെ ഈ സൈഖുൽ ജുസ്ഇൽ വലിയ ആയത്തുകളായതുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്നതല്ലാണ്. ഇനി അടുത്ത പേജാണ് ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗി ഫീ അയ്മാനിക്കും വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുക്കും. ഈ പേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൈൻ അസമു ത്വലാഖ ഫഇന്നല്ലാഹ സമീഉൻ അലീം എന്ന് പറഞ്ഞ ആയത്ത് കഴിഞ്ഞിട്ട് ചില ആളുകൾ അത്വലാഖ് മറത്താൻ ഓതി പോകാറുണ്ട്. അതായത് അത്വലാഖ് മറത്താൻ എന്നുള്ള ഇവിടെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ആയത്ത് ഓതിപ്പോവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നത് ശരിയല്ല, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം. വൽമുത്തല്ലഖാത്തു യതറബ്ബസ്ന എന്നുള്ളത് കഴിഞ്ഞിട്ടാണ് അത്വലാഖ് മറത്താൻ എന്നുള്ള ആയത്ത് വരുന്നത്. ഈ അത്വലാഖ് മറത്താനിൽ വരുന്ന ഒരു അക്ഷരത്തെ അതും കൂടി കൂട്ടത്തിൽ ഉണർത്താണ്. ചില ആളുകൾ ഓതി വന്നിട്ട് ഫൈൻ ഹിഫ്തും ഇവിടെ ഫൈൻ ഹിഫ്തും എന്നതിന് പകരം വൈൻ ഹിഫ്തും എന്ന് ഓതി പോവുക. അതേപോലെ ഇവിടെയുണ്ട് ഫൈൻ തൊലക്ക, ഇവിടെയും ആദ്യം പറഞ്ഞ സ്ഥലത്തും ഫൈൻ തൊലക്കയാണ്, ഈ രണ്ടാമതുള്ളതും ഫൈൻ ഫാ ആണ്. അപ്പോൾ ഈ ഫാ മാറിപ്പോകുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മുടെ ഹാഫിളുകളിൽ കാണാറുണ്ട്. അതും ശ്രദ്ധിക്കണം. നമുക്ക് നല്ല രൂപത്തിൽ മുത്തഖിനായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ പിൽക്കാലത്ത് വലിയ അബദ്ധങ്ങളാവും. അപ്പം ആ രൂപത്തിൽ അബദ്ധങ്ങളിലൊന്നും ആരും പെട്ടുപോകരുത്. മറ്റൊന്നാണ് നമ്മൾ ഇവിടെ ഫബലഗ്ന അജലഹുന്ന ഫംസിക്കുഹുന്ന ബിമാറൂഫിൻ ഔ സരിഹുഹുന്ന. കാരണം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഫംസിക്കുഹുന്ന ബിമാറൂഫിൻ ഫൈദാ തൊല്ലക്കത്തും ഇനി ഫബലഗ്ന ഫംസിക്കുഹുന്ന ബിമാറൂഫിൻ ഔ സരിഹുഹുന്ന എന്നുള്ളത്. എന്നാൽ ഇതിന് അല്പം വിഭിന്നമായിട്ടാണ് നമ്മുടെ സൂറത്ത് തൊലാഖിൽ പറഞ്ഞത് ഫാരിഖുഹുന്ന എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തൊലാഖുമായിട്ട് ഇത് മാറിപ്പോകരുത്. മറ്റൊന്നാണ് ഫൈദാ തൊല്ലക്കത്തും ഇനി ഫബലഗ്ന അജലഹുന്ന ഫലാ താദുലുഹുന്ന എന്ന് രണ്ടാമതാണ്. ചില ആളുകൾ ഫബലഗ്ന അജലഹുന്ന എന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് ഓതിപ്പോവും. അപ്പോൾ അതുണ്ടാവാൻ പാടില്ല, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരം അബദ്ധങ്ങളൊക്കെ നമ്മുടെ ഓത്തിലും മറ്റുമൊക്കെ ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് ദാലിക യുഅദു ബിഹി മൻ കാന മിൻകും യുഅ്മിനു. അതായത് ദാലിക്കും യുഅദു ബിഹി മൻ കാന മിൻകും ഓതി പോകുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദാലിക എന്നാണെങ്കിൽ മിൻകും ഉണ്ടാവില്ല. ഇനി
ദാലിക്കും ദാലിക്ക എന്നാണെങ്കിൽ മിങ്കും ഉണ്ടാവും, ദാലിക്കും എന്നാണെങ്കിൽ മിങ്കും എന്നുണ്ടാവില്ലേ, കാരണം ഒരു സ്ഥലത്തെ ജമാക്കേണ്ടിയുള്ളൂ. അപ്പോൾ അത് ഖുർആനിൽ ദാലിക്ക യുവാദു ബിഹി എന്ന് പറഞ്ഞാൽ മങ്കാന മിങ്കും അവിടെ ഉണ്ടാവും. അതിനകത്ത് ദാലിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ മങ്കാന മിങ്കും എന്ന് ഓതാൻ നിൽക്കരുത്. അവിടെ ദാലിക്കും യുവാദു ബിഹി മങ്കാന യുമിനൂന്നേ ഉണ്ടാവുകയുള്ളൂ. ആ കാര്യം നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ലഫ്ലി ആയിട്ട് വരുന്ന തശാബുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പേജിൽ വല്ലതീനെ തോഫോനെ മിങ്കും നിങ്ങൾക്കറിയാം, കാരണം തൊട്ടടുത്ത പേജിൽ വൈദറൂന അസ്വാജൻ യതറബസ്ന ബിഅൻഫുസിഹിന്ന എന്നാണ് ഇവിടെ. അസ്വാജൻ വസിയ്യാന്ന് അടുത്ത പേജിലുണ്ടല്ലോ, അപ്പോൾ അത് മാറിപ്പോരുത്. പിന്നെ നേരത്തെ നമ്മൾ ബിൽമാറൂഫ് മിമ്മാറൂഫ് അവിടെ മാറിപ്പോരുത്. പിന്നെ ഈ പേജിൽ നമ്മളിങ്ങനെ അല്പം താഴോട്ട് പോവുകയാണെങ്കിൽ ലാജുനഹ അലൈക്കും എന്നായത്ത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ആയത്ത് വൈൻ തല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന വഖദ് ഫറദ്തും ലഹുന്ന ഫരീള ഫനിസ്ഫു മാ ഫറദ്തും ഇല്ലാ യഅഫൂന ഔ യഅഫു അല്ലദി ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹി വഅൻ അഖ്റബു ലിത്തഖ്വ വലാ തൻസവുൽ ഫദ്ല ബൈനക്കും ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ ഈ പേജിൻ്റെ അവസാനം ബസീറാണ്, തൊട്ട് മുമ്പത്തെ പേജിൻ്റെ അവസാനം ബസീറാണ്, പിന്നെ ഈ പേജിൻ്റെ തുടക്കം ഖബീറാണ്. അപ്പോൾ ഈ ബസീർ ഖബീറുകളും തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊട്ടടുത്ത പേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, വല്ലദീന യുതവഫൂന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന കഴിഞ്ഞാൽ പിന്നെ വസിയ്യാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതേപോലെ അലം തറ ഇല്ലദീന വഹും മുലൂഫുൻ ഫഖാലഹുല്ലാഹു മൂതു സുമ്മ അഹ്യ ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസി വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ വഖാതിലൂ ഫീ സബീലില്ലാഹ്. ഇവിടെ ചില ആളുകൾ തെറ്റിക്കാറുണ്ട്. ഈ വഖാതിലൂ ഫീ സബീലില്ലാഹ് എന്നുള്ള മുത്തശാബിഹത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞത് അതല്ല. വഖാതിലൂ ഫീ സബീലില്ലാഹ് എന്നത് ഓതാതെ വേറെ പലതും ഓതി പോകുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തിഹി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ആവർത്തിച്ച് വന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തിഹി എവിടെയൊക്കെ വന്നതെന്ന് അറിയണമെങ്കിൽ ഈ സ്ഥലം ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഈ പോയിൻ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലാണ് കദാലിക യുബയ്യിനുല്ലാഹു വന്നിട്ടുള്ളത്. ബഖറയിൽ 3, ആലിമ്രാനിൽ 1, മാഇദയിൽ 1, നൂറിൽ 3, ഒന്ന് ഇവിടെ ഉണ്ട്, അതേപോലെ ഒന്ന് ഇപ്പുറത്തും കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെയാണ് കദാലിക യുബയ്യിനുല്ലാഹു ലക്കും എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്, പക്ഷേ നമ്മളവിടെ മാറിപ്പോയത്. പിന്നെ മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ ഫയുളായിഫഹു ലഹു അദ്ആഫുൻ കസീറ ഫയുളായിഫഹു ലഹു വൽ അജ്റുൻ കരീം ഹദീദിലുണ്ട്, അവിടെ മാറിപ്പോയത്. ആ ഭാഗം ചെറിയൊരു മുത്തശാബിഹത്തുള്ളത്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹദീദിൻ്റെ 11 ബഖറയുടെ 245 മുത്തശാബിഹാണ്, മാറിപ്പോകാൻ പാടില്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഈ പേജിൽ പിന്നെ വരുന്ന ഒരു മിസ്റ്റേക്ക്, ചിലപ്പോൾ നമ്മൾ ആവേശത്തോട് ഓതി പോകും വഖാല ലഹു നബിയും ഇന്നല്ലാഹ എന്നുള്ളത് കട്ടാക്കിയിട്ട് ചില ആളുകൾ ഇന്ന ആയത്ത് മുൽക്കിഹി ഓതി പോകും. അപ്പോൾ ആദ്യം ഇന്നല്ലാഹ പിന്നെ ഇന്ന ആയത്ത്, അത് രണ്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. പിന്നെ അടുത്ത പേജിൽ ഫലമാ ഫസല ത്വാലൂത്ത് ബിൽ ജുനൂദി എന്നുള്ള ഈ പേജിൽ ഫലമാ റസൂൽ ഖാലു റബ്ബനാ അഫ്രി അലൈനാ സബ്റൻ വസബ്ബിത്ത് അല്ലേ, ഖാലു റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ അല്ലേ, വസബ്ബിത്ത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ എന്നുള്ളതിന് ഖാലു റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ എന്ന് ആലിമ്രാനിലുണ്ടല്ലോ. വമാ കാന ഖൗലു ബില്ലാഹി ഖാലു റബ്ബനാ ഇഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത്ത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ എന്ന് നമ്മൾ ഓതിപ്പോകും. അത് തെറ്റാണ്. ശരിക്കും വമാ കാന ഖൗലുഹും ബില്ലാഹി ഖാലു റബ്ബനാ ഇഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത്ത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ എന്ന് ഓതിപ്പോവുക. അല്ലാഹ് അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് വലമ്മ ബറസു പേജിലാണ് ഓതുമ്പോഴാണ്. മറ്റേ സ്ഥലത്ത് وما كان لنفس أن تموت إلا بإذن الله كتابا مؤجلا ومن يريد ثواب الدنيا نؤته منها ومن يريد ثواب الآخرة نؤته منها وسنجزي الشاكرين وكأي من نبي قاتل معه ربيون كثير فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين وما كان قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا വസബ്ബിത്ത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ ആണോ. അപ്പോൾ വസബ്ബിത്ത് അഖ്ദാമന ആവർത്തിച്ച് വന്ന സ്ഥലമാണത്. അപ്പോൾ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ആയത്ത് കഴിഞ്ഞാൽ വസബ്ബിത്ത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ ഫഹസമുഹു എന്നാണ് ഇവിടെ നമ്മൾ ഓതുക അല്ലേ. ഫഹസമുഹു എന്നാൽ അവിടെ ഓതേണ്ടത് എന്താ? അവിടെ നമ്മൾ ഓതേണ്ടത് എന്താ? വസബ്ബിത്ത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ എന്നാണ് നമ്മൾ ഇവിടെ ഓതി കഴിഞ്ഞാൽ വലമാ ബറസൂ ലിജാലൂത വജനൂദിഹി റബ്ബന. അപ്പോൾ ഫഹസമുഹും ഇവിടെ അവിടെയോ ഫആതാഹുമുല്ലാഹു സവാബദ് ദുനിയ വഹുസ്ന സവാബിൽ ആഖിറ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്നാണ് നമ്മൾ അവിടെ ഓതി പൂർത്തിയാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ അവിടെ എത്തുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അതെത്തുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയാം. ഏതായാലും ഈ ഭാഗം ആവർത്തിച്ച് വന്ന ഒരു സ്ഥലമാണ്. മറ്റൊന്നാണ് തിൽക ആയാത്തുല്ലാഹി നത്ലുഹാ അലൈക ബിൽ ഹഖ്. നമുക്കറിയാം ഇവിടെ വൈന്നകലമിൽ മുസ്ലിം ചില ആൾക്കാർ ഇവിടെ വല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ എന്നത് അത് വന്നിട്ടുള്ളത് ആലിമ്രാൻ്റെ 108 ആയത്തിലാണ്. അപ്പം നമ്മളത് ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത ജുസിയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ തിൽക്ക റുസുലു ജുസിൽ പിന്നെ നമുക്കറിയാം ഇവിടെ ചിലപ്പോൾ ചില ആൾക്കാർ യായുല്ലദീന അംഫിക്കും മിമ്മാർ ജഗ്ന അംഫിക്കും മിൻ ത്വയ്യിബാത്തി എന്നുള്ള 3 പേജ് കഴിഞ്ഞിട്ടുള്ള ഭാഗം ചിലപ്പോൾ ഇവിടെ ഓതിപ്പോവും. ഒരേ ജുസിയിൽ വരുന്ന മിസ്റ്റേക്കുകളാണ് അതൊക്കെ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാ നിങ്ങൾ കാണുന്നുണ്ടാവും ബഖറയിൽ 267. പിന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദു അത് നമുക്ക് മിസ്റ്റേക്ക് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഹദ്ദാദ് ഓതുന്ന ആളുകളായതുകൊണ്ട് ചിലപ്പോൾ വഹുവൽ അലിയുൽ അദീം ആമന റസൂൽ ഇവിടെ തുടങ്ങിപ്പോകും. അവിടെ നമ്മൾ ശ്രദ്ധിക്കില്ല, ഇക്റാഹയാണ്. അത് ബോധമല്ലാണ്ട് ഓതുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കുക. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ എന്നുള്ളത് ഇല്ലാഹുവ എന്നുള്ളത് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ബഖറയിലുണ്ട്, ആലി ഇമ്രാനിലുണ്ട്, നിസായിലുണ്ട്, ത്വാഹയിൽ വന്നിട്ടുണ്ട്, നെമ്ലിൽ വന്നിട്ടുണ്ട്, ഖസസിൽ വന്നിട്ടുണ്ട്, തഗാബുൻ. മൊത്തം
7 സ്ഥലങ്ങളിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയുന്ന ഭാഗം ഖുർആനിൽ ആവർത്തിച്ച് വന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊന്നും നമ്മൾ മാറിപ്പോകരുത്. ഇതിനി പറയുന്ന മുതശാബിഹാത്തുകളൊന്നും കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓതുമ്പോൾ തെറ്റ് വരാതിരിക്കാനാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഓതുമ്പോൾ തെറ്റ് വരുന്നില്ലെങ്കിൽ അൽഹംദുലില്ലാ, അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ ഹിഫ്ള് നമ്മൾ കൃത്യപ്പെടുത്തിയാൽ അൽഹംദുലില്ലാ, ആ രൂപത്തിൽ നമ്മുടെ ഹിഫ്ള് അല്ലാഹു ആക്കി പെരുമാറാവട്ടെ. ഇനി അടുത്ത പേജിൽ അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ദുലുമാത്തി ഇലൻ നൂർ. ഇവിടെ യുഖ്രിജുഹും മിനൽ ദുലുമാത്തി ഇലൻ നൂർ, അല്ലാഹു വലിയുല്ലദീന ആമനു എന്ന ഈ ആയത്തിലും കാണാം. മറ്റൊന്നാണ് യഹ്ദി ബില്ലാ മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ്സലാമി യുഖ്രിജു മിനൽ ദുലുമാത്തി, മാഇദയിലും കാണാം. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു മിനൽ ദുലുമാത്തി വൻ നൂർ ആവർത്തിച്ച് വന്ന ഒരു സ്ഥലമാണ് മിനൽ ദുലുമാത്തി വൻ നൂർ. മറ്റൊന്നാണ് ഇതേ സംഭവം തന്നെ വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ അൻ അഖ്രിജ് ഖൗമക മിനൽ ദുലുമാത്തി ഇലൻ നൂർ, ഇബ്രാഹിമിൽ, അഹ്സാബിൽ, ഹദീദിൽ. അപ്പോൾ ഈ മിനൽ ദുലുമാത്തി വൻ നൂർ ഈ കാണുന്ന സ്ഥലങ്ങളിൽ മുഴുവനും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഈ 7 സ്ഥലങ്ങൾ മിനൽ ദുലുമാത്തി വൻ നൂർ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ സ്ഥലവും തെറ്റുന്നല്ല, ചില ആളുകൾക്ക് ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ മിസ്റ്റേക്ക് വരുന്നത്. അപ്പം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ആ മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏതായാലും വന്നിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്നാണ് ഔകല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ. ഖാവിയത്തുൻ അലാ ഉറൂഷിഹ എന്നത് ഖുർആനിൽ 3 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒന്ന് കഹ്ഫിലാണ്, ഒന്ന് ബഖറയിലാണ്, ഒന്ന് ഹജ്ജിലാണ്. അപ്പോൾ അതാ ഈ 3 സ്ഥലങ്ങളിലെ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ ഓതിയിട്ട് മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊന്നാണ് ഈ വഇദ് ഖാല ഇബ്രാഹിം എന്ന് പറയുന്ന ഈ പേജിൽ നമ്മൾ തുടങ്ങുമ്പം അല്ലദീന യുൻഫിഖൂന, അല്ലദീന യുൻഫിഖൂന എന്നുള്ളത് ഖുർആനിൽ വന്നിട്ടുണ്ട് 4 സ്ഥലങ്ങളിൽ. ഒന്ന് ഇവിടെ അല്ലദീന യുൻഫിഖൂന അംവാലഹും, അവിടെ പോയി അല്ലദീന യുൻഫിഖൂന അംവാലഹും. അതേപോലെ അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ. ഈ പേജ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പേജിൻ്റെ ലാസ്റ്റ് ആയത്തും ഇതേപോലെ തന്നെയാണ്. അതേപോലെ അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫിസ്സറാഇ വദ്ദറാഇ വൽകാദിമീനൽ ഗൈള വൽആഫീൻ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും പേജിൽ അവിടെയും അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ നിസായിൽ, അപ്പോൾ ഈ 4 സ്ഥലങ്ങളിൽ അല്ലദീന യുൻഫിഖൂന ആവർത്തിച്ച് വന്നിട്ടുണ്ട് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അതേപോലെ മാറിപ്പോകുന്ന ഒരു സ്ഥലമാണ് ഈ പേജിൻ്റെ അവസാനത്തെ ആയത്തിൽ നമ്മൾ കാണുന്ന ഇവിടെ കൊടുത്തിട്ടുള്ള മറ്റേ വല്ലാഹു ലാ, ഇവിടെ വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്നുള്ള ചില ആളുകൾ ഓതിയിട്ട് വലാ യുഅ്മിനൂന ബില്ലാഹി എന്ന് ഓതിപ്പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതേപോലെ മറ്റൊന്നാണ് കമോ ലാ യഖ്ദിറൂന അലാ ഷൈഇൻ മിമ്മാ കസബു, ലാ യഖ്ദിറൂന മിമ്മാ കസബു അലാ ഷൈഇൻ എന്ന് മറ്റൊരു സ്ഥലത്തുണ്ട്. അപ്പോൾ ഇബ്രാഹിമിലുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറിപ്പോരുത്, മിമ്മാ കസബു അലാ ഷൈഇൻ എന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോകുന്ന ഒരു ഭാഗമാണ്, അതും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. എല്ലാ മുത്തശാബിഹാത്തും നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യുക എന്നുള്ളതല്ല. സാധാരണ ഹാഫിളുകൾക്ക് മാറിപ്പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ പേജിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫിഹാ എന്ന് ഓതിപ്പോകും. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ലഹു ഫിഹാ മിൻ കുല്ലി സമറാത്ത് എന്നാണുള്ളത്. മറ്റൊന്ന് കദാലിക യുബൈനുല്ലാ ലക്കുമുൽ ആയാത്തി എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ആയത്ത് പ്രത്യേകം നോട്ട് ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അംഫിഖൂ മിമ്മാ റസഖനാകും തൊട്ടും ഫസ്റ്റ് പേജിൽ തിൽക റസൂലിൻ്റെ ആദ്യത്തെ പേജിൽ നമ്മൾ ഓതി കഴിഞ്ഞു. ഇവിടെ അംഫിഖൂ മിൻ ത്വയ്യിബാത്താണുള്ളത്. അപ്പം ഇതെല്ലാം നമ്മുടെ മനസ്സിൽ പ്രത്യേകം ശ്രദ്ധയിലുണ്ടാവണം. സൂറത്തുൽ ബഖറയുടെ ലാസ്റ്റ് ഭാഗത്താണ് ഈ ബഖറ മുഴുവനായിട്ട് ചർച്ച ചെയ്ത് പൂർത്തിയാക്കാനാണ് വിചാരിക്കുന്നത്. സമയദൈർഘ്യം ഭയപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ പാർട്ടായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഏതായാലും ഇനി ഈ പേജിൽ ഒമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദരിൻ ഫഇന്നല്ലാഹ യഅലമുഹു വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ഈ പേജിൽ നമുക്ക് ഇൻ തുബ്ദു സദഖാതി ഫനിഅമ്മാ ഹിയ വഇൻ തുഖ്ഫൂഹാ വതുഖ്തു അൽ ഫുഖറാഹ ഇന്തു ഖൈറുൽ ലക്കും വയുകഫിറു അൻകും. ചില ആളുകൾ അക്ഷരത്തെറ്റ് വരുന്നൊരു ഭാഗമാണ്, അതാണ് നോട്ട് ചെയ്യുന്നത്. വയുകഫിറു അൻകും മിൻ സയ്യാത്തിക്കും വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അപ്പോൾ വയുകഫിറു അൻകും മിൻ സയ്യാത്തിക്കും വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. പിന്നെ ഞാൻ പറഞ്ഞു ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹു യഹ്ദി മൻ യശാ വമാ തുൻഫിഖു മിൻ ഖൈരിൻ ഫലിഅൻഫുസിക്കും വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് വമാ തുൻഫിഖു മിൻ ഖൈരിൻ യുവഫ്ഫ ഇലൈക്കും വഅൻതും ലാ തുദ്ലമൂൻ. ഇവിടെ ചില ആളുകൾക്ക് തെറ്റുന്നത് കാണാം. വമാ തുൻഫിഖു മിൻ ഖൈരിൻ ഫലിഅൻഫുസിക്കും വമാ തുൻഫിഖു മിൻ ഖൈരിൻ യുവഫയിലേക്കും. അപ്പോൾ അവിടെ വമാ തുൻഫിഖു മിൻ ഖൈരിൻ ഫലിഅൻഫുസിക്കും വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഒരുപാട് തവണ ഈ വമാ തുൻഫിഖു ആവർത്തിച്ചിട്ടുണ്ട്. 1, 2, 3 ഒരായത്തിൽ. അപ്പോൾ അവിടെ മാറിപ്പോകരുത്. അപ്പോൾ കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് ഓതാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ അല്ലദീന യുൻഫിഖൂന വന്നൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇതാണ് മറ്റൊരു സ്ഥലം. ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ എന്നാണ് ഉള്ളത്. പിന്നെ അടുത്ത പേജിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ മിസ്റ്റേക്ക് വരുന്ന ഒരു സ്ഥലമാണ് യംഹഖുല്ലാഹു റിബാ വറിസഖ വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിം ഫഹൂറിനെ കൊതിപ്പം കുല്ല കഫാരിൻ നസീം എന്നാണ്. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റെക്കാം. കാരണം ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വഅഖാമു സ്വലാത്ത വആതൂ സക്കാത്ത ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇതാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇത് ഏതാണ് എന്നുള്ളത് കൺഫ്യൂഷൻ. കാരണം ഖുർആനിൽ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന് പറയുന്നത് 10 സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. കാരണം 10 സ്ഥലങ്ങളാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ഈ 10 സ്ഥലങ്ങളിൽ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന് നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ഇവിടെ ആയത്തോതി കഴിഞ്ഞാൽ അടുത്തത് യുല്ലദീന ആമനു തഖുല്ലാഹ വദറൂ മാ ബഖിയ മിന റിബ എന്നുള്ളതാണെന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരു ഐഡിയ വേണം. അപ്പോൾ ശ്രദ്ധിക്കാതെ നമ്മൾ തെറ്റിലേക്ക് പോയി അകപ്പെടരുത്. മനഃപൂർവ്വം അല്ലാതെ തെറ്റ് സംഭവിക്കുന്നില്ല. നമ്മൾ അശ്രദ്ധമായി ഓതിയിട്ട് തെറ്റ് സംഭവിക്കുന്നത് അതിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കുക. മറ്റൊന്നാണ് ആയത്തുദ്ദൈൻ്റെ ഒരു രസം എന്താണെന്ന് പറഞ്ഞാൽ അത് തുടങ്ങിയാൽ പിന്നെ തീർക്കണം. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നിന്നാൽ ചിലപ്പോൾ ബേക്കോട്ടൊക്കെ പോയാൽ ചിലപ്പോൾ പിന്നെയും കൊള്ളായി പോകും. അപ്പോൾ അതിൽ നമ്മൾ നല്ലോണം ആയത്തുദ്ദൈന് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ പിന്നെ തുടങ്ങിയാൽ തീരും. അവിടെ പിന്നെ പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല.
പിന്നെ വൈൻ കുന്തും ആലാ സഫരിൻ വലം തജിദു കാത്തിബൻ ഫരിഹാനും മഖബൂല. ഇവിടെ ചില ആൾക്കാർ ഫൈൻ കുന്തും ഓതും, തെറ്റാണ്. അതുപോലെ വൈൻ അമിന ബാലുക്കും ബാല എന്നോതും, അതും തെറ്റാണ്. അതേപോലെ തന്നെ ഫല്യത്തഖി ഓതും, തെറ്റാണ്. അപ്പോൾ വൈൻ കുന്തും ആലാ സഫരിൻ എന്ന് ഓതണം. അത് കഴിഞ്ഞിട്ട് ഫൈൻ അമിന ബാലുക്കും ബാല വല്യത്തഖില്ലാഹ റബ്ബഹു വലാ തക്തുമു ഷഹാദ എന്ന ആ രൂപത്തിൽ തന്നെ കൃത്യമായി ഓതണം. പിന്നെ നമ്മളൊന്നും തെറ്റിക്കൂല. എന്നാലും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ആവർത്തിച്ച് വന്ന ഒരു ഭാഗമാണ് ലില്ലാഹി മാഫി സമാവാത്തി വ മാഫിൽ അർദ് എന്ന് പറയുന്ന ഈ ഭാഗം. ഇത് ഖുർആനിലെ ഇത്രയും സ്ഥലങ്ങളിൽ ലില്ലാഹി മാഫി സമാവാത്തി വ മാഫിൽ അർദ്, ബഖറ, ആലിമ്രാനിൽ 2 നിസായിൽ 3, ലുഖ്മാനിൽ നജ്മ്, അപ്പോൾ 8 സ്ഥലങ്ങളിൽ ലില്ലാഹി മാഫി സമാവാത്തി വ മാഫിൽ അർദ് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ആ സ്ഥലങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 8 സ്ഥലങ്ങൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ആരും ഇത് മിസ്റ്റേക്കാക്കി അല്ലെങ്കിൽ തെറ്റി മാറിപ്പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മറ്റൊന്ന്, നമ്മൾ ഈ ആമന റസൂലും ആയത്തുൽ കുർസിയും ഈ യാസീനും ഹാഫിദുകൾ പൊതുവേ ഓതാൻ ധൈര്യപ്പെടില്ല. മൈക്ക് കൊടുത്ത് ഓതാൻ പറഞ്ഞാൽ അവരാരും ഓതൂല. കാരണം എന്താ? കാരണം ഇത് നമ്മൾ കേട്ട് പഠിച്ചതുകൊണ്ട് ചിലപ്പം തുടങ്ങിയാൽ പിന്നെ തീരണം, അതിൻ്റെ ഇടയ്ക്ക് സ്റ്റെക്കായാൽ പിന്നെ കിട്ടൂല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ആയത്തുൽ കുർസി, ആമന റസൂൽ, പിന്നെ നമ്മൾ പതിവായി ഓതുന്ന യാസീന്, കഹ്ഫ്, ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇരുന്ന് ഓതി വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാവില്ല. ഒരു മൈക്ക് കൈ തന്നാൽ ചിലപ്പോൾ വിറച്ചു പോയാൽ അല്ലെങ്കിൽ സ്റ്റെക്കായാൽ കിട്ടാത്തൊരു സൂറത്താണ് ഈ പറഞ്ഞ സൂറത്തും ഭാഗങ്ങളൊക്കെ. അതെങ്ങാനും നമ്മൾ ജനങ്ങളുടെ ഇടയിലും അതല്ലെങ്കിൽ ഒരു പരിപാടിക്കിടയിലും അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലൊക്കെ അങ്ങനെ സ്റ്റെക്കാകുമ്പോൾ നമ്മുടെ ഐബാണത്, നമ്മുടെ ഹാഫിലാണെന്ന് പറഞ്ഞ് നടക്കുകയും അങ്ങനെ തെറ്റുകളൊക്കെ സംഭവിക്കുകയും ചെയ്യാമെന്ന് പറയുമ്പോൾ അത് വലിയ മോശമാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളൊന്നും നമ്മൾ കാര്യമാക്കൂല. നമ്മൾ എളുപ്പമല്ലേ എന്ന് ഓതുന്നല്ലേ വിചാരിച്ച് നമ്മളത് അവസാനിപ്പിക്കും. അത് നമ്മളത് അത്രയേ മനസ്സ് കൊടുക്കും, അത് നോക്കൂല. അതേ സ്ഥാനത്ത് നമ്മൾ ഓതി തുടങ്ങിയാലാണ് അപ്പോഴാണ് മിസ്റ്റേക്ക് വരിക. അപ്പോൾ ഇത്തരം മിസ്റ്റേക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഐക്കലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഈ നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്നുള്ളത് ഖുർആനിൽ പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഒന്ന് ഇവിടെ വന്നിട്ടുണ്ട്, അതേപോലെ വന്ന ചില സ്ഥലങ്ങളാണ് ഇത് അവിടെ കൊടുത്തിട്ടുള്ളത്. ബഖറയിലുണ്ട്, അൻആമിൽ, ആറാഫിലൊക്കെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്താവരുത്, മാറിപ്പോകരുത്. അത് വലിയ ഐബാണ്. കാരണം സാധാരണക്കാർക്കും ഹാഫിദുകളല്ലാത്ത ആളുകൾക്ക് പോലും അറിയുന്ന ഈ ആമന റസൂലൊക്കെ തെറ്റെന്ന് പറഞ്ഞാൽ സംഭവം നമുക്ക് മുത്തശാബിഹാവുകയാണ് എന്ന് പറഞ്ഞാൽ സാദൃശ്യതയിലേക്ക് മാറിപ്പോവുകയാണ്. പക്ഷേ ആളുകൾ നമ്മളെ എന്താ പറയുക, നിരുത്സാഹപ്പെടുത്താൻ, നമ്മളെ പരിഹസിക്കാനും ആക്ഷേപിക്കാനൊക്കെ അതൊരു കാരണം. അപ്പോൾ ഈ മുത്തശാബിഹാത്ത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് തന്നെയാണ് അത് നാണക്കേട്. ഇനി ആലു ഇമ്രാൻ സൂറത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആലു ഇമ്രാൻ സൂറത്ത് 200 ആയത്തുകളുള്ള വളരെ വിശാലമായിട്ടുള്ള സൂറത്താണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിയുന്ന സമയത്തിൻ്റെ പരിധി അനുസരിച്ചുകൊണ്ടാണ് ഈ സൂറത്തിലെ മുത്തശാബിഹാത്തുകൾ ഓരോ പേജ് എന്ന രൂപേണ നമ്മൾ സംസാരിക്കുന്നത്. ആദ്യത്തെ പേജ് അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അലിഫ് ലാം മീം എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഖുർആനിൽ 6 സ്ഥലങ്ങളിലാണ് അലിഫ് ലാം മീം വന്നിട്ടുള്ളത്. ഒന്ന് ബഖറ, മറ്റൊന്ന് ആലു ഇമ്രാൻ, മറ്റൊന്ന് അൻകബൂത്തിൻ്റെ 1-ാമത്തെ ആയത്ത്, റൂമിൻ്റെ 1-ാമത്തെ ആയത്ത്, ലുഖ്മാൻ്റെ 1-ാമത്തെ ആയത്ത്, സജദ. ഇത് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. അൻകബൂത്ത്, റൂം, ലുഖ്മാൻ, സജദ. നമ്മൾ സജദയും ആലു ഇമ്രാനും ബഖറയും നമുക്കറിയാം. ബാക്കി 3 നമ്മൾ പഠിച്ചാൽ മതിയാവും. അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ ഫമാക്കാന ജുസിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് വലാ തുജാദിലു ജുസിലാണ് റൂം, ലുഖ്മാൻ. തുടർച്ചയായിട്ട് വരുന്ന സൂറത്തുകളാണ് അൻകബൂത്ത്, അതേപോലെ റൂം, അതേപോലെ ലുഖ്മാൻ, സജദ. മറ്റൊന്ന് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്നതിലെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന് ആവർത്തിച്ച് വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ 5 സ്ഥലം. 5 അല്ല, അതിൽ 6 സ്ഥലമുണ്ട്. പക്ഷേ ഒരു സ്ഥലത്ത് വഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ ഹംദു ഫിൽ ഊല എന്നാണ് സൂറത്തുൽ ഖസസിൽ. അതിൽ മാത്രം ഒരു മാറ്റമുണ്ട്. മാറ്റമുള്ളതിലാണ് നമ്മൾ ചുവന്ന ഡോട്ട് കാണുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ബാക്കിയുള്ളതൊക്കെ ഏകദേശം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, ബഖറ, ആലിമ്രാനിലും അത്ര തന്നെ. പക്ഷേ അതോടുകൂടി ആയത്ത് പൂർത്തിയായി. നിസായിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലാ യജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞിട്ട് 2-ാമത്തെ ആര മുഹ്സനാത്തിൻ്റെ 2-ാമത്തെ ആര തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ. ത്വാഹയിൽ 8-ാമത്തെ ആയത്തുണ്ട്, നംലിൽ 26. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ അത് ഓരോ സ്ഥലത്ത് വരുമ്പോഴും നമ്മൾ ആവർത്തിക്കുന്നത് നിങ്ങളെ മനസ്സിൽ എല്ലാ സ്ഥലത്തും പതിയട്ടെ വിചാരിക്കുകയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഈ ഭാഗത്ത് വരാറില്ല. പിന്നെ ഈ വലിയ ആയത്ത് വല്ലദി അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തും മുഹ്കമാത്തും ഹുന്ന ഉമ്മുൽ കിതാബി ഉഖ്റ മുത്തശാബിഹാത്ത്. ഇവിടെ പറയുന്ന ഒരു മുത്തശാബിഹാത്ത് ഉണ്ട്. അത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഹിഫ്ദിൽ അതല്ലെങ്കിൽ ലഫ്ദിൽ ഉണ്ടാകുന്ന മുത്തശാബിഹല്ല, മറിച്ച് മായനയിൽ വന്നിട്ടുള്ള ഒരു മുത്തശാബിഹാണ്. മുഹ്കമ മുത്തശാബിഹി എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ച നമ്മളൊക്കെ പഠിച്ചതും അല്ലെ മനസ്സിലാക്കേണ്ടതൊക്കെ തന്നെയാണ്. ഖുർആനിൽ 2 രൂപത്തിലാണ് ആയത്തുകൾ അള്ളാഹു വിഭജിച്ച് വെച്ചിട്ടുള്ളത്. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഹിക്മത്തുകളായി ഇമ്മത്തും മറ്റുമൊക്കെ തഫ്സീറിലും മറ്റും കൃത്യമായിട്ട് വിശദീകരിച്ച് തരുന്നുണ്ട്. പോട്ടെ, അടുത്ത പേജിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇന്നല്ലദീന കഫറൂ ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ഷൈആ. ഇത് ഖുർആനിൽ 3 വട്ടം വന്നിട്ടുണ്ട്. ഒന്ന് ഇന്നല്ലദീന കഫറൂ ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ഷൈആ ഉലൈക ഹും വഖൂദുൻ. ഇവിടെ മറ്റൊന്നാണ് ലൻ തനാലു നമ്മൾ പറയുമായിരിക്കും. അതായത് ഇതേപോലെ ഒരു പേജ് തുടങ്ങുന്നത് ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ. അതാണ് ആലു ഇമ്രാനിൻ്റെ 116 ഇവിടെ കൊടുത്തത്, നിങ്ങൾ കാണുന്നുണ്ടാവും. പിന്നെ മറ്റൊന്നാണ് സൂറത്തുൽ മുജാദലയിൽ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ എന്നുണ്ട്. ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ഷൈആ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ എന്ന് പറഞ്ഞിട്ട് 3-ാമത്തെ പേജിൽ ഖദ് സമീൻ്റെ 3-ാമത്തെ പേജിൽ ഈ 17-ാമത്തെ ആയത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒന്നാണ് ഇന്നല്ലദീന കഫറു എന്നുള്ളത് എത്ര വട്ടം എവിടെയൊക്കെ വന്നിട്ടുണ്ട്, അത് വീണ്ടും ആവർത്തിക്കുന്നില്ല.
ഈ 17ഓളം സ്ഥലങ്ങളിൽ വന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മുമ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മറ്റൊന്നാണ് കദബിയാലി ഫിരൗന വല്ലദീന മിൻ ഖബലിഹിം കദ്ദബൂ ബി ആയാത്തിന. ഇവിടെ ഉള്ളത് കദ്ദബൂ ബി ആയാത്തിന ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം വല്ലാഹു ശദീദുൽ ഇഖാബ്. ഇവിടെ ഉള്ളത് ശ്രദ്ധിക്കണേ, ഈ രൂപത്തിലാണ് ഇവിടെ ഉള്ളത്. അതേ സ്ഥാനത്ത് ഇതിനോട് സമാനമായിട്ടുള്ള ഒരു ഭാഗമാണ് അംഫാലുണ്ട്. ഒന്ന് കദബിയാലി ഫിരൗന വല്ലദീന മിൻ ഖബലിഹിം കഫറൂ ബി ആയാത്തില്ലാ, മറ്റൊന്ന് കദ്ദബൂ ബി ആയാത്തി റബ്ബിഹിം. ഇവിടെ ഉള്ളത് ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം വല്ലാഹു ശദീദുൽ ഇഖാബ് എന്നാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അവിടെ ഉള്ളത് ഇന്നല്ലാഹ ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്. അപ്പോൾ മാറിപ്പോവാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്, പലരും മാറുന്നൊരു ഭാഗമാണ്. കദബിയാലി ഫിരൗന വല്ലദീന മിൻ ഖബലിഹിം കദ്ദബൂ ബി ആയാത്തിന എന്നാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അവിടെ ഉള്ളത് അംഫാലുള്ളത് കദ്ദബൂ ബി ആയാത്തി റബ്ബിഹിം എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമുക്കിവിടെ തെറ്റുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ വഅസ്വാജു മുതഹറത്തുൻ ഖാലിദീന ഫീഹ. ഇവിടെ പലർക്കും തെറ്റിപ്പോവാറുണ്ട്. ഓരോ സ്ഥലത്തും അസ്വാജു മുതഹറ എന്ന് ഖുർആനിൽ 3 തവണ വന്നിട്ടുണ്ട്. ഒന്ന് ബഖറയിൽ വബശ്ശിരിൽ ലദീന ആമനു പേജിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊന്നാണ് ഇവിടെ, മറ്റൊന്നാണ് സൂറത്തു നിസാഇൻ്റെ 57-ാമത്തെ ആയത്ത് വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക്കല്ലദീന ലഅനഹുമുല്ലാ എന്ന പേജിൽ കാണാം. സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വഅസ്വാജു മുതഹറത്തുൻ വറിദ്വാനും മിനല്ലാഹ് ഉലൈക. അവിടെ ഉള്ളത് അസ്വാജു മുതഹറത്തുൻ വറിദ്വാനും മിനല്ലാഹ്. അവിടെ ഉള്ളത് നമുക്കൊന്ന് പോയി നോക്കാം, എന്നാലേ ഇപ്പോൾ ശരിയാവും. والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله أولئك أصحاب النار هم فيها خالدون. ഏതായാലും ഇതാ ഇവിടെ ഈ അടുത്ത പേജിലാണ് അത് വരുന്നത്. നമ്മളിങ്ങനെ കൃത്യമായി പഠിച്ചതാണ്. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സനുദ്ഖിലുഹും ജന്നാത്തിൻ ഖാലിദീന ഫീഹാ അബദാ. ഇവിടെ നമ്മൾ ഓതിയെടുത്ത് പിഴച്ചതാണ്. ഇന്നല്ലദീന കഫറൂ ബി ആയാത്തിനാ സൗഫ നുസ്ലിഹിം നാറൻ കുല്ലമാ നളിദത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട് വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വഅസ്വാജും അബദാ ലഹും ഫീഹാ അസ്വാജും മുതഹറത്തും വനുദ്ഖിലുഹും ളില്ലൻ ളലീല. ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ എന്ന് പറഞ്ഞിട്ട് അബദ എന്നുകൂടി ഉണ്ട്. ലഹും ഫീഹാ അസ്വാജും മുതഹറത്തും വനുദ്ഖിലുഹും ളില്ലൻ ളലീല. അപ്പോൾ എന്നിങ്ങനെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ഈ പേജിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല. അടുത്ത പേജിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അടുത്ത പേജിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വമഖ്തലഫ അല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗിയൻ ബൈനഹും എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാ ജാഅഹുമുൽ ബയ്യിനാത്തു അതേപോലെ ചില സ്ഥലങ്ങളിലൊക്കെ കാണാം. അപ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ ഭാഗം മാ ജാഅഹുമുൽ ഇൽമു ബഗിയൻ ബൈനഹും എന്നുള്ളിടത്ത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഫൈൻ തവല്ലോ ഫൈനമാ അലൈക്കൽ ബലാന്നാം ഫൈനമാ ഹും ഫി ഷിക്കാക്ക് എന്ന് വേറെ സ്ഥലത്തുണ്ട്. അപ്പോൾ മാറിപ്പോയരുത്, അതും നമ്മുടെ മനസ്സിലുണ്ടാവണം. പിന്നെ ഖുർആനിൽ ആവർത്തിച്ച് വന്ന ഒരു സ്ഥലമാണ് ഈ ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങൾ അമ്പിയാക്കളെ കൊല്ലുന്നു എന്ന് പറഞ്ഞ ഖുർആനിലെ അമ്പിയാക്കളെ കൊല്ലുന്ന ആളുകളാണ് എന്ന ഒരു വിഭാഗത്തെ പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥലം. അതാ യഖ്തുലൂന നബിയ്യീന ബിഗൈരി ഹഖ്. ലൻ തനാലുൽ നമുക്ക് വയഖ്തുലൂനൽ അംബിയാ ബിഗൈരി ഹഖ് പഠിക്കാനുണ്ട്. വയഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ് നമ്മൾ ഓൾറെഡി ബക്കറയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറിപ്പോരുത്. ചില ആളുകൾക്ക് ഇത് വല്ലാതെ തെറ്റ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. ഇന്നല്ലദീന യക്ഫുറൂന ബിആയാത്തില്ലാഹി വയഖ്തുലൂന നബിയ്യീന ബിഗൈരി ഹഖ് എന്നാണ് ഇവിടെ ഉള്ളത്. ഇത് രണ്ടാമത്തതാണ്. 3 ഉള്ളത്. മൂന്നാമത്തത് ലൻ തനാലുലാണ്. ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് പറയണം. ഈ കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. അടുത്ത പേജിലേക്ക് വരുമ്പം ഇല്ല അയ്യാമും മഅദൂദാത്ത് എന്ന് ഇവിടെ ഉണ്ട്. ഇല്ല അയ്യാമും മഅദൂദ എന്ന് ചില ആൾക്കാർ ഓതിപ്പോവും. എന്നിട്ട് അലിഫ്ലാമിയിലേക്ക് മാറിപ്പോവും. അത് ശ്രദ്ധിക്കണം. ഇല്ല അയ്യാമും മഅദൂദാത്ത് എന്നാണ് ഇവിടെ ഉള്ളത്. അലിഫ്ലാമിൻ ജുസിൽ ഇല്ല അയ്യാമും മഅദൂദ എന്നുണ്ട്, ജമാക്കാതെ. വഗറഹും ഫീ ദീനിഹിം മാ കാനൂ യഫ്തറൂൻ. പിന്നെ ഈ പേജിൽ വരുന്ന ഒരു മിസ്റ്റേക്കാണ് ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലമുല്ലാഹു വയഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് അല്ലാഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഇവിടെ വല്ല അർദ് എന്ന് ഓതി പോകാറുണ്ട്. തെറ്റുകളാണ്, മുതശാബിഹാത്തല്ല. മറ്റൊരു മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സ. 2 സ്ഥലത്ത് വരുന്നുണ്ട് ഇവിടെ. വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സ വൈലല്ലാഹിൽ മസീർ എന്നാണ് ആദ്യം ഉള്ളത്. നമ്മളവിടെ വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സഹു എന്ന് ഓതി പോയിട്ട് ഇവിടെ അടുത്ത പേജിൽ കാണാം വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫും ബിൽ ഇബാദ് എന്നാണ്. ഇടയിൽ ഒരു ആയത്ത് പോവുകയും ചെയ്യും. ഒരുപാട് മറ്റേ ആയത്തിൻ്റെ പകുതിയും നഷ്ടപ്പെടും. അപ്പോൾ അതുണ്ടാവരുത്.
അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സ വ ഇലല്ലാഹിൽ മസീർ എന്നുണ്ട്. പിന്നെ മഫിസ് സമാവാത്തി വമാഫിൽ അർളി അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതാണ് അടുത്ത ആയത്ത്. ഇനി അടുത്ത പേജിലേക്ക് വരുമ്പോൾ വലിയ മുത്തശാബിഹാത്തുകളും മറ്റൊന്നും കാണാറില്ല, എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു മാറിപ്പോകുന്നൊരു ആയത്ത് എന്ന് പറയാൻ ഞാൻ മനസ്സിലാക്കിയത് ഇതാ ഇവിടെ കുൽ അത്തിയുല്ലാഹ വർ റസൂൽ. കാരണം പല രൂപത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. കുൽ അത്തിയുല്ലാഹ വ അത്തിയു റസൂൽ വ അത്തിയുല്ലാഹ വർ റസൂൽ, അങ്ങനെ പല രൂപത്തിൽ കാണാം. അപ്പോൾ അവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അതങ്ങനെ വലിയ പ്രയാസമില്ല. അത് ഈ പഠിക്കുന്ന സമയത്ത് അങ്ങനെ പഠിച്ച് നമ്മൾ വഴക്കിയെടുത്താൽ മതി, എന്നാൽ പിന്നെ അതന്നെ അവിടെ വന്നോളും. ഇനി അടുത്ത പേജ് ഒരു പ്രധാനപ്പെട്ട പേജാണ് ഹുനാലിക്കത. ഹുനാലിക്കത ഇവിടെ തെറ്റിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹിയ. അതായത് സക്കരിയ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറയുമ്പോൾ യുബശ്ശിറുക മുദക്കറാക്കിയിട്ടാണ് പറയുന്നത്. ചില ആളുകൾ യുബശ്ശിറുക്കി എന്ന് താഴെയുള്ളത് നേരെ പറയും, മറിയം ബീവിനോട് പറഞ്ഞത്. പിന്നെ മറ്റൊന്നാണ് ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാമുൻ വകാനത് ഇംറഅതി. ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാമുൻ വകാനത് ഇംറഅതി എന്നുള്ളത് മറിയമിലാണ്. വഖദ് ബലഗനിയൽ കിബറു എന്നാണ് ഇവിടെ ഉള്ളത്, നമ്മളത് ശ്രദ്ധിക്കണം, മാറിപ്പോവാതെ. മറ്റൊന്നാണ് ഖാല റബ്ബി ജഅല്ലി ആയ, റബ്ബി ജഅല്ലി ആയ. ഖാല ആയതുക അല്ലാ തുകല്ലിമൻ നാസ സലാസത അയ്യാം എന്നാണ് ഇവിടെ ഉള്ളത്. സലാസ ലയാൽ എന്ന് മറിയമിൽ ഉണ്ട്. അത് ഇതിനോട് മുത്തശാബിഹായി വരാൻ പാടില്ല, മറിയമിൽ ഉണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അത് വേണതാ. സലാസലയാൽ മറിയമിലെ 10ാമത്തെ ആയത്ത്, അവിടെ സലാസത്തെ അയ്യാമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, അതായത് അന്നല്ലാഹു യുബശ്ശിറുക്കി, ഇന്നല്ലാഹു യുബശ്ശിറുക്കി. ചില ആൾക്കാർ ഇവിടെ കാല പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ന വരണം. അപ്പോൾ ഇന്ന അവിടെ അന്നാന്ന് അതിനുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നല്ലാഹു യുബശ്ശിറുക്കി, ഇവിടെ യുബശ്ശിറുക്കാന്ന് ഓതാൻ പാടില്ല. മറ്റൊന്നാണ് വമാ കുന്തലദൈഹിം ഇദ് യുൽഖൂന അഖ്ലാമഹും. ഇവിടെ ചില ആളുകൾ വമാ കുന്തലദൈഹിം ഇദ് അജ്മഉ അംറഹും എന്നോതും, തെറ്റാണ്. അത് വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട് വമാ കുന്തലദൈഹിം ഇദ് യുൽഖൂന അഖ്ലാമഹും എന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല, അടുത്ത പേജിലേക്ക് വേഗം കിടക്കുകയാണ്. സമയദൈർഘ്യം ഭയപ്പെട്ടുകൊണ്ട് ചുരുക്കി പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞു പോവുകയാണ്. ഖാലത്ത് റബ്ബി അന്നാ യകൂനു ലീ വലദുൻ വലം യംസസ്നീ ബശർ ഖാല കദാലികില്ലാഹു യഖ്ലുഖു മാ. ഈ ആയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ഇതിനോട് സമാനമായിട്ടുള്ള ആയത്ത് നമുക്ക് ഇവിടെ മറിയമിലുണ്ട് കേട്ടോ, ഇവിടെ കൊടുക്കുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ അപ്പോൾ നിങ്ങൾ നോക്കി നോക്കി. ഖാലത്ത് റബ്ബി അന്നാ യകൂനു ലീ വലദുൻ വലം യംസസ്നീ ബശർ ഖാല കദാലികില്ലാഹു യഖ്ലുഖു മാ യശാ എന്നാണ് ആലി ഇംറാൻ്റെ 47. മറിയമിലോ ഖാലത്ത് അന്നാ യകൂനു ലീ ഗുലാമുൻ വലം യംസസ്നീ ബശറുൻ വലം അകു ബഗിയ്യ. മാറിപ്പോകരുത്, അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. മിസ്റ്റേക്കാർക്കും വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് ഈ പേജിൽ ചില ആളുകൾ തെറ്റിക്കുന്ന ഒരു ഭാഗം. നിങ്ങൾക്കറിയാം, സൂറത്തുൽ അനാമിൻ്റെ തൊട്ട് മുമ്പായിട്ട് മായിദൻ്റെ ലാസ്റ്റ് ഈ ആയത്തിനോട് സമാനമായിട്ടുള്ള ഒരു ആയത്ത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ അന്നീ അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി ത്വയ്രി ബിഇദ്നി ഫതൻഫുഖു ഫീഹാ ഫതകൂനു ത്വയ്റൻ ബിഇദ്നി വതുബ്രിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നി വഇദ് തുഖ്രിജുൽ മൗതാ ബിഇദ്നി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ട്. അതിലേക്ക് ഇത് മാറിപ്പോവാറുണ്ട്. ഇവിടെ പറയുന്നത് ഒക്കെ ഞാൻ, അവിടെ നീ എന്നാണ് പറയുന്നത്. അതാ ഉബ്രിഉൽ അക്മഹ വ ഉഹ്യിൽ മൗതാ വ ഉനബ്ബിഉകും ഫഅൻഫുഖു ഫീഹി, ഇങ്ങനെയൊക്കെ അവിടെ പറഞ്ഞത്. അപ്പോൾ അത് മാറിപ്പോകുന്നത് ശ്രദ്ധിക്കണം, ചില ആളുകളിൽ മിസ്റ്റേക്ക് കാണാറുണ്ട്. മറ്റൊന്നാണ് ഖുർആനിൽ പലപ്പോഴും പലർക്കും തെറ്റിപ്പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഇതാ ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും എന്ന് പറയുന്ന ഈ ആയത്ത്. ഒരു വരിയേ ഉള്ളൂ, പക്ഷേ 51ാമത്തെ ആയത്ത്. പക്ഷേ ആലി ഇമ്രാനിലുണ്ട്, അതുപോലെ മറിയമിലുണ്ട്, സുഹ്റൂഫിലുണ്ട്. മറിയമിലുള്ളത് ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും എന്നാണ്. അതേ സ്ഥാനത്ത് സുഹ്റൂഫിലുള്ളത് ദൻ ഇന്നല്ലാഹ ഹുവ റബ്ബി എന്നാണ്. സംഭവിക്കുക രണ്ട് പ്രശ്നങ്ങളാണ് വരിക. ഒന്ന്, ഇവിടെ വാവ് ഊതി പോവുക, അല്ലെ ഇവിടെ ഇന്നല്ലാഹ ഹുവ റബ്ബി എന്ന് പറഞ്ഞു പോവുക. ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും എന്നിടത്ത് ഇന്നല്ലാഹ ഹുവ റബ്ബി എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മുസ്തഖീം കഴിഞ്ഞാൽ എന്താ ഓതേണ്ടത് എന്നുള്ളിടത്ത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആകും. ഫലമാ ദഖല അലൈഹ അല്ലേ ഹാദാ സിറാത്തുൽ മുസ്തഖീം ഫലമ്മ അഹ്സഈസ എന്ന അവിടെ ഉള്ളത്. എന്നാൽ ചില ആളുകൾ കൺഫ്യൂഷൻ ആയിട്ട് ചിലപ്പോൾ ബാക്കി സുഖ്റൂഫിൽ ഓതിപ്പോ അല്ലെ മറിയമിലുള്ള ഓതിപ്പോ വഖ്തലഫൽ അഹ്സാബ് മിൻ ബൈനിഹിം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിപ്പോ. ആ 3 ആയത്തുകളാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ആ 3 സംഗതികൾ. അപ്പോൾ ആലി ഇമ്രാൻ, മറിയം, സുഖ്റൂഫ് പലർക്കും തെറ്റുന്നതാണ്, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഇനി അടുത്ത പേജിലേക്ക് നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ 2 ആയത്തുകൾ ചില ആളുകൾക്ക് തെറ്റുന്നത് കാണാറുണ്ട്. ഫഅമ്മല്ലദീന ആമനു ഫകഫറു എന്ന് പറയുന്ന ഈ ആയത്തും ശേഷമുള്ള വഅമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫയുവഫീഹിം ഉജൂറഹും എന്ന് പറയുന്ന ഈ ആയത്തും പല ആളുകളും തെറ്റിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഖാലല്ലാഹു യാ ഈസ എന്ന ഖുർആനിൽ വന്ന സ്ഥലങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3 സ്ഥലങ്ങളിലാണ് വന്നിട്ടുള്ളത്. അത് അങ്ങനെ മാറാറില്ല, എന്നാലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വഅമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫയുവഫീഹിം ഉജൂറഹും ഈ ഭാഗവും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ പേജിൽ ചില ആളുകൾ തെറ്റിക്കുന്നതാണ് ഫലാത്തക്കും മിനൽ മുംതരി എന്നുള്ള ചില ആൾക്കാർ ഫലാത്തക്കൂനന്ന എന്ന് ഓതിപ്പോവും.
അത് ശ്രദ്ധിക്കുക. ഫലാത്തക്കും മിനൽ മുംതരീൻ എന്നാണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്ത പേജിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നഹാദ ലഹുൽ ഖസസുൽ ഹഖ് പേജ്. ഈ പേജിൽ ഹാ അൻതും ഹാ ഉലായി ഖുർആനിൽ പല സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. ഹാ അൻതും ഹാ ഉലായി എന്ന് പറയുമ്പോൾ ഇതാ ഹാ അൻതും ഹാ ഉലായി ഹാജജിത്തും, ഹാ അൻതും ഹാ ഉലായി ഹാജജിത്തും എന്ന് കാണാം. മറ്റൊന്നാണ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹാ അൻതും ഹാ ഉലായി ഹാ അൻതും ഉലാഹി തുഹിബൂനും ആൽ ഇമ്രാനിൽ. മറ്റൊന്ന് നിസാ ഹാ അൻതും ഹാ ഉലായി ജാദൽത്തും, ഹാ അൻതും ഹാ ഉലായി തുദാവുൻ അലി തുംഫിഖു. ഇങ്ങനെ 4 രൂപത്തിൽ വന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്, 4 രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിച്ചോതിയാൽ മതി. പിന്നെന്താണ് വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞിട്ട് ഈ ആയത്തിന് ശേഷം ഇന്ന ഉലന്നാസി എന്നത് പലരും ഒതുവില്ല, തെറ്റിക്കും. പകരം വേറെ ഏതോ ഒരു ലന്തനാലുവിൻ്റെ ആദ്യത്തെ പേജിലുണ്ട് ഇന്നബല വൈത്തി മുതലിന്നാസിൽ അല്ലാതെ വിഭുക്കഥ. അപ്പോൾ അത് ഒതിപ്പോകും. അത് തെറ്റാണ്, ചില ഹാഫിലുകളിൽ കാണുന്നത് തെറ്റാണ്. പിന്നെ ഈ പേജിൽ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. യാഹിലൽ കിതാബ് എന്ന് 3 വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ 3 ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിൽ വേണം, മാറിപ്പോരുത്. അടുത്ത പേജിൻ്റെ തുടക്കവും യാഹിലൽ കിതാബാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും വേണം. പിന്നെ ഈ അടുത്ത പേജ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ആയത്താണ് കൂടുതൽ ആളുകളും തെറ്റിക്കാറുള്ളത്. കാരണം ലാസ്റ്റ് ആയത്ത് നിങ്ങൾക്കറിയാം, കൂടുതൽ ആളുകളും തെറ്റിക്കുന്ന ലാസ്റ്റ് ആയത്ത് എന്ന് പറഞ്ഞാൽ ഇതാ ഇന്നല്ലദീന യശ്തറൂന ബിഅഹ്ദില്ലാഹി വഅയ്മാനിഹിം സമനൻ ഖലീലൻ ഉലൈക ലാ ഖലാഖ ലഹും. ഇവിടെ ഉലൈക മാ യഖുലൂന എന്ന് പറഞ്ഞിട്ട് സൈഖൂലിലേക്ക് പോകും ചില ആൾക്കാർ. മറ്റൊന്ന് വലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം എന്ന് എക്സ്ട്രാ ഉണ്ട്, അത് നമ്മൾ പറയൂല ഇവിടെ. വലാ യുസക്കിയും ഓതി തെറ്റോതി പൂർത്തിയാക്കും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം, തെറ്റ് വരാതിരിക്കാൻ ഈ പേജിൽ ഈ ഒരു ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ പേജിൽ അങ്ങനെ തെറ്റുന്നതായിട്ട് കാണുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ വല്ലാഹു വാസിയുൻ അലീം വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, രണ്ടും മയ്യശ ആണ്. അപ്പോൾ ഇവിടെ മയ്യശ ഓതിയിട്ട് വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം ഓതി പോരുത്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത പേജിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇന്ന മിൻഹും ലഫരീഖൻ യൽവൂന അൽസിനത്തുഹും ബിൽ കിതാബി ലിതഹ്സബുഹു. ഇവിടെ കൂട്ടത്തിൽ പറയാൻ വിട്ട ഒരു കാര്യം, ചില ആളുകൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ചില ആളുകൾ യഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ, തൊട്ട് മുമ്പത്തെ ഈ പേജിൽ വഹും യഅലമൂൻ എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് ചില ആളുകൾ നേരെ ഇവിടെ ഒരു വഹും യഅലമൂൻ എന്നുള്ളതുകൊണ്ട് ഇതാട്ട് ഓതും. അവിടെ ബലാമൻ നൗഫബി അഹദീന ഓതുണ്ട്. അപ്പോൾ 2 പേജിലും കഴിഞ്ഞ പേജിൻ്റെ ലാസ്റ്റിൻ്റെ തൊട്ട് മുമ്പത്തെ ആയത്ത് തുടങ്ങുന്നതിന് മുമ്പും വഹും യഅലമൂന്നുണ്ട്, ഈ പേജിൻ്റെ ഫസ്റ്റ് ആയത്തിൻ്റെ ഒടുവിലും വഹും യഅലമൂന്നുണ്ട്. അപ്പോൾ മാറിപ്പോരുത്, ശ്രദ്ധിക്കുക. മറ്റൊന്ന് വലാ യഅ്മുറുക്കും എന്ന് ചില ആളുകൾ ഓതിപ്പോകാറുണ്ട്, വലാ യഅ്മുറക്കും ഉത്തിഹയിലേക്ക് അത്ഫായിട്ടായിരിക്കും. അപ്പോൾ നാസിബ് ആകുമ്പം ഇവിടെ നസ്ബന്നെ ചെയ്യണമല്ലോ, ആ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തെറ്റുണ്ടാവാൻ പാടില്ല. പിന്നെ ഈ പേജിൽ വൈദാഖദല്ലാഹു മീസാഖൻ നബിയീന വൈദാഖദല്ലാഹു മീസാഖൽ ലദീന എന്നുള്ളത് നമ്മൾ ഇവിടെ ലന്തനാലിൽ വരാനുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് വൈദാഖദല്ലാഹു മീസാഖൻ നബിയീന, നബിമാർക്കുള്ള മീസാഖ് ഉടമ്പടിയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, മാറിപ്പോയത്. പിന്നെ അടുത്ത പേജിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇതാ വൈദാഖല്ലാഹു മീസാഖൻ നബിയീന മീസാഖൽ ലദീന, അതിൻ്റെ പേജ് നമ്പറാണ് 171 ഇവിടെ. അതേ സ്ഥാനത്ത് 187 ആയത്താണ് വൈദാഖല്ലാഹു മീസാഖൽ ലദീന ഊത്തുൽ കിതാബ. മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് അടുത്ത പേജിൽ ഒരുപാട് മുത്തശാബിഹാത്തുണ്ട്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് വമാ ഉൻസില അലൈന വമാ ഉൻസില അല വമാ ഉൻസില ഇലൈന നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, അലിഫ്ലാമിയിലുണ്ട്. അതേപോലെ വമാ ഊത്തിയ മൂസ വൈസ വമാ ഊത്തിയ നബിയുനെയും വക്കാലു കൂനു ഹൂദൻ എന്ന് പറയുന്ന അലിഫ്ലാമീമിൻ്റെ ലാസ്റ്റ് പേജിലുണ്ട്. അപ്പോൾ നമുക്ക് മാറിപ്പോകാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ഫൈൻ ആമനു എന്നാണ് ഇവിടെ ഫമയ്യബത്തറിയാണ്. പിന്നെ മറ്റൊന്ന് ഉലായിക്ക ജസാഉഹും അന്ന അലൈഹിം മഗ്ഫിറത്തുൻ വേറുണ്ട്. ഇവിടെ ഉലായിക്ക ജസാഉഹും അന്ന അലൈഹിം മഗ്ഫിറത്ത് എന്നുള്ളത് ലന്തനാലു ജുസിലാണ്. ഖാലിദീന ഫിഹാ ലാ യഖഫു അൻഹുൽ അദാബു വലാ ഹും യുൻദറൂൻ. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് ഈ അരപ്പേജ് പല ആളുകൾക്കും പലപ്പോഴായിട്ട് തെറ്റിക്കുകയും പരീക്ഷയ്ക്കും അതേപോലെ തന്നെ മത്സരത്തിനൊക്കെ നമ്മൾ പ്രത്യേകം ചോദിക്കുന്ന ഒരു ഭാഗം. കാരണം ഇവിടെ എങ്ങനെയാലും മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഖാലിദീന ഫിഹാ എന്നുള്ള ഭാഗം ഖുർആനിൽ ഇത്ര വന്നിട്ടുണ്ട്. ഇത്രയും സ്ഥലങ്ങൾ, അതായത് 9 സ്ഥലങ്ങളിൽ, ഈ 9 സ്ഥലങ്ങളിൽ ഖാലിദീന ഫിഹ എന്ന് പറഞ്ഞിട്ട് ഖാലിദീന വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് തെറ്റിപ്പോകല്ലോ. ചിലത് ഖാലിദീന ഫിഹ അബദ, ചിലത് ഖാലിദീന ഫീഹി, ചിലത് ഖാലിദീന ഫിഹ, അങ്ങനെയുള്ളത്. അപ്പോൾ ഇവിടെ ഖാലിദീന ഫിഹ ലാ യുഖഫഫു അൻഹുൽ അദാബു എന്ന് പറഞ്ഞിട്ട് വലാഹും യുൻദറൂൻ വഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, അങ്ങോട്ടാണ് പല ആളുകൾ ഇത് തെറ്റിക്കുക സയഖൂലുവിലേക്ക്. നമ്മൾ ശ്രദ്ധിക്കണം, അത് 162 ആയത്താണ്. പക്ഷേ നമ്മളിപ്പോൾ ഉള്ളത് 88 ആൽ ഇമ്രാൻ 88 ആയത്തിലുള്ളത് എന്നുള്ള ബോധമാണ്. മറ്റൊന്നാണ് ഇല്ലല്ലദീന താബു മിൻ ബഅദി ദാലിക വസ്ലു ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം. ഇത് കഴിഞ്ഞിട്ട് ഇന്നല്ലദീന കഫറു ബഅദ ഈമാനിഹിം സുമ്മസ്ദാദു കുഫ്റൻ ഇന്നല്ലദീന കഫറു വമാതുഹും കുഫാർ എന്ന് പറഞ്ഞ ചില ആൾക്കാർ ഓതും, അത് അടുത്ത ആയത്താണ്. അതിൽ തന്നെ ഇന്നല്ലദീന കഫറു ബഅദ ഈമാനിഹിം സുമ്മസ്ദാദു വമാതുഹും കുഫാറുൻ ഉലൈക അലൈഹിം ലാനത്തുല്ലാഹ് എന്നല്ല ഇവിടെ, അത് സയഖൂലുലാണ്. ഉലൈക അലൈഹിം ലാനത്തുല്ലാഹ് എന്ന് ഓതിയാൽ തെറ്റാണ്. ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽ അർദി എന്ന് നമ്മൾ ഓതണം. അപ്പോൾ ഇവിടെ സയഖൂലുവിലെ ആ ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്ന് പറയുന്ന പേജ് വലാ തഖൂലു ലിമൻ യഖ്തുലു ഫീ സബീലില്ലാഹി അംവാത്ത്, ആ പേജിനോട് ഈ അരപ്പേജിന് വല്ലാത്ത സാദൃശ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തെറ്റിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മനസ്സിൽ കാര്യം ഉണ്ടാവണം. ഇനി ലന്തനാലു പേജ് തുടങ്ങുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വത്തബിയു മില്ലത്ത ഇബ്രാഹിം ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ
ഇവിടെ ഒരു ഒമാക്കാനും ശരിക്കും നേരെ കഴിഞ്ഞത് പോയതുകൊണ്ട് ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിം, അവിടെ ഇബ്രാഹിം നബീനെ കുറിച്ചാണ് പറയണത്. അപ്പോൾ ചില ആൾക്കാർ ഇന്ന ഔലന്നാസി നോക്കിപ്പോയി, ഇന്ന അവല ബൈത്തിൽ നിന്നാണ് ഇവിടെ ഉള്ളത്, നമ്മൾ മനസ്സിലാക്കണം, മാറിപ്പോരുത്. മറ്റൊന്നാണ് ഈ പേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, മൻ ആമന തബൂനഹ ഇവജൻ എന്നാണ് ഇവിടെ ഉള്ളത്. മൻ ആമന ബിഹി വ തബൂനഹ ഇവജൻ, അത് കുറച്ച് കഴിഞ്ഞിട്ട് വരാനുണ്ട്, നമ്മൾ ആറാഫിൽ വരാനുണ്ട്. അപ്പോൾ ഇത് ഭാഗം ചില ആളുകൾ തെറ്റിക്കാറുണ്ട്. പിന്നെ ലന്തനാല് ജുസിൽ തന്നെ 2 വട്ടമുള്ളതാണ് യാ യുല്ലദീന ആമനു ഇൻ തുതിഉ ഫരീഖൻ എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതേ സ്ഥാനത്ത് ഇൻ തുതിഉ ല്ലദീന കഫറു യർദുക്കും കുറച്ച് പേജ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ വേണം, അപ്പോൾ തെറ്റിക്കരുത്. അപ്പോൾ ഈ രൂപത്തിൽ ആലു ഇമ്രാനിലെ ഈ ലന്തനാലുവിൻ്റെ ആദ്യത്തെ പേജിൽ വരുന്ന മിസ്റ്റേക്കുകൾ നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. ഇനി രണ്ടാമത്തെ പേജിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ അവിടെ കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തിഹി ലഅല്ലക്കും തഹ്തദൂൻ എന്ന് പറയുന്ന ഈ സംഭവം നമ്മുടെ മനസ്സിൽ വേണം. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാത്തിഹി എന്നാണ്, ലക്കുമിൽ ആയാത്തി അല്ല. അപ്പോൾ അതുണ്ടായാൽ മതി. പിന്നെ ബാക്കിയൊക്കെ തിൽക്ക ആയാത്തുള്ള നത്ലുഹ അലൈക ബിൽ ഹക്ക് മുമ്പ് പറഞ്ഞതാ. വൈന്നക മിനൽ മുർസലീൻ അവിടെ തിൽക്ക റസൂലിൻ്റെ മുമ്പുള്ള ആയത്താണ്. ഇവിടെ തിൽക്ക ആയാത്തുല്ലാഹി നത്ലുഹ അലൈക ബിൽ ഹക്ക് വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ എന്നുള്ളത് മാറിപ്പോകരുത്. പിന്നെ ചില ആളുകൾക്ക് വരുന്നൊരു തെറ്റാണ്, കുന്തും ഖൈറ ഉമ്മത്തിൻ എന്നുള്ള ഈ ആയത്ത് ഓതി കഴിഞ്ഞാൽ അവരെന്താക്കും, തൻഹൗന അനിൽ മുങ്കരി വത്തുമിനൂന ബില്ലാ, ഇവിടെ രണ്ടോ തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുങ്കരി വത്തുമിനൂന ബില്ലാ, ഇത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ പകച്ചു പോകും. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി ശ്രദ്ധിച്ച് വെക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വയഖ്തുലൂനൽ അംബിയ ബിഗൈരി ഹക്ക് വന്ന സ്ഥലം ഇതാണ്, വയഖ്തുലൂനൽ അംബിയ ബിഗൈരി ഹക്ക്. നേരത്തെ വയഖ്തുലൂനൽ നബിയീന എന്നായിരുന്നു ആലു ഇമ്രാൻ്റെ 3ാമത്തെ പേജിൽ ഉണ്ടായിരുന്നത്. ഇവിടെ വയഖ്തുലൂനൽ അംബിയ ബിഗൈരി ഹക്ക് എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വയുസാരിഊന ഫിൽ ഖൈറാത്ത്. ഇത് ചില ആളുകൾ ഓതാറില്ല, സാധാരണ ഇത് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഓതാതെ വൗലായിക മിനസ് സ്വാലിഹീൻ ഓതി പൂർത്തിയാക്കും, അത് തെറ്റാണ്. അത് നമ്മളെ ഹിഫ്ളിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പിന്നെ വലില്ലാഹി മാഫിസ് സമാവാത്തി വ മാഫിൽ അർദ് ഖുർആനിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. വലില്ലാഹി മാഫിസ് സമാവാത്തി വ മാഫിൽ അർദ്, ഒന്ന് ബഖറയിലുണ്ടായിരുന്നു, മറ്റൊന്ന് ആലി ഇമ്രാനിൽ, മറ്റൊന്ന് ഇനി വരാനുണ്ട്, മറ്റൊന്ന് നിസായിൽ 3 സ്ഥലത്തുണ്ട്, ലുഖ്മാനിൽ, നജ്മിൽ. ചുരുക്കി പറഞ്ഞാൽ 8 സ്ഥലങ്ങളിൽ ഖുർആനിൽ വലില്ലാഹി മാഫിസ് സമാവാത്തി വ മാഫിൽ അർദ് എന്നുള്ള വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക, തെറ്റിക്കാതെ മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പേജിൽ നമ്മൾ കൂടുതൽ പറയുന്നില്ല, ഇനി കുറേ ആവർത്തനമായിരിക്കും. വൗലായിക അസ്ഹാബുൻ നാരി ഫിഹാ ഖാലിദൂൻ, നേരത്തെ ആലു ഇമ്രാൻ്റെ 2ാമത്തെ പേജിൽ നമ്മൾ പറഞ്ഞതാണ്, മാറിപ്പോകുന്ന ഭാഗമാണ്, അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചില ആളുകൾക്ക് വരുന്നൊരു മിസ്റ്റേക്കാണ് വലാക്കിൻ അംഫുസം എന്നേ ഉള്ളൂ, വലാക്കിൻ കാനു അംഫുസം ഓതിപ്പോവുക, ഉണ്ടാവരുത്. വലാക്കിൻ അംഫുസം എന്നേ ഉള്ളൂ. മാ തുഖ്ഫിസു ഖദ് ബയ്യന ലക്കുമുൽ ആയാത്തി ലഅല്ലക്കും തഅഖിലൂൻ ഓതിപ്പോവുക, അതോടെ ഇൻകുന്തും തഅഖിലൂനാണ്. ഹാ അൻതും ഹാ ഉലായി ഓതിപ്പോവുക, ഹാ അൻതും ഉലായിയാണ്. ഈ 3 തെറ്റുകൾ ഈ പേജിൽ വരാറുണ്ട്. പിന്നെ അടുത്ത പേജിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ പേജ് നമ്മളെ അംഫാലുമായിട്ട് നല്ല സാദൃശ്യത്തുള്ള പേജാണ്. വമാ ജഅലല്ലാഹു ഇല്ലാ ബുശ്റാ വലിതത്മഇന്ന ബിഹി ഖുലൂബുക്കും എന്നൊക്കെയാണ് അംഫാലുള്ളത്. പക്ഷേ വമാ ജഅലല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും വലിതത്മഇന്ന ഖുലൂബുക്കും ബിഹി എന്നാണ് വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ എന്നവിടെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. പിന്നെ നേരത്തെ പറഞ്ഞൊരു വലില്ലാഹി മാഫി സമാത്തി മാഫിൽ ഇത് അവിടെ ഉണ്ട്, അപ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ലാസ്റ്റ് ആയത്ത് വാത്തിയുല്ലാഹ് വാത്തിയു റസൂലാണ്, സാധാരണ കുല്ലാത്തിയുള്ള അങ്ങനെ കുറേ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏതായാലും സമയമായിട്ടുണ്ട്, ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. വസാരി വില മഗ്ഫിറത്തിൻ റബ്ബിക്കും, ഈ പേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വജന്നത്തിൻ അർലുഹ കാർലി ഹദീദിലുണ്ട്. അപ്പോൾ ഹദീദിലുള്ള ആ ഒരു പേജിനോട് നമ്മൾ മാറിപ്പോയത് വജന്നത്തിൻ അർലുഹസ്സമാവാത്തു വൽ അർദു എന്ന് വിടുള്ളൂ. അപ്പോൾ അത്ര മതി നമ്മൾ. വജന്നത്തിൻ അർലുഹസ്സമാവാത്തു വൽ അർദു നോക്കുക. പിന്നെ അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ആവർത്തിച്ച് വന്നത് ഉലായിക ജസാഉഹും മഗ്ഫിറത്തിൻ, ഇവിടെ മാറിപ്പോകും. ഇത് ഇന്നലെ പറഞ്ഞതാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. പിന്നെ ഇവിടെ വരുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഹാദാ ബയാനു ലിന്നാസി വഹുദൻ വമൗഇളത്തുൻ വമൗഇളത്തൻ എന്ന് ഓതി പോകാറുണ്ട്, നെസ്ബ് അങ്ങനെ കൊടുക്കാറുണ്ട്. വമൗഇളത്തൻ വഹുദൻ എന്നുള്ളിടത്ത് നെസ്ബ് ഉണ്ട്, പക്ഷേ അത് മുഖദ്ദറാണല്ലോ. അപ്പോൾ ചില ആളുകൾ ദാഹിറിൽ വഹുദൻ എന്ന് പറയുമ്പോൾ വമൗഇളത്തൻ എന്ന അതിഫെയ്ത് ഓതി പോകും, തെറ്റാണത്. പിന്നെ ഈ പേജ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മുമ്പിലുള്ള ഒരു പേജ് വലിയ മഹിസല്ലാഹു ലദീന ആമനു വയംഹഖൽ കാഫിരീന പേജാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഒന്ന് ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും, മുമ്പ് കഴിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇവിടെ വലമ്മാ യഅലമിയാണ് നമ്മുടെ മനസ്സിൽ വേണം. പിന്നെ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ എന്ന് പറയുന്ന മുത്ത റസൂലുള്ളാഹിൻ്റെ പേര് വന്ന ഒരു 4 സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണല്ലോ അത്. അപ്പോൾ അത് നമ്മൾ ഒരു മുഹിബ് എന്നുള്ള നിലക്ക് മുത്ത റസൂലുള്ളാഹിൻ്റെ പേരിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണമല്ലോ. അപ്പോൾ ഇവിടെയാണ് അത് വന്നിട്ടുള്ളത്.
പിന്നെ ഈ മിൻ നബീൻ ഖാത്തല മാഹു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു മുത്തശാബിയാത്ത് ഉണ്ട്. മക്കാന കോലും ഇല്ലാൻ കാലും റബ്ബന ഫുല്ലന വസബി തഖദാമന ബക്കറയിൽ നമ്മൾ മുമ്പ് പറഞ്ഞു പോയതാണ്. അവിടെ വലമാ പറസു സൈഖുലിൻ്റെ ലാസ്റ്റ് പേജിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. പിന്നെ റസൂലുള്ളാഹിൻ്റെ നാമങ്ങൾ വന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മുഹമ്മദ് റസൂലുള്ള ഫതഹിൽ, ഒന്ന് അഹമ്മദ് സൊഫിൽ, മറ്റൊന്ന് അഹിസാബിൽ മക്കാന മുഹമ്മദ്, സൂറത്തുൽ മുഹമ്മദ്, നസ്സല അല മുഹമ്മദ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ മുത്ത് റസൂലുള്ളാഹിനോടുള്ള ഒരു ഹുബിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ പേര് ഖുർആനിൽ വന്ന സ്ഥലങ്ങളൊക്കെ ഏതൊരു ഹാഫിദും പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം ഈ ഹാഫിദുകൾക്ക് ഇത്തരം വിഷയങ്ങളൊന്നും അറിയില്ല. അതേ സ്ഥാനത്ത് സാധാരണക്കാർ ഈ കാര്യങ്ങളൊക്കെ നല്ലവണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെക്കുകയും മറ്റുമൊക്കെ. ഈ അടുത്ത് തന്നെ ഞാൻ ഒരാളോട് ചോദിച്ചു, ഈ എല്ലാ ആയത്തിലും അള്ളാഹ് എന്ന് പറയുന്ന ജലാലത്തിൻ്റെ പദം വന്നിട്ടുള്ള ഇസ്മ വന്നിട്ടുള്ള സൂറത്ത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾക്ക് കിട്ടിയില്ല. അയാൾ ഖുർആൻ പഠിച്ച ആളാണ്. പക്ഷേ പിന്നീട് നമ്മൾ സാധാരണക്കാരോട് ഖുർആൻ ഗിസുലും മത്സരത്തിനൊക്കെ ഇത് ചോദിക്കും, അവർ ചാടി ഉത്തരം പറയും, എല്ലാവർക്കും അറിയുന്നത്. അപ്പം അത്തരത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ചില മാലൂമാത്തുകൾ ഹാഫിദുകൾ പ്രത്യേകം പഠിച്ചു വെക്കുകയും മനസ്സിലാക്കുകയും വേണമെന്ന് സാന്ദർഭികമായി ഉണർത്തും. 69-ാമത്തെ പേജിൻ്റെ ആദ്യത്തെ ആയത്ത് 149-ാമത്തെ ആയത്ത് നമുക്കറിയാം. ലന്തനാലു ജുസ്ഇൻ്റെ 1-ാമത്തെ പേജിലെ ലാസ്റ്റ് വരിയുമായിട്ട് തശാബുള്ള ആയത്താണ്. അപ്പോൾ നമ്മൾ ഈ ആയത്ത് ഇൻതുത്തീഉ ഉല്ലദീന കഫറു, അവിടെ ഇൻതുത്തീഉ ഫരീഖൻ എന്ന അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം 100-ാമത്തെ ആയത്തുമായിട്ട് ഇതിന് സാദൃശ്യതയുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊന്ന് മഅ്വാകുമുന്നാർ വബിഇസ മസ്വല്ലാലിമീൻ എന്ന ഈ ഭാഗം പലപ്പോഴും പലർക്കും തെറ്റുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. ഇതൊരു മുത്തശാബിഹാണ്. മറ്റൊന്ന് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ പേജിൽ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ അടുത്ത പേജിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുന്ന 70-ാമത്തെ ഈ പേജിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുന്ന ഈ ആയത്ത് നിങ്ങൾ കാണുന്നുണ്ടാകും. ഈ ആയത്ത് ലാ തകൂനു കല്ലദീന കഫറു ലാ തകൂനു കല്ലദീന ആദു മൂസ ഫബറഅല്ലാഹു മിമ്മാ ഖാലു എന്ന് സൂറത്തുൽ അഹ്സാബിലുണ്ട്. അപ്പോൾ ലാ തകൂൻ എന്ന് ഖുർആനിൽ 2 വട്ടം വന്നിട്ടുണ്ട്. ആ 2 സ്ഥലങ്ങളാണ് താഴെ കാണിക്കുന്നത്. ഒന്ന് അഹ്സാബിലും ഒന്ന് ആലു ഇമ്രാനിലുമാണ്. ആ 2 സ്ഥലങ്ങളാണ്. ഒന്ന് ഇവിടെ 186-ാമത്തെ ആയത്ത്, മറ്റൊന്ന് അഹ്സാബിൽ 169-ാമത്തെ ആയത്തുമാണത്. ശരി, മറ്റൊന്ന് അടുത്ത പേജിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിരീൻ ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, ഇത് രണ്ടും ചില ആളുകൾക്ക് മാറിപ്പോവാറുണ്ട്. ശ്രദ്ധിക്കുക, അങ്ങനെ ഇത് രണ്ടും മാറിപ്പോകുന്ന ഒരു മിസ്റ്റേക്ക് കാണാറുണ്ട്, അത് പാടില്ല. ഏതായാലും ഖുർആനിൽ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ എന്ന് ഖുർആനിൽ വന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഒന്ന് നോട്ട് ചെയ്യാവുന്നതാണ്. 7 സ്ഥലങ്ങളാണ്. അതിൽ ആലു ഇമ്രാനിൽ തന്നെ 2 ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് 2-ാമത്തെ സ്ഥലത്താണ്. ഒന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഒന്ന് മായിദയിലുണ്ട്, ഒന്ന് തൗബയിലുണ്ട്, ഇബ്രാഹിം, മുജാദല, തഗാബുൻ, ഇങ്ങനെ 7 സ്ഥലങ്ങളിലായിട്ടാണ് ഫല്യതവക്കലിൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന ഭാഗം വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ പേജിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലാസ്റ്റ് ആയത്തിൽ അതിന് മുമ്പുള്ള ആയത്ത് 164-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ഇതിൽ വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനു മിൻ ഖബ്ലു ഫീ ദലാലിൻ മുബീൻ, സൂറത്തുൽ ജുമുഅയായിട്ട് വലിയ സാദൃശ്യതയുള്ളൊരു ഭാഗമാണ്. ചില ആളുകൾ അവിടെ അങ്ങനെ ഓതി പോകാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ഓതിക്കഴിഞ്ഞ് പിന്നെ ജുമുഅയിലേക്ക് എത്തിപ്പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവാറുണ്ട്. അങ്ങനെയല്ല ഇവിടെ നമ്മൾ അത് കഴിഞ്ഞ് അവലമ്മ ആസാബത്തുക്കും മുസീബത്തിന് എന്നുള്ള ഭാഗം തന്നെ ഓതാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ മുത്തശാബിഹാത്ത് കുറവാണ്, എന്നാലും ചിലതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ, ഇവിടെ നസ്ബാണ്. നമ്മൾ വലാ തഖൂലു ലിമൻ യുഖ്തലു എന്ന് പറയുന്ന സയഖൂലുവിൻ്റെ 3-ാമത്തെ പേജിൽ അംവാത്തുൻ റഫ്ആണ്. പിന്നെ വലാകില്ലാ തശ്ഉറൂൻ എന്നാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ ഉള്ളത് ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്നാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, മാറിപ്പോവാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഈ പേജിൽ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പേജിലല്ല, തൊട്ടടുത്ത പേജിൽ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും സ്ക്രീനിൽ. ഇവിടെ ഇന്നമ ദാലികും ശൈത്വാൻ യുഖവ്വിഫു ഔലിയാഹു ഫലാ തഖാഫു വഖാഫൂൻ ഇൻ കുൻതും മുഅ്മിനീൻ. ഈ ആയത്ത് കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള 3 ആയത്തുകൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇത് അലീം എന്നാണ്, ഇത് അലീം എന്നാണ്, ഇത് മുഹീൻ എന്നാണ്. 3 പദത്തിൻ്റെയും തൊട്ട് മുമ്പുള്ളത് അദാബ് എന്നാണ്. അപ്പോൾ അദാബുൻ അലീം, അദാബുൻ അലീം, അദാബ് മുഹീൻ. അപ്പോൾ ഇവിടെ മാറിപ്പോവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ സ്വാഭാവികമായിട്ടും വലാ യഹ്സബന്നല്ലദീന കഫറു അന്നമാ നുംലി ലഹും എന്നാണ് ഇവിടെ ഉള്ളത്. തൊട്ടു താഴെ വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂൻ ഉണ്ട്. ഇനി അടുത്ത പേജ് കഴിഞ്ഞിട്ട് അടുത്ത പേജിൽ, അതായത് ഫസ്റ്റ് വൈദ് അഖദല്ലാഹു മീസാഖല്ലദീന എന്ന് പറയുന്ന പേജിൽ വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ അതവ്വ യുഹിബ്ബൂന ഉണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് വലാ യഹ്സബന്ന പറയുന്ന ഭാഗമാണ് ഇവിടെ. പല ആളുകൾക്ക് മാറിപ്പോവാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഇത് ഒരിക്കലും തെറ്റിപ്പോകരുത്. പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിൽ പറയാനുള്ളത് ലഖദ് സമിഅല്ലാഹു ഖൗലല്ലദീന ഖാലു ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയ എന്ന് പറയുന്ന ഈ പേജിൽ ദാലിക ബിമാ ഖദ്ദമത് ഐദീകും വഅന്നല്ലാഹ ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, ഇത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 182-ാമത്തെ ആയത്ത്. മറ്റൊന്നാണ് ഈ പേജിൽ 184-ാമത്തെ ആയത്ത് ആവർത്തിച്ച് വന്നതായിട്ട് കാണാം.
പിന്നെ 185-ാമത്തെ ആയത്ത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഈ ആയത്തുകളൊക്കെ ആവർത്തിച്ച് വന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ദാലിക ബിമാ ഖദ്ദമത് ഐദീക്കും വ അന്നല്ലാഹ ലൈസ ബിദല്ലാമിൻ ലിൽ അബീദ് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ദാലിക ബിമാ ഖദ്ദമത് ഐദീക്കും എന്നാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഐദീക്കും യദാക്ക എന്നാണ് ഹജ്ജിലുള്ളത്, ഐദീക്കും എന്നാണ് അംഫാൽ. അപ്പോൾ 3 രൂപത്തിൽ 3 തവണ ആവർത്തിച്ച് വന്ന സ്ഥലമാണ്. മറ്റൊന്ന് നമുക്കറിയാം ഫൈൻ ഗദ്ദബൂക്ക എന്ന് പറയുന്ന ഈ ഒരു ആയത്ത്, ഫൈൻ ഗദ്ദബൂക്ക ഫഖദ് കുത്തിബ റസൂലും മിൻ ഖബ്ലിക. അവിടെ ഫൈൻ ഗദ്ദബൂക്ക ഫഖദ് കുത്തിബ റസൂൽ എന്നാണ്. അതേപോലെ തന്നെ ഫൈൻ ജാഉ ബിൽ ബയ്യിനാത്തി, ഇവിടെ ഈ ആയത്തിൻ്റെ ഒടുവിൽ വസ്സുബിരി വൽ കിതാബിൽ മുനീർ, നമുക്കറിയാം മറ്റൊരു സ്ഥലത്ത് വബിസുബിരി വബിൽ കിതാബിൽ മുനീർ എന്നുണ്ട്. അപ്പോൾ ഇത് മാറിപ്പോരുത്. പിന്നെ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഖുർആനിൽ 3 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നമാ തുവഫൗന എന്നാണ് ശേഷമുള്ളത്. അത് ആലി ഇമ്രാനിൻ്റെ 185, സൂറത്തുൽ അംബിയായിൻ്റെ 35, സൂറത്തുൽ അൻകബൂത്തിൻ്റെ 57, ഇങ്ങനെ 3 ആയത്തുകളിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതും നമ്മൾ ശ്രദ്ധിക്കുക. ഏതായാലും ഈ രൂപത്തിലാണ് ഈ പേജിൽ മുത്തശാബിഹാത്തുകൾ ഉള്ളത്. മാറിപ്പോകുന്ന ഭാഗങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം. മറ്റൊന്ന് അടുത്ത പേജിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു ലാ തഹ്സബന്നല്ലദീന യഫ്റഹൂന 177-ാമത്തെ ഈ ആയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 177-ാമത്തെ ഈ ആയത്ത് ഇതിൽ തശാബുഹ് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദി വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖുർആനിൽ വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദി എന്ന് വന്ന സ്ഥലങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അൽ ഇമ്രാൻ, മാഇദ, നൂർ, ഷൂറ, ജാസിയ, ഫത്ഹ് 6 സ്ഥലങ്ങളിലാണ് വന്നിട്ടുള്ളത്. മറ്റൊന്ന് ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഉള്ളത് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു എന്ന് കഴിഞ്ഞാൽ ഇവിടെ സവാബും മിൻ ഇൻദില്ല, ഇവിടെ സവാബും മിൻ ഇൻദില്ല എന്നാണ് ഓതേണ്ടത്. അതേ സ്ഥാനത്ത് 2 ആയത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുന്നുണ്ടാകും ലാക്കിൻ ഇല്ലദീന തഖൗ, അവിടെ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ, ഇവിടെ സവാബും മിൻ ഇൻദില്ല, അവിടെ നുസുലം മിൻ ഇൻദില്ല. ഇത് രണ്ടും മാറിപ്പോവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത സൂറത്തിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ സൂറത്തുൻ നിസാ നമുക്കറിയാം യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഖുർആനിലുള്ള ആയത്തുകളാണ് സൈഡിൽ നോട്ട് ചെയ്തിട്ടുള്ളത്. സൈഡിൽ കൊടുത്തിട്ടുള്ള ഇത്രയും സ്ഥലങ്ങൾ യാ അയ്യുഹന്നാസ് എന്ന് പറയുന്ന ആയത്ത് തുടങ്ങുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ യാ അയ്യുഹന്നാസ് ഉത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും എന്ന് നമ്മൾ ഓതുമ്പം ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. ചില ആളുകളൊക്കെ യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ട് ഉത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്ത എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ഹജ്ജിലേക്കൊക്കെ ഓതി പോകാറുണ്ട്, മാറിപ്പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. പിന്നെ നമുക്ക് ഈ ആയത്തിൽ ഈ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത് 2 മിസ്റ്റേക്ക് ഉണ്ട്. വൈൻ ഖിഫ്തും എന്നാണ് ആദ്യം, രണ്ടാമതാണ് ഫൈൻ ഖിഫ്തും. ആദ്യം വാവ് പിന്നെ ഫാ, ഈ രൂപത്തിലാണ് ഇവിടെ ഓതേണ്ടത്. പിന്നെ മറ്റൊന്ന് അംവാലക്കുമുല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമൻ വർസുഖുഹും, വാവ് കൊണ്ടാണ് ഇവിടെ വക്സുഹും ഫിഹ വഖൂലു ലഹും ഖൗലൻ മഅറൂഫ. ഇത് നോട്ട് ചെയ്യുക. ഇല്ല ബാക്കി ഞാൻ പിന്നീട് പറയും. പിന്നെ ഈ പേജിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആണോ ഫൈൻ ഖിഫ്തും ഫർസുഖൂഹും മിൻഹു വഖൂലു ലഹും ഖൗലൻ മഅറൂഫ. ആ പേജാണ് ഓതുന്നതെങ്കിൽ വബ്തലുൽ യതാമ എന്ന ആയത്ത് ഓതുകയും ഇനി 7-ാമത്തെ ആയത്താണ് ഓതി കഴിയുന്നതെങ്കിൽ പിന്നെ അവിടെ 9-ാമത്തെ ആയത്ത് വരുന്നത് വല്യഖ്ശല്ലദീന ലൗ തറക്കു മിൻ ഖൽഫിഹിം എന്ന ഭാഗവുമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിലാണ് നമ്മൾ ഈ പേജിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്കൊക്കെ അറിയാം, എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുന്ന മാറിപ്പോകുന്ന ഒരു സാദൃശ്യതയുള്ളൊരു ഭാഗമാണ് യൂസിക്കുമുല്ലാഹു വലക്കും നിസ്ഫു നമ്മൾ പറയുന്ന ഈ വലിയ ആയത്തുകൾ അല്ലേ. അനന്തര സ്വത്തിനെക്കുറിച്ച് ഖുർആൻ പ്രതിപാദിച്ച ഈ സ്ഥലത്ത് അള്ളാഹു പറയുന്ന ഓരോ കണക്കുകൾ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ യൂസി, അതേപോലെ തന്നെ ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ എന്നാണ്. അതേ സ്ഥാനത്ത് അടുത്ത ആയത്ത് നമ്മൾ ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അവിടെ യൂസീനുണ്ട്, തൂസൂനയുണ്ട്, അതേപോലെ യൂസ എന്നുണ്ട്. അവിടെ വല്ലാഹു അലീമുൻ ഹലീം എന്നിങ്ങനെയാണ് അവസാനിക്കുന്നത്. ഈ രൂപത്തിൽ വരുന്ന മാറ്റങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റുകളിലൊന്നും ആരും അകപ്പെടരുത്. പിന്നെ 13-ാമത്തതും 14-ാമത്തതുമായ ആയത്തുകൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആനിൽ പരാവർത്തി വന്നതുകൊണ്ട് തന്നെ ഖാലിദീന ഫീഹ വദാലിക്കൽ ഫൗസുൽ അദീം, പലർക്കും അവിടെ മാറിപ്പോകാറുണ്ട്. ഇവിടെ ഖാലിദം ഫീഹ, നേരത്തെ ഖാലിദീന, ഇവിടെ ഖാലിദം ഫീഹ ദാലിക്കൽ ഫൗസുൽ അദീം എന്ന് മുകളിലാണെങ്കിൽ ഇവിടെ വലഹു അദാബും ബിൻ. ഖുർആനിൽ ഈ ദാലിക്കൽ ഫൗസുൽ അദീം, ദാലിക ഹുവൽ ഫൗസുൽ അദീം അങ്ങനെ കുറേ കാണാം. അപ്പോൾ ആ വന്ന സ്ഥലങ്ങളാണ് ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുള്ളത്. വദാലിക്കൽ ഫൗസുൽ അദീം എന്ന് കൊടുത്തത് കാണാം. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ ഈ ദാലിക്കൽ ഫൗസുൽ അദീം വരുന്ന സ്ഥലങ്ങളാണ്. ഈ 6 സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. അത് മാറിപ്പോവാനോ തെറ്റിദ്ധരിക്കാനോ പാടില്ല. പിന്നെ നമ്മൾ അടുത്ത പേജിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത പേജിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ ചില ആളുകൾ അല്ലദാനി യത്തിയാനി ഹമിങ്കും ഫാദുഹുമ ഫൈൻതാബ വസ്ലഹ ഫാരിദ്വാൻഹുമ ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമ. പിന്നെ വലൈസത്തി തൗബത്തു എന്ന ആയത്ത് ഓതിപ്പോവും. അവിടെ ഇന്നമ തൗബത്ത് ഓതിയിട്ടാണ് വലൈസത്തി തൗബത്ത് ഓതേണ്ടത്. പിന്നെ ഇവിടെ അവസാനത്തെ ആയത്തിൽ ഇല്ലാ യഅ്തീന ബിഫാഹിഷത്തി മുബയ്യിന, ഇല്ലാ യഅ്തീന ബിഫാഹിഷത്തി മുബയ്യിന എന്ന ഈ ഭാഗം കഴിഞ്ഞിട്ട് ചില ആളുകൾ പിന്നെ ഇല്ലാ യഅ്തീന ബിഫാഹിഷത്തി മുബയ്യിന വതിൽക ഹുദൂദുല്ലാഹ് എന്ന് ഓതിപ്പോവും. തെറ്റാണ്. വഅശിറുഹുന്ന ബിൽ മഅറൂഫ് എന്നാണ് ഇവിടെ ഉള്ളത്. അത് വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും തെറ്റായി വരുന്ന ഒരു ഭാഗമാണ്. മറ്റൊന്ന് വൈനാർത്തും മുസ്തിബാല സൗജിൻ എന്ന് പറയുന്ന പേജിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഈ പേജിൽ ഇന്നഹു കാന ഫാഹിഷത്തൻ വസാ സബീല എന്നാണ് സൂറത്തു ഇസ്രായിലുള്ളത്. അപ്പോൾ നമ്മളിവിടെ വമഖ്തൻ എന്ന എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഇവിടെ മാറിപ്പോകരുത്. സൂറത്തുൽ ഇസ്രാവുമായിട്ട് തശാബുഹുള്ളൊരു സ്ഥലമാണ്, നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മുസ്തനാത്ത് പേജിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ. ഇവിടെ ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ നിങ്ങൾ 24-ാമത്തെ ആയത്തിൻ്റെ ലാസ്റ്റിൽ കണ്ടോ? എന്നാൽ ഇതേപോലെ ഒരു ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമയാണ് ഇവിടെ തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അതായത്
കേട്ടോ യൂസിക്കുമുള്ള കഴിഞ്ഞ ലാസ്റ്റ് ചില ആളുകൾ ഇന്നല്ലാഹ ഖാൻ അലീമൻ ഹക്കീമ എന്ന് പറഞ്ഞിട്ട് വലക്കും നിസ്ഫ് വീണ്ടും ഓതിപ്പോകും അവിടെ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇന്നല്ലാഹ ഖാൻ അലീമൻ ഹക്കീമ അടുത്തടുത്ത് വരുന്നത് കൊണ്ടുള്ള ഒരു ചെറിയ മിസ്റ്റേക്കാണ്, കുഴപ്പമില്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഏതായാലും ഇന്നല്ലാഹ ഖാൻ അലീമൻ ഹക്കീമ എന്ന് കഴിഞ്ഞിട്ട് വമല്ലം യസ്തത്തി മിൻകും എന്ന് ഓതണം. പിന്നെ ആതു നൗജൂറഹുന്ന ബിൽ മഅറൂഫ് മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്തിൻ. ഇവിടെ ചില ആളുകൾക്ക് തെറ്റിപ്പോകാറുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത പേജിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ അടുത്ത പേജിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി എന്ന് പറയുന്ന ഈ ആയത്ത് പല ആളുകൾക്കും തെറ്റുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ 130 നമ്മളിപ്പോൾ പറഞ്ഞത് 29-ാമത്തെ ആയത്താണ്. ഇനി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം വരുന്നത് അടുത്ത പേജിലാണ്. ഇവിടെ മനസ്സിലാക്കാനുള്ളത് വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി വബിൽ വാലിദൈനി ഇഹ്സാന വബിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ കഴിഞ്ഞിട്ട് വഖൂലു ലിന്നാസി ഹുസ്ന എന്ന് ഓതി പോകരുത്, വൽ ജാരി ദിൽ ഖുർബ, ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ അല്ലദീന യബ്ഖലൂന വയമുറുന നാസ ബിൽ ബുഖൽ ഖുർആനിൽ 2 തവണ വന്നിട്ടുണ്ട്, ഒന്ന് ഹദീദിലാണ്, മറ്റൊന്ന് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുക, തെറ്റിപ്പോകരുത്. സൂറത്തുൽ ഹദീദിൻ്റെ 24-ാമത്തെ ആയത്തും സൂറത്തുൽ നിസാഇൻ്റെ 37-ാമത്തെ ആയത്തുമാണ് ഇവിടെ പലർക്കും മാറിപ്പോകും. അപ്പം ഈ 2 ഭാഗം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അല്ലദീന യബ്ഖലൂന വയക്തുമൂന നാസ ബിൽ ബുഖലി വമൻ യതവല്ല എന്നുള്ളത് ഹദീദിലാണുള്ളത്, ഇവിടെ ഉള്ളത് വയക്തുമൂന മാ ആതാഹുമുല്ലാ എന്നാണ് നമ്മൾ ഓതേണ്ടത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത പേജിൽ വല്ലദീന യുൻഫിഖൂന അംവാലഹും റിആഅൻ നാസി വലാ യുഅ്മിനൂന ബില്ല, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബഖറയിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4 സ്ഥലങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ട്, അതിൽപ്പെട്ടതാണ് അല്ലദീന യുൻഫിഖൂന എന്നാണ്, പക്ഷേ ഇവിടെ വല്ലദീന യുൻഫിഖൂന. പിന്നെ അത് കഴിഞ്ഞാൽ യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ല അംവാലഹും ബില്ലൈലി ഫിസ്സറായി വല്ലറായി, ഇവിടെ പറയുന്നത് വല്ലദീന യുൻഫിഖൂന അംവാലഹും റിആഅൻ നാസ് എന്നാണ്. അപ്പോൾ ഇവിടെ മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന് ഈ പേജിൽ നമ്മൾ വരുന്നൊരു മിസ്റ്റേക്കാണ്, ഫൈലം തജിദു മാം ഫതേമു സഈദൻ തയ്യിബൻ ഫംസബു ബിവജൂഹിക്കും വൈദീക്കും ഇന്നല്ലാഹ എന്നാണ്. പക്ഷേ ചില സ്ഥലത്ത് ഈ ലാ യുഹിബ്ബു ജുസ്ഇലെ മാഇദയുടെ 3-ാമത്തെ പേജിലേക്ക് മാറിപ്പോകും, വൈദീക്കും മിൻ മൈരീദുല്ലാഹു ലിയജല അലൈക്കും എന്ന് ചില ആളുകൾ ഓതി പോകാറുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ അലം തറയില്ലദീന ഊതു നസീബൻ മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്തി അടുത്ത പേജിലെ അവസാനത്തെ ആയത്താണ്, അതിനോട് യശ്തറൂന ദലാലത്തെ പലപ്പോഴും മാറിപ്പോകാറുണ്ട്, അത് ശ്രദ്ധിക്കണം, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മറ്റൊന്ന് ഇനി ഈ പേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീല, ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീല എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ വബി കുഫ്രിഹിം വഖൗലിഹിം അലാ മറിയം ബുഹ്താനൻ അദീമ വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ ലാ യുഹിബ്ബുന 2-ാമത്തെ പേജിലേക്ക് ചില ആളുകൾ തശാബുഹ് ഉണ്ടാവും. പ്രത്യേകിച്ച് യാ അയ്യുഹല്ലദീന വരുമ്പോൾ നമ്മൾ സ്റ്റക്കാവും, ഏത് യാ അയ്യുഹല്ലദീന എന്നുള്ള കുറേ ഉണ്ടല്ലോ ഖുർആനിൽ. അപ്പോൾ നമ്മൾ ഈ ഭാഗം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം. മറ്റൊന്ന് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ. ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ എന്നുള്ളത് നിങ്ങൾക്കറിയാം, മുഹ്സനാത്തിൽ തന്നെ 2-ാമത്തെ അരയിൽ എന്ത് വരുന്നുണ്ട്, ഫഖദ് വല്ല വലാലും ബഈദ എന്ന് വരുന്ന ഭാഗം വരുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അലം തറയില്ലദീന ഊതു നസീബൻ മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്തി, ഈ പേജിൻ്റെ 51-ാമത്തെ ആയത്ത് ഇവിടെ ബിൽ ജിബ്തിയാണ്, യുഅ്മിനൂന ബിൽ ജിബ്തിയാണ്, നേരത്തെ പറഞ്ഞത് യശ്തറൂന ദലാലത്തെയാണ്. പിന്നെ എല്ലാവർക്കും പ്രത്യേകമായിട്ട് സാധാരണ കണ്ടുവരുന്ന ഒരു തെറ്റുന്ന 2 ആയത്തുകളാണ് തുടർന്ന് വരുന്ന ഈ പേജിൽ കാണുന്ന ഈ 56-ാമത്തെ ആയത്ത്, അതേപോലെ 57-ാമത്തെ. 56-ാമത്തെ ആയത്തിൽ ഇന്നല്ലദീന കഫറു സൗഫ നുസ്ലീം നാറും ഇന്നല്ലാഹ കാന അസീസൻ ഹക്കീം, അവിടെ ചിലപ്പം തെറ്റുന്നതായിട്ട് കാണാറുണ്ട്. മറ്റൊന്നാണ് 57-ാമത്തെ ആയത്ത് പലർക്കും തെറ്റും, അതായത് ഖാലിദീന ഫീഹാ അബദ, പിന്നെന്താ ഓതൻ്റെ അറിയില്ല. അപ്പോൾ ഇവിടെ മാത്രം വേറൊരു രൂപത്തിലുള്ളത് ഖാലിദീന ഫീഹാ അബദ ലഹും ഫീഹാ അസ്വാജ് മുത്തഹറ, ഇത് മുത്തശാബിഹാണ്, നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സംസാരിച്ചതുമാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തശാബുഹ് ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകളും ഇവിടെ തെറ്റും. ചില ആളുകൾ ഇനി വനിതകളും എല്ലാം ദലീല കഴിഞ്ഞിട്ട് എന്താണ് എന്നുള്ള നിലക്ക് സ്റ്റെക്കാകും. അതായത് കൃത്യമായിട്ടുള്ള തിക്റാറോടുകൂടെ നമ്മൾ ഹിഫ്ള് പഠിച്ചിട്ടില്ലെങ്കിൽ സ്റ്റെക്ക് ഉണ്ടാവും. ഈ ഹിഫ്ളിൽ സ്റ്റെക്ക് വരിക എന്ന് പറഞ്ഞാൽ അവിടെ ഹിഫ്ള് പൂർണ്ണമായിട്ടില്ല, പഠനം പൂർണ്ണമായിട്ടില്ല എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് നമ്മുടെ ഉസ്താദുമാരും ഉലമാക്കളൊക്കെ പ്രത്യേകം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല, ഇവിടെയും ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, ഇത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെക്കാവും, പിന്നെ അങ്ങോട്ട് കിട്ടൂല. അതെന്താ യാ അയ്യുഹല്ലദീന ആമനൂ ആണ്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വരുന്ന സ്ഥലങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതൊക്കെ മിസ്റ്റേക്ക് വരുന്ന സ്ഥലങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഈ പേജിൽ വമാർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാ, ഇവിടെ ഇല്ലാ ബിലിസാനി ഖൗമി എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്, നിങ്ങൾക്കറിയാം സൂറത്തുൽ ഇബ്രാഹിം, അങ്ങോട്ട് മാറിപ്പോകരുത്. ഖുർആൻ പഠിച്ച ഹാഫിദുകളായതുകൊണ്ട് പല ആയത്തുകളും സാദൃശ്യതകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പിന്നെ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത പേജിലേക്ക് വരികയാണെങ്കിൽ വമൻ യുതിഇല്ലാഹ വറസൂല ദാലിക ഫദ്ലുല്ലാഹി മിനല്ലാഹി വകഫാ ബില്ലാഹി അലീമ, ഇവിടെയൊക്കെ നമ്മൾ നോക്കണം ദാലിക ഫദ്ലുല്ലാഹി ദാലികൽ ഫദ്ലു മിനല്ലാഹി വകഫാ ബില്ലാഹി അലീമ എന്നാണ്. പക്ഷേ ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ എന്ന് പറയുന്ന ഒരു ഭാഗം ഖുർആനിൽ വേറൊരു സ്ഥലത്തുണ്ട്, ജുമയിലാണ്, അപ്പോൾ മാറിപ്പോകരുത്. പിന്നെ ഈ അടുത്ത പേജിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കാര്യമായിട്ടൊന്നും തെറ്റുന്നതായിട്ട് ഓർമ്മയിൽ വരുന്നില്ല. ഇനി അരജുസ് അല്ലേ, അവസാനത്തെ പേജ് അരജുസിൻ്റെ 10-ാമത്തെ പേജ് മുഹ്സനാത്തിൽ ഇവിടെ മയ്യുത്തിഇല്ലാഹ വർ റസൂല അല്ലേ എന്നുണ്ട്, മയ്യുത്തിർ റസൂല എന്നുണ്ട്. അങ്ങനെ പല സാദൃശ്യതകളുള്ളൊരു ആയത്താണിത്. അപ്പോൾ മയ്യുത്തിർ റസൂല ഫഖദ് അതാ അല്ലാഹ് വമൻ തവല്ല ഫമാ അർസൽനാക അലൈഹിം ഹഫീള, മറ്റൊന്നാണ് മയ്യുത്തിർ റസൂല മയ്യുത്തിഇല്ലാഹ വർ റസൂല എന്നുണ്ട്, മയ്യുത്തിഇല്ലാഹ വർ റസൂല വയഖ്ഷല്ലാഹ, അങ്ങനെയും കാണാം, നൂറിലുണ്ട്. അപ്പോൾ ഈ 3 ആയത്തുകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. പിന്നെ അഫലാ തദ്ബറുൽ ഖുർആൻ നമുക്കറിയാം 2 സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് ലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ
ലവജദു ഫി ഇഖ്തിലാഫൻ കസീറാണ് അവിടെ ഉള്ളത്. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ സൂറത്ത് മുഹമ്മദിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു മുതശാബിഹാത്തുകൾ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് ഈ പേജിൽ നമ്മളങ്ങനെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഈ പേജ് കഴിഞ്ഞിട്ട് ഈ ഒരു പേജും കൂടി നമ്മൾ പറയാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലാ യജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹി വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല എന്ന് ലാസ്റ്റ് ഉണ്ട് അല്ലേ. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല എന്ന് എവിടെ ഒന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ചില ആളുകളൊക്കെ മാറിപ്പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ എന്നാണ് ഈ പേജിൽ നമ്മൾ ഓതേണ്ടത്. മറ്റൊന്ന് ഇതേ പേജിൽ തന്നെ വദ്ദൂ ലൗ തക്ഫുറൂന കമാ കഫറൂ ഫതകൂനൂന സവാഅൻ ഫലാ തത്തഖിദൂ മിൻഹും ഔലിയാ ഹത്താ യുഹാജിറൂ ഫീ സബീലില്ലാഹ് ഫൈൻ തവല്ലൗ ഫഖുദൂഹും വഖ്തുലൂഹും ഹൈസു വജത്തുമുഹും എന്നുള്ളത്. എന്നാൽ ലാസ്റ്റ് ഇതേ സംഭവം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഫൈൻ തവല്ലൗ ഫഖുദൂഹും വഖ്തുലൂഹും ഹൈസു ഉണ്ടോ ഇവിടെ ആവർത്തിച്ച് വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഹൈസു സഖിഫ്തുമുഹും എന്നാണ് ഉള്ളത്. അപ്പോൾ ഇലൈക്കും ജഅൽനാ ലക്കും അലൈഹിം. അപ്പോൾ അവിടെ നമ്മൾ ഹൈസു സഖിഫ്തുമുഹും ഓതിപ്പോയാൽ ഇടയിലുള്ള രണ്ടായത്തിന് നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഈ രൂപത്തിലാണ് മുഹ്സനാത്തിൽ മുത്തശാബിഹായ ആയത്തുകളൊക്കെ ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ആവർത്തിച്ച് വന്നിട്ടുള്ള ആയത്തുകളൊക്കെ നമ്മുടെ മനസ്സിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായാൽ നമുക്ക് തശാബുഹിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇത്ഖാനോട് കൂടെയുള്ള ഒരു പഠനം നമുക്ക് സാധ്യമാവണമെങ്കിൽ മേൽ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വമാ കാന ലിമുഅ്മിനിൻ അൻ യഖ്തുല മുഅ്മിനൻ ഇല്ലാ ഖതഅ വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ ഫതഹ്രീറു റഖബത്തി മുഅ്മിന. ഇപ്പോൾ ഈ ഒരു ആയത്ത് ചില ആളുകൾക്ക് തെറ്റാറുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ചെറിയ മാറ്റങ്ങളാണ് പലപ്പോഴും ശരിക്കുക. ഒന്ന് വദിയത്തും മുസല്ലമത്തുൻ ഇലാഹലിഹി ഇല്ലാഹി യസ്വദ്ദഖൂന്നുണ്ട്. അതിന് ഫദിയത്തുൻ ഇവിടെ പറഞ്ഞത് വദിയത്തുൻ മുസല്ലം, ഇവിടെ പറയുന്നത് ഫദിയത്തുൻ വാവാണ്, ഇവിടെ ഫ ആണ്. ഇലാഹലിഹി വതഹ്രീറു റഖബത്തി മുഅ്മിന. പിന്നെ ഈ വതഹ്രീറു റഖബത്തി മുഅ്മിന ഞാൻ വൈൻകാന മിൻ ഖൗമിൻ, അതേപോലെ ഇവിടെ ഫമല്ലം യജിദ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അടുത്ത ആയത്തും അതേപോലെ തെറ്റ് വരുന്ന ഒരായത്താണ് ജഹന്നമു ഖാലിദൻ ഫീഹ വഗദിബല്ലാഹു അലൈഹി വലഅനഹു വഅദ്ദ ലഹു അദാബൻ അദീമ. ഈ ആയത്തിൽ വഗദിബല്ലാഹു അലൈഹിം എന്നൊക്കെ ചില ആളുകൾ പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത പേജിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കറിയാം ഈ പേജിൽ തന്നെ വരുന്ന ചില തെറ്റുകൾ ആദ്യമായിട്ട് ആവർത്തിച്ച് വരുന്ന കുറച്ച് പദങ്ങളുണ്ട്. ബിഅംവാലിഹിം വഅൻഫുസിഹിം അല്ല വൽ മുജാഹിദീന ബിഅംവാലിഹിം വഅൻഫുസിഹിം വൽ മുജാഹിദീന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫളലല്ലാഹുൽ മുജാഹിദീന ബിഅംവാലിഹിം വഅൻഫുസിഹിം വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന ഫളലല്ലാഹു മുജാഹിദീന. ഉണ്ടോ ഇതൊക്കെ ഈ വരച്ച സ്ഥലങ്ങളൊക്കെ ആവർത്തിച്ച് വന്നത് ഒരൊറ്റ ആയത്തിൽ. അപ്പോൾ നമ്മൾ ഓതുമ്പോൾ തെറ്റിപ്പോവരുത്. തെറ്റിപ്പോവാതെ ഓതാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ മറ്റൊന്ന് ഈ പേജിൽ നമ്മൾ താഴോട്ട് പോവുകയാണെങ്കിൽ വകാനല്ലാഹു അഫുവൻ ഗഫൂറ എന്ന് കഴിഞ്ഞിട്ടാണ് വകാനല്ലാഹു ഗഫൂറ റഹീമ എന്നുള്ളത്. ചില ആളുകൾക്ക് അത് തെറ്റായിട്ട് കാണാറുണ്ട്. വകാനല്ലാഹു അഫുവൻ ഗഫൂറ എന്നുള്ളത് ഓതി കഴിഞ്ഞിട്ടാണ് വകാനല്ലാഹു ഗഫൂറ റഹീമ എന്നുള്ള ആയത്ത് ഓതേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്ന മിസ്റ്റേക്ക് ഈ രൂപത്തിലാണ്. വേറെ വലിയ മുത്തശാബിഹാത്തൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മൊത്തത്തിൽ ഖുർആനിലെ അഫുവൻ ഗഫൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 4 സ്ഥലങ്ങളിലാണ് അഫുവൻ ഗഫൂർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 4 സ്ഥലങ്ങൾ നമ്മളെപ്പോഴും നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. അടുത്ത പേജിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ നേരത്തെ പ്രതിപാദിച്ചതുപോലെ തന്നെ ആ പ്രധാനപ്പെട്ട വലിയൊരു ആയത്തുണ്ട്. വലിയ ഹുദു അസ്ലിഹത്തഹും എന്നാണ് ഈ ആയത്തിലുള്ളത്. അതേ സ്ഥാനത്ത് വലിയ ഹുദു ഹിദ്റഹും വാസ്ലിഹത്തും ശേഷമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. മൈലത്തും വാഹിദ വലാ ജുനാഹ അലൈക്കും ഇൻകാന ബിക്കും മദം മിമ്മത്തലിൻ ഔ കുന്തും മർളാ അൻ തളവു അസ്ലിഹത്തക്കും. കണ്ടോ 3 അസ്ലിഹത്ത് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ 3ന് ശേഷവും നമ്മൾ പോകുന്നത് ശ്രദ്ധിക്കണം, തെറ്റിപ്പോരുത്. പിന്നെ ഫഇദാ ഖളൈതുമുസ് സ്വലാത്ത ഫദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിക്കും എന്നുള്ളത്. അതേ സ്ഥാനത്ത് വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ നിസാഇന് മുമ്പുള്ള, അതായത് ആലി ഇമ്രാനിൻ്റെ അവസാനത്തെ പേജിന് മുമ്പത്തെ പേജിൽ നമ്മൾ ഓതിപ്പോയിട്ടുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അവിടേക്ക് മാറിപ്പോകാനൊരു സാധ്യത കാണുന്ന ഒരു ഭാഗമാണ് ഈ ഒരു മുത്തശാബിഹായ ഈ ആയത്ത്. പിന്നെ സാധാരണ ആയത്തുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. തഅലമൂൻ യഅലമൂൻ തഅലമൂൻ എന്നാണ്. യഅലമൂന അലിമ അല്ലേ, യഅലമൂന ആ വസനല്ല, ആ ഫിഅലല്ല. അലം എന്ന് പറയുന്നത് വേദനിപ്പിക്കുക എന്ന് പറയുന്ന അർത്ഥത്തിൽ വരുന്നതാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് വലാ തുജാദിൽ ഹ അൻതും ഹാവുലായി. നമ്മൾ ഒരു തവണ മുമ്പ് സംസാരിച്ചതാണ് ഹ അൻതും ഹാവുലായി. ഹ അൻതും ഹാവുലായി ഖുർആനിൽ വരുന്ന സ്ഥലങ്ങൾ നമ്മളവിടെ പറഞ്ഞതാണ്. പിന്നെ ഇനി ആവർത്തിക്കുന്നില്ല. പിന്നെ ഇവിടെ വരുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു. അടുത്ത പേജിൽ എന്തുണ്ട്? മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി വലാ യജ്ലഹു. അപ്പോൾ അവിടെ മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന് നമ്മൾ വലൗലാ ഫദ്ലുല്ലാഹി അലൈക വറഹ്മത്തുഹു ഫിദ്ദുന്യ വൽ ആഖിറ ചില ആൾക്കാർ ഓതിപ്പോകാറ്. അപ്പോൾ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു എന്ന് ഖുർആനിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്ന 4 സ്ഥലങ്ങൾ. ഈ കാണുന്ന 4 സ്ഥലങ്ങളിലാണ് ഖുർആനിൽ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ആവർത്തിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും അതേപോലെ ലഹമ്മ ത്വായിഫത്തു മിൻഹും എന്നാണുള്ളത്. അപ്പോൾ സൂറത്തുൽ നൂറിലാണ് 3ഉം. അപ്പോൾ നിസാഇൽ നമ്മൾ നൂറിലേക്ക് എത്തിപ്പോകരുത്, ശ്രദ്ധിക്കുക ആ കാര്യം. അടുത്ത പേജിൽ നമ്മൾ പോവുകയാണെങ്കിൽ
ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക എന്നുള്ളത് മുഹ്സനാത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതാണ്, തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. പിന്നെ അടുത്ത പേജ് പോകുമ്പോൾ മുഹ്സനാത്തിൽ തന്നെ നമ്മൾ പറഞ്ഞതായിരുന്നു ഖാലിദീന ഫിഹാ അബദ ലഹും ഫിഹാ അസ്വാജ് മുതഹറ, തുടക്കത്തിൽ ആദ്യ തലയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ വഅദല്ലാഹി ഹഖ് എന്നുള്ളത് മാറിപ്പോകരുത്. അപ്പോൾ വഅദല്ലാഹി ഹഖ് എന്നുള്ളത് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മൻ യഅമൽ സൂഅൻ ഔ യദ്ലിം എന്നായിരുന്നു അവിടെ. ഇവിടെ മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി, അവിടെ വമൻ ഉണ്ട്, ഇവിടെ മൻ എന്നുള്ളത്. പിന്നെ ഈ പേജിൽ യസ്തഫ്തൂനക ഫിന്നിസാൻ ചില ആളുകൾ ഓതാറുണ്ട്, വാവ് ഒഴിവാക്കിയിട്ട്. അത് പാടില്ല, തെറ്റാണത്. അടുത്ത പേജിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ യസ്തഫ്തൂനക എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അതായത് യസ്തഫ്തൂനക കുലില്ല ഫിൽ കലാല എന്ന് പറഞ്ഞാൽ സൂറത്തുൻ നിസാഇൻ്റെ ലാസ്റ്റ് ആയത്തും ഇതേപോലെ ഇങ്ങനെയാണല്ലോ. യസ്തഫ്തൂനക കുലില്ലാഹു യുഫ്തീകും ഫിൽ കലാല എന്നാണ്. അവിടെ യസ്തഫ്തൂന എന്ന് വിചാരിച്ച് ഇവിടെ വാവ് നഷ്ടപ്പെടുത്തി നമ്മൾ ഒന്ന് രീതി ഒഴിവാക്കണം. മറ്റൊന്ന് അടുത്ത പേജിലേക്ക് പോയാൽ വൈൻ തുഷ്സിനു വതത്തഖൂ എന്നുള്ള ഈ ഭാഗം ചില ആളുകൾക്ക് തെറ്റിപ്പോകാറുണ്ട്. വൈൻ തുഷ്സിനു വതത്തഖൂ, അത് ഇവിടെ വൈൻ തുസ്ലി വതത്തഖൂലേക്ക് ഓതിപ്പോകും, അത് ശ്രദ്ധിക്കുക. അതേപോലെ മറ്റൊരു മിസ്റ്റേക്കാണ് ഈ പേജ് കാണുന്ന, എന്താണെന്ന് വെച്ചാൽ വലില്ലാഹി മാഫി സമവാത്തി മാഫിൽ അർളി 2 വട്ടമുണ്ട്. അപ്പോൾ തെറ്റിപ്പോരുത്. ഒന്ന് വക്കാനുള്ള വനിയൻ ഹമീദ, മറ്റൊന്ന് വഖഫ ബില്ലാഹി വക്കീല. അപ്പോൾ ഈ 2 മിസ്റ്റേക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത പേജിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഖുർആനിൽ 2 തവണ വന്നിട്ടുണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന. ഇവിടെ ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ് എന്നാണ്, പക്ഷേ അടുത്ത ജ്യൂസിൽ നമ്മൾ പറയും ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന് ഈ പേജിൽ അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീന അയബ്തഗൂന, അടുത്ത പേജിൽ ഇതിനോട് സമാനമായിട്ട് അതുരീദൂന അൻ തജ്ഹലൂ എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഈ ഭാഗം മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു മുത്തശാബിഹാത്ത് കാണാം. യാ അയ്യുഹല്ലദീന ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീന അതുരീദൂന, ഇവിടെ അയബ്തഗൂന. അതേപോലെ ഇന്നൽ മുനാഫിഖീന യുഹാദിഊന എന്ന് ആദ്യം, പിന്നെ ഇതേ പേജിൽ ഫിദ്ദർക്കിൽ അസ്ഫൽ, രണ്ടും തുടങ്ങുന്നത് ഇന്നൽ മുനാഫിഖീന. അവിടെ നമ്മൾ ശ്രദ്ധിക്കുക, മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം.